വിവിധയിടങ്ങളിൽ നിന്നൊക്കെ കടന്നു വന്ന കർത്താവിൻ്റെ ദാസന്മാരുണ്ട്, വിശ്വാസികളുണ്ട്. അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ചുരുക്കമായി നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളാണ് ഇങ്ങനെയുള്ള ദൈവദാസന്മാരിൽ നിന്ന് വചനം പഠിക്കുക എന്നുള്ളത്. ഇന്ന് പകലും കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാത്രിയും നാളെ പകലും രാത്രിയിലും നമ്മളോടൊപ്പം നമുക്ക് വേണ്ടി ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ഈ സഭയിലേക്ക് അയച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി സമയമൊട്ടും കളയാതെ ഞാൻ കർത്താവിൻ്റെ ദാസൻ്റെ കരത്തിലേക്ക് മൈക്ക് കൊടുക്കുന്നു. അവൻ ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ ദാസനെ ഈ സഭയിലേക്ക്, ഈ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനു മാത്യു നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് സഭയ്ക്ക് താൻ ഒരു പുതിയ വ്യക്തിയല്ല, അതുകൊണ്ട് പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. ആമേൻ. രണ്ടുപേരെയും ഇന്ന് രാത്രിക്കത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവരും കരമടിച്ച് അവരെ സ്വാഗതം ചെയ്യും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ മനോഹരമായിരിക്കുന്ന രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ಕರ್ತನ ಪರಿಶುದ್ಧ ನಾಮ ಈ മനോഹരವಾದಂಥ ಸಂಜೆ ಕೊಂಡಾಡಲ್ಪಡಲಿ. ദൈവവചനവുമായി നമുക്ക് ഒരുമിച്ച് കർത്തൃ സന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല സന്ദർഭത്തിനായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ದೇವರ ವಾಕ್ಯದೊಡನೆ ಕರ್ತನ ಸನ್ನಿಧಾನದಲ್ಲಿ ಬರುವಂತೆ ದೇವರು ಕೊಟ್ಟಿರುವಂಥ ಈ ಸುಸಂದರ್ಭಕ್ಕಾಗಿ ದೇವರನ್ನು ಕೊಂಡಾಡುತ್ತೇನೆ. ദൈവവചനം കരങ്ങളിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ದೇವರ ವಾಕ್ಯವನ್ನು ಕೈಯಲ್ಲಿ ಹಿಡಿದು ದೇವರನ್ನು ಕೊಂಡಾಡಿ ഇതുമായ രാത്രി യോഗത്തിൽ ഇരിപ്പാൻ ദൈവം നമുക്ക് കൃപ പകർന്നതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ಈ ಸಂಜೆ ಈ ಕೂಟಕ್ಕೆ ಬರುವಂತೆ ದೇವರು ಕೃಪೆ ತೋರಿಸಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣವ. ഇന്ന് രാത്രിയിൽ ഒട്ടും മുഖവര കൂടാതെ തിരുവഴുത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ಈ ಸಂಜೆ ಇನ್ಯಾವುದ ಪರಿಚಯಗಳನ್ನು ತರದಂತೆ ದೇವರ ವಾಕ್ಯಕ್ಕೆ ಸೀದಾ ಸಾಗಲಿದ್ದೇವೆ. കാരണം 9 മണിയോടുകൂടെ യോഗം അവസാനിപ്പിക്കണം. നാളെയും നിങ്ങൾ എത്തിച്ചേരേണ്ടത്. ಯಾಕಂದ್ರೆ 9 ಗಂಟೆಯಷ್ಟರಲ್ಲಿ ಈ ಕೂಟ ಮುಗಿಸಬೇಕು. ನಾಳೆಯ ದಿನ ಕೂಡ ನೀವು ಬರಬೇಕಿದೆ. അതുകൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ച ഭാഗത്തിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് രാത്രിയിൽ ചില വേദഭാഗങ്ങൾ കൂടെ ഒരുമിച്ച് ഈ വിഷയത്തിൻ്റെ വളരെ ഗൗരവമേറിയ സബ്ജക്റ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിച്ച് പങ്കുവെച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ಕಳೆದ ರಾತ್ರಿ ನಾವು ಚಿಂತಿಸಿದ ಭಾಗವನ್ನು ಮುಂದುವರಿಸುತ್ತಾ ಬಹಳ ಗಂಭೀರವಾಗಿ ದೇವರ ವಾಕ್ಯವನ್ನು ಗಮನಿಸುವಂತೆ ನಿಮ್ಮ ಚಿಂತೆಗಳನ್ನು ಆಹ್ವಾನಿಸುತ್ತೇನೆ. വിശുദ്ധ തിരുവഴുത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ಸತ್ಯವೇದಕ್ಕೆ ನಾವು ಬರೋಣವ. മത്തായി സുവിശേഷം 24:37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് ആധാരമായി നാം ചിന്തിക്കുവാനായിട്ട് എടുത്തത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന വിഷയം സംബന്ധിച്ച് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ಮತ್ತಾಯನ ಸ್ವಾರ್ಥ 24ನೇ ಅಧ್ಯಾಯ 37ರಿಂದ ಕೆಳಗಿರುವಂತಹ ವಾಕ್ಯಗಳನ್ನು ಆಧಾರ ಮಾಡಿಕೊಂಡು ಯೇಸು ಕ್ರಿಸ್ತನು ಪುನರ್ಸ್ಥಾಪನೆ ಮಾಡಲಿರುವಂಥದ್ದು, ಆತನ ಬರವಣಿಗೆಯ ಬಗ್ಗೆ ನಾವು ಚರ್ಚಿಸುತ್ತಾ ಬರುತ್ತಿದ್ದೇವೆ. ഇത് ഒരു ബൈബിൾ ക്ലാസ് ആണ്. ആകയാൽ അർഹിക്കുന്ന ഗൗരവത്തോടെ ഒരു പഠന മനോഭാവത്തോടെ വേണം ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിലിരിപ്പാൻ. ಇದು ಸತ್ಯವೇದ ಕಲಿಯುವಂತಹ ಕ್ಲಾಸ್ ಆದ ಕಾರಣ ಬಹಳ ಯೋಗ್ಯತೆ ಉಳ್ಳವರಾಗಿ ದೇವರ ಮುಂದೆ ಗಂಭೀರವಾಗಿ ಕೂರಬೇಕೆಂಬುದಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತೇನೆ. ഇന്ന് രാത്രി ഈ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ നന്നായി പതിയണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ಈ ಸಂಜೆ ನಾವು ಹೇಳುವಂತ ಕಾರ್ಯ ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಸ್ಪಷ್ಟವಾಗಿ ಸೇರಿಕೊಳ್ಳಬೇಕೆಂಬುದಾಗಿ ನಾವು ಬಯಸುತ್ತೇವೆ. നമ്മുടെ നാട്ടിൽ ഒക്കെ കലാ സാംസ്കാരിക പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. ನಮ್ಮ ಊರುಗಳಲ್ಲಿ ಕಲಾ ಸಂಸ್ಕೃತಿ ಕಾರ್ಯಕ್ರಮಗಳು ನಡೆಯುವುದುಂಟು. നാടകവും മോണോ ആക്റ്റും മിമിക്രിയും ഒക്കെ സാംസ്കാരിക പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് ചില പ്രത്യേക ഓഡിറ്റോറിയങ്ങളിലും ഗ്രൗണ്ടുകളിലും നടത്താറുണ്ട്. ನಾಟಕವಾಗಲಿ, ಒಬ್ಬರೇ ನಿಂತು ನಟಿಸುವ ಹಾಗೆ ಇನ್ನೂ ಅನೇಕ ಸಂಗತಿಗಳನ್ನು ನಾವು ನಮ್ಮ ಊರುಗಳಲ್ಲಿ ನಾವು ನಡೆಸುವುದುಂಟು. ഈ പ്രോഗ്രാമിൽ സംഘാടകർക്ക് സദസ്സ് നന്നായി ചിരിക്കണം എന്നല്ലാതെ കാര്യം മനസ്സിലാക്കണമെന്നില്ല. ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಅದನ್ನು ಸಂಸ್ಥಾಪಕರು ನೆನೆಸುವುದೇನೆಂದರೆ ಬಂದಿರುವ ಸದಸ್ಯರು ಚೆನ್ನಾಗಿ ನಗಬೇಕು, ಏನು ಅರ್ಥ ಮಾಡಿಕೊಂಡಿಲ್ಲ ಅಂದ್ರೂ ತೊಂದರೆ ಇಲ್ಲ ಎಂಬುದಾಗಿ ನೆನೆಸುತ್ತಾರೆ. സദസ്സ് കാര്യം മനസ്സിലാക്കിയില്ലെങ്കിലും ಜನರು ಕಾರ್ಯಗಳನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳದಿದ್ದರೂ ഇവർ നന്നായി ചിരിക്കണം എന്നാണ് സംഘാടകരുടെ ആഗ്രഹം. ಇವರೆಲ್ಲರೂ ಬಹಳ ಚೆನ್ನಾಗಿ ನಗಾಡಬೇಕೆಂಬುದೇ ಸಂಸ್ಥಾಪಕರ ಒಂದು ಕಾರ್ಯವಾಗಿರುತ್ತದೆ. സ്റ്റേജിൽ ഇതേ ചരക്ക് തന്നെ ഇറക്കണമെങ്കിൽ മനസ്സിലാക്കരുതല്ലോ. ಮತ್ತೆ ಇನ್ನೊಂದು ವೇದಿಕೆಯಲ್ಲಿ ಇದೇ ಕಾರ್ಯಕ್ರಮ ತರಬೇಕಾದ್ರೆ ಎಲ್ಲರಿಗೂ ಅರ್ಥವಾಗಬಾರದಲ್ಲವೇ?
അപ്പൊ സദസ് രസിക്കുകയാകാവൂ, സദസ് കാര്യം ഗ്രഹിക്കരുത് എന്നാണ് കലാപരിപാടിക്കാരുടെ ഉദ്ദേശം. ಅಂದ್ರೆ ಅಲ್ಲಿ ಬಂದು ಕೂಡಿರುವಂತಹ ಜನರು ಅದನ್ನು ನೋಡಿ ನಗಬೇಕಷ್ಟೇ, ಅವರು ಅದನ್ನು ಗ್ರಹಿಸಬಾರದೆಂಬುದೇ ಅಲ್ಲಿ ಸಂಸ್ಥಾಪಕರು എന്നാൽ ನೆನೆಸುವುದು. ഇന്ന് രാത്രി ഇവിടെ നടക്കുന്നത് കലാപരിപാടിയല്ല. ಆದರೆ ಈ ರಾತ್ರಿಯಲ್ಲಿ ನಡೆಯುವಂತ ಕಲಾ ಕಾರ್ಯಕ್ರಮವಲ್ಲ. ഇന്ന് രാത്രി നിങ്ങൾ ചിരിക്കണം എന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇന്ന് രാത്രി നിങ്ങൾ കരയണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ಈ ಸಂಜೆ ನೀವು ನಗಾಡಬೇಕೆಂಬುದಾಗಿ ನಮ್ಮ ಬಯಕೆಯಲ್ಲ, ನೀವು ದೇವರ ಮುಂದೆ ಅಳಬೇಕೆಂಬುದಾಗಿಯೇ ನಮ್ಮ ಇಚ್ಛಿತ. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഈ സമയത്ത് നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ಕಳೆದ ಶತಮಾನದ ಈ ಸಮಯದಲ್ಲಿ ನಾವು ಯಾರು ಈ ಭೂಲೋಕದಲ್ಲಿ ಇರಲಿಲ್ಲ. അടുത്ത നൂറ്റാണ്ടിലെ ഈ സമയത്ത് നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയുമില്ല. ಮುಂದಿನ ಶತಮಾನದ ಇದೇ ವೇಳೆಯಲ್ಲಿ ನಾವು ಯಾರು ಈ ಭೂಲೋಕದಲ್ಲಿ ಇರುವುದಿಲ್ಲ. നമ്മൾ ഇവിടെ നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകങ്ങളല്ല. ನಾವಿಲ್ಲಿ ವರ್ಷಗಟ್ಟಲೆ ನಿಲ್ಲುವಂತಹ ಮರಗಳು ಅಲ್ಲ. ജനനം എന്ന 3 അക്ഷരത്തിനും ಜನನ ಅನ್ನುವಂತ 3 ಪದಕ್ಕೂ മരണം എന്ന 3 അക്ഷരത്തിനും ഇടയിൽ ಮರಣ ಅನ್ನುವಂತಹ 3 ಅಕ್ಷರದ ಮಧ್ಯದಲ್ಲಿ ജീവിതം എന്ന ഈ 3 അക്ഷരം, ಜೀವನ ಅನ್ನುವಂತಹ ಈ 3 ಅಕ್ಷರ, നിത്യത എന്നൊരു 3 അക്ഷരത്തിന് വേണ്ടി ഒരുങ്ങാനുള്ളതാണെന്ന് വിശ്വസിക്കുന്നവരാ ദൈവമക്കൾ. ನಿತ್ಯತೆ ಎನ್ನುವಂತಹ ಸಂಗತಿಗೋಸ್ಕರ ಸಿದ್ಧವಾಗಬೇಕೆನ್ನುವಂತಹ ನಂಬಿಕೆ ಇರುವುದು ದೇವರ ಮಕ್ಕಳಾದ್ದು. അതുകൊണ്ട് തന്നെ വചനത്തിൽ ഉറയ്ക്കുക നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ಆದ ಕಾರಣ ವಾಕ್ಯದಲ್ಲಿ ದೃಢವಾಗಿರುವುದು ನಮಗೆ ಬಹಳ ಪ್ರಾಮುಖ್ಯವಾದದ್ದು. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ജീവിത തത്വ സംഹിത എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രഭാഷണ ഭാഗമാണ് ചരിത്ര പ്രസിദ്ധമായ ഗിരിപ്രഭാഷണം. ನೋಡಿ, ಯೇಸು ಸ್ವಾಮಿಯ ಪ್ರಭಾಷಣ, ಆತನ ಸಂದೇಶದಲ್ಲಿ ಬಹಳ ಸ್ಪಷ್ಟವಾಗಿ ಎಲ್ಲರೂ ಕೊಂಡಾಡುವಂತ ಒಂದು ಕಾರ್ಯವಾಗಿದೆ ಗಿರಿಯ ಮೇಲೆ ಆತನು ಮಾಡಿದಂತ ಪ್ರಸಂಗ. പ്രഭാഷണത്തിന്റെ ഉപസംഹാരത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു പ്രത്യേക സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, ನೋಡಿ, ಆ ಪರ್ವತ ಪ್ರಸಂಗದಲ್ಲಿ ನಮ್ಮ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ಕರ್ತನು ಒಂದು ಸಂಗತಿಯನ್ನು ಹೇಳಿ ಮುಗಿಸುವಾಗ, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. ನನ್ನ ಈ ವಾಕ್ಯಗಳನ್ನು ಕೇಳಿ ಅದೇ ಪ್ರಕಾರ ಮಾಡುವನು ಬಂಡೆ ಮೇಲೆ ಮನೆ ಕಟ್ಟಿದಂತ ಬುದ್ಧಿವಂತನು ಎಂಬುದಾಗಿ ಹೇಳುತ್ತಾನೆ. ഇത് നേരിട്ട് കർത്താവ് കണ്ടുകൊണ്ട് പറയുകയാണ്. ಇದನ್ನು ನೇರವಾಗಿ ಕರ್ತನು ನೋಡಿ ಹೇಳುತ್ತಿರುವಂತಹ നമ്മുടെ ಕಾರ್ಯ. കർത്താവിനെ പോലെ ഒരു ഗുരുവിനെ ലോക ചരിത്രം കണ്ടിട്ടില്ല. ನಮ್ಮ ಕರ್ತನ ಹಾಗೆ ಒಂದು ಗುರುವನ್ನು ಲೋಕದ ಚರಿತ್ರೆ ನೋಡಲೇ ಇಲ್ಲ. അങ്ങ് ഉഗാണ്ടയിൽ നിന്നും ബഹിരാകാശ പേടകത്തിൽ നിന്നും അല്ല കർത്താവ് ഉദാഹരണം കൊണ്ടുവരുന്നത്. അന്നേരം മുൻപിൽ കാണുന്ന വിഷയങ്ങളെ ക്ലിപ്പ് ചെയ്തിട്ട് അതിനകത്ത് നിത്യതയുടെ ആശയം വരച്ച് സാധാരണക്കാരന്റെ ഹൃദയ ക്യാൻവാസിൽ എഴുതുന്ന ഇതുപോലൊരു ഗുരുവിനെ ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ല. ಎಲ್ಲೋ ಯುಗಾಂಡದಿಂದ ವಿದೇಶದಿಂದ ಸಂಗತಿಗಳನ್ನು ಉದಾಹರಣೆಗಳನ್ನು ತಂದವನಲ್ಲ, ಅಲ್ಲಿ ನೋಡುವಂತಹ ಸಂಗತಿಗಳನ್ನು ಉದಾಹರಣೆಯಾಗಿ ಇಟ್ಟು ಹೇಳಿದಂತಹ ಗುರುವಿನ ಹಾಗೆ ನಮ್ಮ ಸ್ವಾಮಿಯನ್ನು ಚರಿತ್ರೆ ನೋಡಲೇ ಇಲ್ಲ. യോർദാൻ നദി കൂലം കുത്തി പതഞ്ഞു നുരഞ്ഞൊഴുകുന്നതിന്റെ ഒരു വശത്ത് ചെങ്കുത്തായി ഉയർന്നിൽക്കുന്ന മലയുടെ മുകളിലാണ് നമ്മുടെ കർത്താവ് ഇപ്പോൾ ഇരിക്കുന്നത്. ಯೋರ್ದಾನ್ ನದಿ ದಡ ಹರಿದು ಹರಿಯುತ್ತಿರುವಂತಹ ಪಕ್ಕದಲ್ಲಿ ಪರ್ವತದ ಮೇಲಷ್ಟೇ ಸ್ವಾಮಿ ಕೂತು ಈ ಮಾತುಗಳನ್ನು ಹೇಳುತ್ತಿರುವುದು. അവിടെ യോർദാൻ നദിയുടെ ഇടവഴികളിലൂടെ മൺതിട്ടകൾ താൽക്കാലികമായി ഉറയ്ക്കുന്ന വരട്ടാറുകളുണ്ട്. ನೋಡಿ, ಅಲ್ಲಿ ಯೋರ್ದಾನ್ ನದಿಯಲ್ಲಿ ಮಣ್ಣುಗಳು ತಾತ್ಕಾಲಿಕವಾಗಿ ದೃಢವಾಗಿರುವಂತಹ ಕಾರ್ಯಗಳುಂಟು. ആ മൺതിട്ടകളിൽ താൽക്കാലികമായി ചെറുതായിട്ട് അടിത്തറ തീർത്ത് സാധാരണ ആളുകൾ വീട് പണിയാറുണ്ട്. ಆ ಮಣ್ಣು ಬಂದು ಸೇರುವಾಗ ಅಲ್ಲಿ ತಾತ್ಕಾಲಿಕವಾಗಿ ಅಸ್ಥಿವಾರ ಹಾಕಿ ಮನೆ ಕಟ್ಟುವಂತಹ ಪದ್ಧತಿ ಇದ್ದಿತ್ತು. പുറത്തെ പണിക്ക് ഈ കാഴ്ചയിൽ ഈ പണി മനോഹരമാണെങ്കിലും തറ മണ്ണിലാണ് ഉറച്ചിരിക്കുന്നത്. ನೋಡಿ, ಹೊರಗೆ ನೋಡುವಾಗ ಕಟ್ಟಡ ಬಹಳ ಮನೋಹರವಾಗಿದ್ದರೂ ಅದರ ಪಾಯ ಹಾಕಿರುವುದು ಮಣ್ಣಿನಲ್ಲಿ. എന്നാൽ ചെങ്കുത്തായി നിൽക്കുന്ന ഈ യോർദാൻ നദിയുടെ വശത്തെ മലകളുടെ ആ പ്രത്യേക അടിത്തറകളിൽ കുഴിച്ചു ചെന്നിട്ട് ആഴത്തിന് അടിത്തറയിട്ട് പണിയുന്ന ചില ഗ്രഹങ്ങളുണ്ട്. ಆದರೆ ಗಂಭೀರವಾಗಿ ನಿಂತಿರುವ ಪರ್ವತದಲ್ಲಿ ಹೋಗಿ ಅದರ ಕೆಳಭಾಗದಲ್ಲಿ ಹೋಗಿ ಆಳವಾಗಿ ತೋಡಿ ಮನೆ ಕಟ್ಟುವ ಜನರಿದ್ದಾರೆ. എവിടാണ് തറ ഉറച്ചിരിക്കുന്നതെന്ന് തെളിയുന്നത് അടുത്ത കാലവർഷക്കെടുതിയിലാണ്. ನೋಡಿ, ಯಾವ ನೆಲ ಬಿಗಿಯಾಗಿದೆ ಎಂಬುದಾಗಿ ತಿಳಿಯುವುದು ಬಿರುಗಾಳಿ ಬೀಸುವಾಗಲೇ. നിങ്ങളുടെ അനുകൂല സാഹചര്യത്തിലല്ല, നിങ്ങളുടെ പ്രതികൂലത്തിന് നടുവിലാണ് നിങ്ങളുടെ തറ എവിടെ ഉറച്ചിരിക്കുന്നത് തെളിയുന്നത്. ನಿಮ್ಮ ಅನುಕೂಲ ಸಂದರ್ಭದಲ್ಲ, ನಿಮ್ಮ ಅನಾನುಕೂಲದ ಸಂದರ್ಭದಲ್ಲಿ ನಿಮ್ಮ ಅಸ್ಥಿವಾರ ಎಲ್ಲಿ ದೃಢವಾಗಿದೆ ಎಂಬುದಾಗಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಲು ಸಾಧ್ಯ. കാലവർഷക്കെടുതിയിൽ ഇടിവെട്ടി പെയ്യുന്ന മഴയിൽ അതിശക്തമായി പ്രളയജലം കുത്തി ഒലിച്ചിരമ്പി ഇറങ്ങുമ്പോൾ, ವಾತಾವರಣ ಬದಲಾಗಿ ಬಹಳ ಶಕ್ತವಾಗಿ ಗಾಳಿ ಬೀಸಿ ಮಳೆ ಸುರಿದು ನೀರು ಹರಿದು ಬರುವಾಗ മണ്ണിൽ തറയുറപ്പിച്ച ഈ വര പുറത്ത് കാഴ്ചയ്ക്ക് ഭംഗിയാണെങ്കിലും അടിയോടെ അടിയാടി ഇളകി ഉലഞ്ഞുയർന്ന് അതിഊക്കോടെ താഴത്തെ സമുദ്ര പ്രതലത്തിൽ വന്ന് പതിച്ചു കിടക്കുന്ന കാഴ്ച നേരിട്ട് കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ನೋಡಿ, ಯಾವ ರೀತಿ ಗಂಭೀರವಾಗಿ ಗಾಳಿ ಬೀಸಿ ಪ್ರಭಾವ ಹರಿದು ಬರುವಾಗ ಯಾವ ರೀತಿಯಲ್ಲಿ ನೀರು ಕೊಚ್ಚಿಕೊಂಡು ಹೋಗಿ
ಹೋಗಿ ಆ ಮನೆಗಳನ್ನು ಅದರ ಅಸ್ಥಿವಾರದೊಡನೆ ತೆಗೆದುಕೊಂಡು ಸಮುದ್ರಕ್ಕೆ ಕೊಂಡೊಯ್ಯುವಂತಹ ದೃಶ್ಯವನ್ನು ಕರ್ತನು ಬೆರಳು ತೋರಿಸಿ ಹೇಳುತ್ತಾ ಈ ಸಂಗತಿಗಳನ್ನು ತಿಳಿಸುತ್ತಾನೆ. നിങ്ങൾ കണ്ടില്ലേ? ನಮ್ಮ ಕರ್ತನು ಹೇಳುತ್ತಾನೆ, ನೀವು ನೋಡಲಿಲ್ಲವೋ? ബാഹ്യമായി ഉയർന്നു നിന്നിട്ടും അടിത്തറ ഇളകിയിട്ട് താഴത്തെ പ്രതലത്തിൽ ഊക്കോടെ തകർന്ന ഉഗ്ര ശബ്ദത്തോടെ പതിച്ചു കിടക്കുന്ന വീടുകൾ കണ്ടില്ലേ? ನೋಡಿ, ಅಲ್ಲಿ ಎಷ್ಟು ಆಳವಾಗಿ ತೋಡದಿರುವಂತಹ ಮನೆಗಳು ಆ ರೀತಿ ಹರಿದು ಹೋಗಿ ಬಿದ್ದಿರುವಂತದ್ದು, ಉರುಳಿ ಬಿದ್ದಿರುವುದು ನೀವು ನೋಡಲಿಲ್ಲವೋ? എന്നിട്ട് കർത്താവ് പറയുന്ന പ്രത്യേക പരാമർശനം പ്രിയപ്പെട്ട ശ്രദ്ധിക്കണം. ಅಲ್ಲಿ ಕರ್ತನು ಹೇಳುವಂತಹ ವಿಶೇಷವಾದಂತಹ ಸಂಗತಿಗಳು ನೀವು ಗಮನಿಸಬೇಕು. ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനല്ല, ನನ್ನ ಈ ವಾಕ್ಯವನ್ನು ಕೇಳಿ ಮಾಡುವವನಲ್ಲ. ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് വാട്സ് തള്ളുന്ന സിസ്റ്റത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന മാസ് ഹിപ്നോട്ടിസത്തിന്റെ ഇലക്ട്രോണിക് ഉണർവിന്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ನೋಡಿ, ಯಾವ ರೀತಿ ಹಿಪ್ನೋಟಿಸಂ ಉಪಯೋಗಿಸಿ ಜನರು ಕೊಚ್ಚಿಕೊಳ್ಳಲಿ, ಅವರಿಗೆ ವೇಗತೆ ಹೆಚ್ಚಾಗಲಿ ಎಂಬುದಾಗಿ ಅವರು ಶಬ್ದಗಳನ್ನು ಹೆಚ್ಚಿಸಿ ಅವರನ್ನು ಉಬ್ಬಿಸಬೇಕೆನ್ನುವಂತಹ ಸಂಗತಿಗಳನ್ನು ನಡೆಸುವಂತ ಕಾರ್ಯವಲ್ಲ ನಾನು ಹೇಳುತ್ತಿರುವುದು. ഇന്നത്തെ ഉണർവുകളെ ഇലക്ട്രോണിക്സ് ഉണർവുകൾ എന്ന് പ്രത്യേകം ഒന്ന് തിരിക്കേണ്ടതുണ്ട്. ಇಂದಿನ ಉಜ್ಜೀವನವನ್ನು ಎಲೆಕ್ಟ್ರಾನಿಕ್ ಗಳ ಮೂಲಕ ತರುವಂತ ಉಜ್ಜೀವನ ಎಂಬುದಾಗಿ ಬೇರ್ಪಡಿಸಲು ಸಾಧ್ಯ. ರೋಗಿಗೆ ಇಷ್ಟ ಜಿಲೇಬಿയാണ്. ನೋಡಿ, ಒಬ್ಬ ಸಕ್ಕರೆ ಕಾಯಿಲೆ ಇರುವವನಿಗೆ ಇಷ್ಟ ಜಿಲೇಬಿ, പാവയ്ക്കാ നീരാണ് ആവശ്യം. ಆದ್ರೆ ಆತನಿಗೆ ಬೇಕಿದ್ದು ಬೇವಿನ ನೀರಷ್ಟೇ. സത്യം പറഞ്ഞ ഇന്നത്തെ ആത്മീയ ലോകത്തിന്റെ ഇഷ്ടമനുസരിച്ച് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒത്തിരി കർത്തൃദാസന്മാരുണ്ട്. ಇಂದಿನ ಆತ್ಮಿಕ ಲೋಕಕ್ಕೆ ಏನ್ ಇಷ್ಟ ಅದರ ಪ್ರಕಾರ ಅವರಿಗೆ ಕೊಡುವಂತೆ ಅನೇಕ ಕರ್ತನ ದಾಸರುಗಳಿದ್ದಾರೆ. ഇത്രയും പേര് എന്തുകൊണ്ടാ സഭയെ വരുന്നതെന്ന് ഒരു കർത്തൃദാസനോട് ചോദിച്ചപ്പോൾ, ಇಷ್ಟು ಮಂದಿ ನಿಮ್ಮ ಸಭೆಗೆ ಬರುತ್ತಾರಲ್ಲ, ಕಾರಣ ಏನು ಎಂಬುದಾಗಿ ಒಂದು ದೇವದಾಸರಿಗೆ ಕೇಳಿದಾಗ, ചെറുപ്പക്കാരുടെ ടേസ്റ്റ് എന്താന്ന് എനിക്കറിയാം പാസ്റ്റർ എന്നാണ് അദ്ദേഹത്തിന് മറുപടി. ಅವರು ಹೇಳಿದರು, ಯುವಕರಿಗೆ ರುಚಿಯಾದ ಕಾರ್ಯ ಏನೆಂಬುದಾಗಿ ಗೊತ್ತಿರುವ ಕಾರಣವೇ ಇಷ್ಟು ಮಂದಿ ಬರುತ್ತಿದ್ದಾರೆ. ഇന്ന് രാത്രി ചുരുക്കം പേരെ ഉള്ളെങ്കിലും നിത്യതയ്ക്കായി ഒരുങ്ങാൻ ഒരു പറ്റം ആളുകളെ ദൈവാത്മാവ് പ്രതീക്ഷിക്കുന്നു. ಈ ರಾತ್ರಿ ಸಂಕ್ಷಿಪ್ತವಾಗಿ ಸ್ವಲ್ಪ ಮಂದಿ ಇಲ್ಲಿ ಬಂದಿದ್ದರು, ಅಷ್ಟು ಮಂದಿಯನ್ನು ಕರ್ತನ ರಾಜ್ಯಕ್ಕಾಗಿ ಸಿದ್ಧಪಡಿಸುವುದಕ್ಕಾಗಿ ದೇವರಿದ್ದಾನೆ. കടക്കുന്നതിന് മുമ്പ് ഒരു ಚಿತ್ರത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക. ನೋಡಿ, ಒಂದು ವಿಷಯಕ್ಕೆ ಬರುವ ಮುಂಚೆ ಅದರ ದೃಶ್ಯಕ್ಕೆ ನಿಮ್ಮನ್ನು ತರುತ್ತಿದ್ದೇನೆ. ജ്വലിക്കുന്ന അഗ്നി നദി നിത്യതയുടെ കരയിൽ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ನೋಡಿ, ಬೆಂಕಿ ಉರಿಯುವ ಹಾಗೆ ನದಿಯ ಹಾಗೆ ನಿತ್ಯ ಜೀವದಲ್ಲಿ ನಡೆಸುವಾಗ ഒരു പറ്റം ആളുകൾ ദുഃഖത്തോടെ ആ അഗ്നിപ്പൊയ്യയിലേക്ക് വലിച്ചെറിയപ്പെടാൻ തുടങ്ങുന്നു. ಒಂದು ಗುಂಪು ಜನರು ಬಹಳ ದುಃಖದಿಂದ ಬೆಂಕಿಯ ಕೆರೆಯಲ್ಲಿ ಎಸೆಯಲ್ಪಡುತ್ತಿರುವಾಗ ഈ എടുത്തെറിയപ്പെടാൻ തുടങ്ങുന്നവരുടെ, തള്ളപ്പെടാൻ തുടങ്ങുന്നവരുടെ അവകാശവാദം എന്താണ്? ನೋಡಿ, ಆ ತಳ್ಳಲ್ಪಡಬೇಕಾದವರಿಗೆ ಇರಬೇಕಾದ ಅವಕಾಶವೇನು? കർത്താവേ കർത്താവേ, ಅವರು ಹೇಳುವುದಿಷ್ಟೇ, ಕರ್ತನೇ നിന്റെ ಕರ್ತನೇ, നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും ನಿನ್ನ ಹೆಸರಿನಲ್ಲಿ ನಾವು ದೆವ್ವಗಳನ್ನು ಓಡಿಸಿ രോഗികളെ സൗഖ്യമാക്കുകയും ರೋಗಿಗಳನ್ನು ಸ್ವಸ್ಥ ಮಾಡಿ വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ എന്ന് ആ നാളിൽ പലരും എന്നോട് പറയും. ವಿವಿಧ ಅದ್ಭುತ ಕಾರ್ಯ ಮಾಡಲಿಲ್ಲವೋ ಎಂಬುದಾಗಿ ಆ ದಿನಗಳಲ್ಲಿ ಅನೇಕರು ಹೇಳುತ್ತಾರೆ. ആ തള്ളപ്പെടാൻ തുടങ്ങുന്നവരെ തെറ്റിദ്ധരിക്കരുതേ, നിങ്ങളുടെ കൂട്ടരാണോ ഞങ്ങളുടെ കൂട്ടരാണോ? ಆ ರೀತಿ ಇದ್ದರೆ ಆ ತಳ್ಳಲ್ಪಡುವ ಜನರು ನಿಮ್ಮ ಗುಂಪಿಗೆ ಸೇರುತ್ತಾರೋ ನಮ್ಮ ಗುಂಪಿಗೆ ಸೇರುತ್ತಾರೋ? മനസ്സിലായില്ലല്ലേ? ನಿಮಗೆ ಇನ್ನೂ ಅರ್ಥವಾಗಿಲ್ವಾ? ആ തള്ളപ്പെടാൻ തുടങ്ങുന്നവര് നിങ്ങളുടെ കൂട്ടരാണോ ഞങ്ങളുടെ കൂട്ടരാണോ എന്ന്. ಆ ತಳ್ಳಲ್ಪಡುವಂತ ಗುಂಪು ನಿಮ್ಮ ಗುಂಪಿಗೆ ಸೇರುತ್ತಾರೋ ನಮ್ಮ ಗುಂಪಿಗೆ ಸೇರುತ್ತಾರೋ ಎಂಬುದಾಗಿ ಕೇಳುತ್ತಿದ್ದೇನೆ. 2015 3 ശുശ്രൂഷ നന്നായി ചെയ്യുന്നവർക്ക് ഇരിക്കാൻ നേരം കാണുമോ? ನೋಡಿ, 2015ರಲ್ಲಿ ಈ ಸೇವೆ ಗಂಭೀರವಾಗಿ ಮಾಡಿದವರಿಗೆ ಕೂರಲು ಸಮಯವಿದೆಯಾ? കമ്പ്യൂട്ടർ ഓൺ ചെയ്താലും TV ഓൺ ചെയ്താലും ചാനൽ ഓപ്പറേറ്റ് ചെയ്താലും ഇവരുടെ ഫോട്ടോയും പ്രസംഗവും മാത്രമേ ഉള്ളൂ. ಕಂಪ್ಯೂಟರ್ ಅನ್ನು ನೀವು ಸ್ವಿಚ್ ಆನ್ ಮಾಡುವಾಗ, ಟಿವಿಗಳನ್ನು ನೀವು ಚಾನೆಲ್ ನೋಡುವಾಗ ಇವರ ದೃಶ್ಯವೇ, ಇವರ ಒಂದು ವಿಡಿಯೋಗಳೇ ಇರುತ್ತವೆ. ഇവരുടെ ശുശ്രൂഷയെ കുറിച്ച് കർത്താവിന്റെ മുൻപിൽ പറയുന്നത് കള്ളത്തരമല്ല. ಇವರ ಸೇವೆಯ ಬಗ್ಗೆ ಕರ್ತನ ಮುಂದೆ ಅವರು ಹೇಳುವುದು ತಪ್ಪೇನಲ್ಲ. അഗ്നി ജ്വലിക്കുന്ന കണ്ണുകളുള്ളവന്റെ മുൻപിൽ സത്യമാ പറയുന്നത്. ಅಗ್ನಿ ಜ್ವಾಲೆಯ ಹಾಗೆ ಕಣ್ಣಿರುವವನ ಮುಂದೆ ಅವರು ಹೇಳುತ್ತಿರುವುದು ನಿಜ ಸಂಗತಿ. ഈ ഭൂമിയിൽ വെച്ച് അവരുടെ ശുശ്രൂഷ രോഗികളെ സൗഖ്യമാക്കുക, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക, വിവിധ വീര്യപ്രവർത്തികൾ ചെയ്യുക. ಈ ಭೂಲೋಕದಲ್ಲಿ ಅವರು ಮಾಡಿದ ಸೇವೆಗಳು ಅದ್ಭುತ ಮಾಡಿದ್ದು, ವೀರ್ಯ ಕಾರ್ಯಗಳು ಮಾಡಿದ್ದು, ರೋಗಿಗಳನ್ನು ಸ್ವಸ್ಥಪಡಿಸಿದ್ದು. കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ಕರ್ತನು ಹೇಳುತ್ತಾನೆ, ನನಗೆ ನಿಮ್ಮ ಬಗ್ಗೆ ಗೊತ್ತೇ ಇಲ್ಲ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, അറിയുന്നില്ലെന്നായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പശ്ചാത്തലം എന്ന് പറയാമായിരുന്നു. ನೋಡಿ, ಗೊತ್ತಿಲ್ಲ ಈಗ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ಈಗಿರುವ ನೆಲೆಯ ಬಗ್ಗೆ ಹೇಳಬಹುದು. അറിഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ನಿಮ್ಮನ್ನು ಎಂದಿಗೂ ತಿಳಿದಿಲ್ಲ ಅಂದರೆ ಅರ್ಥವೇನು? അറിഞ്ഞിട്ടേ ഇല്ല. ನಿಮ್ಮನ್ನು ಎಂದಿಗೂ ತಿಳಿದಿಲ್ಲ ಎಂಬುದಾಗಿ എന്ന് ಹೇಳಿದ್ರೆ പറഞ്ഞാൽ ഇങ്ങനെ ഒരുത്തൻ ഒരു അമ്മയുടെ വയറ്റിൽ ജനിച്ച് ഈ ഭൂമിയിൽ വളർന്ന് ബൈബിൾ കോളേജിൽ പഠിച്ച് ബിഡിയും ഡിഡിയും ഒക്കെ എടുത്ത് വേദിയെ ഇളക്കി മറിച്ച് പ്രഭാഷകനായി കത്തിജ്വലിച്ച കാര്യം യേശുവിന് അറിയത്തേ ഇല്ല. ಅಂದರೆ ಸ್ವಾಮಿ ಹೇಳುತ್ತಾನೆ, ಇಂಥ ಒಂದು ವ್ಯಕ್ತಿ ತಾಯಿಯ ಗರ್ಭಪಾತ್ರದಿಂದ ಹುಟ್ಟಿ ಭೂಲೋಕಕ್ಕೆ ಬಂದು ಆತನು ಬಿಡಿ ಡಿಡಿ ಎಲ್ಲ ತೆಗೆದದ್ದು ಮತ್ತೆ ಪ್ರಸಂಗ ಮಾಡಿ ಇನ್ನು ಜ್ವಾಲೆಯ ಹಾಗೆ ಉರಿದಿದ್ದು
ದೇವರಿಗೆ ಗೊತ್ತೇ ഞാൻ ಇಲ್ಲ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ನಾನು ಹೇಳುವುದು ನಿಮಗೆ ഞാൻ ಅರ್ಥವಾಗ್ತಾ പറയുന്നത് ಇದೆ? എത്ര ദൈവമക്കൾക്ക് ನಾನು മനസ്സിലാകുന്നുണ്ടോ? ಹೇಳುವುದು ಎಷ್ಟು ಮಂದಿಗೆ ಅರ್ಥವಾಗುತ್ತಿದೆ? ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടേ ഇല്ല. ನಾನು ನಿಮ್ಮನ್ನು ತಿಳಿದೇ ಇಲ್ಲ. അപ്പൊ ഇവിടെ വേദിയിൽ അറിയപ്പെടുന്ന പലരും കർത്താവിനെ അറിയത്തേ ഇല്ല. ಅಂದರೆ ಈಗ ವೇದಿಕೆ ಮೇಲೆ ಪ್ರಸಿದ್ಧರಾಗಿರುವ ಜನರನ್ನು ಕರ್ತನು ತಿಳಿದೇ ಇಲ್ಲವಂತೆ. എന്റെ ഒരു ചോദ്യം ദൈവദാസനെ, ನನ್ನ ಒಂದು ಪ್ರಶ್ನೆ ದೇವದಾಸರೇ, കർത്താവിന് ഒരിക്കലും അറിയാൻ വയ്യാത്തവർ ഇവിടെ കർത്താവിന്റെ പേരിൽ അത്ഭുതം ചെയ്യുമോ? ಕರ್ತನನ್ನು ಕರ್ತನಿಗೆ ಎಂದಿಗೂ ತಿಳಿಯದೇ ಇರುವವರು ಈ ವೇದಿಕೆ ಮೇಲೆ ಅದ್ಭುತ ಮಾಡುತ್ತಾರಾ? ഈ ബൈബിൾ പറയുന്നു കർത്താവിന്റെ ലിസ്റ്റിൽ ഇല്ലാത്തവർ ഈ ഭൂമിയിൽ അത്ഭുതം ചെയ്യും. ನೋಡಿ, ಈ ಸತ್ಯವೇದ ಹೇಳ್ತದೆ, ಕರ್ತನ ಪಟ್ಟಿಯಲ್ಲಿ ಇಲ್ಲದೆ ಇರುವವರು ಈ ಭೂಲೋಕದಲ್ಲಿ ಅದ್ಭುತ ನಡೆಸುತ್ತಾರೆ. എന്നാൽ പരസ്യ വേദിയിൽ വെളിപ്പെടുന്ന അത്ഭുതമല്ല, രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധിയാണ് നിന്നെ നിത്യതയിൽ നിർത്തുന്നത് എന്ന് തിരിച്ചറിയണം. ನೀನು ಬಹಿರಂಗವಾಗಿ ವೇದಿಕೆ ಮೇಲೆ ಅದ್ಭುತ ಮಾಡುವುದಲ್ಲ, ನಿನ್ನ ರಹಸ್ಯ ಜೀವನದಲ್ಲಿ ನೀನು ನಡೆಸುವಂತಹ ಜೀವನವಷ್ಟೇ ನಿನ್ನನ್ನು ಆ ನಿತ್ಯ ಜೀವಕ್ಕೆ ಕೊಂಡೊಯ್ಯುವುದು. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിത്തെ ക്ലാസിന്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ಹಾಗಿದ್ದರೆ ಈ ಸಂಜೆಯ ಈ ಕ್ಲಾಸಿನ ಹಿಂದೆ ದೇವರಿಗೆ ಒಂದು ಉದ್ದೇಶವಿದೆ. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ ಕೈಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. ഒരിക്കൽ കൂടെ കരമൊന്ന് വീശി ദൈവത്തെ ಮತ್ತೊಮ್ಮೆ ಕೈಯನ್ನು ಚಲಿಸಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയിലുള്ളവരാണ് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നതെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. ದೇವರ ಪದ್ಧತಿಯ ಮೇರೆಗೆ ನಾವು ಇದ್ದೇವೆ ಎನ್ನುವರು ಕೈಗಳನ್ನು ಎತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. ഈ രാത്രിയിലത്തെ ക്ലാസ് കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുൻപ് കർത്താവ് നിത്യതയുടെ ദർശനം ചില കണ്ണുകളിൽ പകർന്നാൽ ഞാൻ ധന്യനായി സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ്. ಈ ಸಂದೇಶ ಮುಗಿಯುವಷ್ಟರಲ್ಲಿ ನಿಮ್ಮ ಕಣ್ಣುಗಳಲ್ಲಿ ಪರಲೋಕದ ದರ್ಶನಗಳು ಬರುವುದಾದರೆ, ನಿತ್ಯ ಜೀವದ ಬಗ್ಗೆ ತಿಳುವಳಿಕೆ ಬರುವುದಾದರೆ ನಾನಂತೂ ಧನ್ಯನೇ. വളരെ ഗൗരവമായി തിരുവെഴുത്തുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കണം. ಬಹಳ ಗಮನದಿಂದ ಸತ್ಯವೇದಿಂದ ವಾಕ್ಯಗಳನ್ನು ಗಮನಿಸುತ್ತಾ ಕುಳಿತುಕೊಳ್ಳಿ. കർത്താവിന്റെ പുനരാഗമനവും അനന്തര സംഭവവുമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ಕರ್ತನ ಹಿಂತಿರುಗಿ ಬರುವಂತಹ ಸಂಗತಿಗಳು, ಆತನು ಸ್ಥಾಪಿಸಲಿರುವಂತಹ ಕಾರ್ಯದ ಬಗ್ಗೆ നിങ്ങൾ ಹೇಳುತ್ತಿದ್ದೇವೆ. പ്രസന്റേഷനിലൂടെ കാണുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ನೋಡಿ, ಈ ಪ್ರೆಸೆಂಟೇಷನ್ ಅಲ್ಲಿ ಕಾಣುವಂತ ಕಾರ್ಯ ನಿಮ್ಮ ಪುಸ್ತಕದಲ್ಲಿ ನಾವು ಹೇಳುವ ಕಾರ್ಯ ಬರೆದಿಟ್ಟರೆ ಬಹಳ ಉತ್ತಮ. ഒരു പഠന മനോഭാവത്തോടെ വേണം എല്ലാവരും ദിവസം ഇരിക്കാൻ. ಏನೋ ಕಲಿಯಬೇಕೆನ್ನುವಂತ ಮನೋಭಾವದಿಂದ ದಯವಿಟ್ಟು ಎಲ್ಲರೂ ಕುಳಿತುಕೊಳ್ಳಿ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ വരവിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന മത്തായി 24 അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ പ്രാരംഭമായി ഒന്ന് വായിച്ചാട്ടെ. ನೋಡಿ, ನಾವು ಕರ್ತನ ಬರವಣಿಗೆ ಬಗ್ಗೆ ಹೇಳುವಂತ ಮತ್ತಾಯನ ಸುವಾರ್ತೆ 24ನೇ ಅಧ್ಯಾಯದ 37ನೇ ವಾಕ್ಯದಿಂದ ಪ್ರಾರಂಭವಾಗಿ ಒಮ್ಮೆ ಓದಿ. വേഗം വായിച്ചാട്ടെ. ಬೇಗನೆ ಓದಿ. നോഹയുടെ കാലം പോലെ തന്നെ നോഹയുടെ കാലം പോലെ തന്നെ ನೋಹನ ದಿನಗಳ ಹಾಗೆ മനുഷ്യപുത്രന്റെ വരവുമാകും. മനുഷ്യപുത്രന്റെ വരവും ಮನುಷ್ಯ ആകും. ಕುಮಾರನ ಪ್ರತ್ಯಕ್ಷತೆಯೂ ಇರುವುದು. ജലപ്രളയത്തിനു മുമ്പുള്ള കാലത്ത് ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് ಜಲಪ್ರಳಯಕ್ಕೆ ಮುಂಚಿನ ದಿನಗಳಲ್ಲಿ നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ വരവിനെ സംബന്ധിച്ച് കാലഗണനയെ നിശ്ചയിക്കുകയാണ്. ನೋಡಿ, ನಮ್ಮ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತಹ ಕರ್ತನು ಬರವಣಿಗೆಯ ಬಗ್ಗೆ ತನ್ನ ಕಾಲ ಹೇಳುತ್ತಿದ್ದಾನೆ. ഒരു പ്രളയ ദുരന്തത്തിന് തൊട്ടു മുൻപുള്ള ചരിത്ര കാലഘട്ടത്തെ കർത്താവ് അപഗ്രഥിക്കുന്നു. ಒಂದು ಪ್ರಳಯದ ಮುಂಚೆ ನಡೆದಂತಹ ಕಾರ್ಯಗಳನ್ನು ചരിത്രದಿಂದ ಕರ್ತನು ಹೇಳುತ್ತಿದ್ದಾನೆ. രണ്ട് കാലത്തിന് തുല്യമായിരിക്കും തന്നെ പുനരാഗമനത്തിന്റെ കാലം എന്ന് കർത്താവ് വിശേഷിപ്പിക്കുന്നു. ಎರಡು ಕಾಲಕ್ಕೆ ಸಮವಾಗಿ ತನ್ನ ಪುನಃ ಬರುವಂತಹ ಕಾಲ ಎಂಬುದಾಗಿ ಹೇಳುತ್ತಿದ್ದಾರೆ. ഒന്ന് നോഹയുടെ കാലം, മറ്റൊന്ന് ലോത്തിന്റെ കാലം. ಒಂದು ನೋಹನ ಕಾಲ, ಮತ್ತೊಂದು ಲೋಟನ ಕಾಲ. നോഹയുടെ കാലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും അതേ പോന്നു എന്നാണ്. ನೋಡಿ, ನೋಹನ ಕಾಲದ ಬಗ್ಗೆ ಹೇಳ್ತಿದೆ, ಅವರು ತಿಂದರು, ಕುಡಿದರು, ವಿವಾಹ ಮಾಡಿದರು, ವಿವಾಹಕ್ಕೆ ಕೊಟ್ಟರು. വിവാഹം കഴിക്കുന്നതോ വിവാഹത്തിന് കൊടുക്കുന്നതോ തിന്നുന്നതോ കുടിക്കുന്നതോ പാപമല്ല. ನೋಡಿ, ವಿವಾಹಕ್ಕೆ ಕೊಡುವುದು, ವಿವಾಹ ಪಡೆದುಕೊಳ್ಳುವುದು, ತಿನ್ನುವುದು, ಕುಡಿಯುವುದು ಪಾಪ ಎಂಬುದಾಗಿ ಹೇಳುತ್ತಿಲ್ಲ. പക്ഷേ ഒരു വിഷയം മുൻപിൽ നിൽക്കുമ്പോൾ മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുക്കാതെ, ಒಂದು ವಿಷಯ ಮುಂದೆ ಇರುವಾಗ ಪ್ರಾಮುಖ್ಯತೆ ಕೊಡಬೇಕಾದ ಸಂಗತಿಗಳಿಗೆ ಪ್ರಾಮುಖ್ಯತೆ ಕೊಡದಂತೆ, തിന്നുന്ന കാര്യത്തിലും കുടിക്കുന്ന കാര്യത്തിലും അനുദിന ജീവിതത്തിന്റെ കാര്യത്തിലും മുൻഗണന കൊടുത്തു പോയ തലമുറയ്ക്ക് ഇത് ന്യായവിധിയായി മാറി. ನೋಡಿ, ತಿನ್ನುವುದು, ಕುಡಿಯುವುದು, ಜೀವನದ ಕಾರ್ಯಕ್ಕೆ ಪ್ರಾಮುಖ್ಯತೆ ಕೊಟ್ಟಂತಹ ಸಂತಾನಕ್ಕೆ ಇದು ನ್ಯಾಯ ತೀರ್ಪಿಗಾಗಿ ಮಾರ್ಪಟ್ಟಿತು. അങ്ങനെയാണെങ്കിൽ ഭൗതിക വിഷയങ്ങളെക്കാൾ നിത്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു തലമുറയ്ക്ക് കർത്താവിന്റെ വരവ് ന്യായവിധിയായി മാറും. ಹಾಗಿದ್ದರೆ ನಮ್ಮ ಬಹಿರಂಗ ಜೀವನಕ್ಕಿಂತ ಆತ್ಮಿಕ ಜೀವನಕ್ಕೆ ಪ್ರಾಮುಖ್ಯತೆ ಕೊಡದೇ ಇರುವವರಿಗೆ ಕರ್ತನ ಬರವಣಿಗೆಯಲ್ಲಿ ನ್ಯಾಯ ತೀರ್ಪಿಗೊಳಗಾಗುತ್ತಾರೆ. എന്റെ ഭൗതിക വിഷയത്തെ എന്റെ ദൈവം തീർത്തു തരാൻ വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി സ്തോത്രം ನನ್ನ ചെയ്താൽ ಲೌಕಿಕ ಜೀವನದಲ್ಲಿ ಕರ್ತನು ಎಲ್ಲ ನೋಡಿಕೊಳ್ಳುತ್ತಾನೆ ಎನ್ನುವರು ಕೈಗಳನ್ನು ಎತ್ತಿ
ಸ್ತೋತ್ರ ಮಾಡಿ. ശ്രദ്ധിക്കണം, എന്റെ ഭൗതിക വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ സേവിക്കുന്ന ദൈവശക്തനാണ്. ನನ್ನ ಲೌಕಿಕ ಕಾರ್ಯಕ್ಕೆ ಕಾರ್ಯ ನೋಡಿಕೊಳ್ಳಲು ನನ್ನ ದೇವರು ಸರ್ವಶಕ್ತನಾಗಿದ್ದಾನೆ. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ನನಗೆ ನೋಡಿ 2 ಮಕ್ಕಳಿದ್ದಾರೆ. റാന്നിയിൽ എന്റെ വീട്ടിൽ അവരുണ്ട്. ರಾಂದಿ ಎನ್ನುವಂತ ಸ್ಥಳ ನನ್ನ ಮನೆಯಲ್ಲಿದ್ದಾರೆ. നാളെ രാവിലെ അവർ കഴിക്കേണ്ട വിഷയത്തിന് വേണ്ടി ಅವರು ನಾಳೆ ಬೆಳಗ್ಗೆ ತಿನ್ನಬೇಕಾದ ವಿಷಯದ ಬಗ್ಗೆ ഇന്ന് വൈകിട്ട് എന്നെ ഫോണിലൂടെ വിളിച്ച് വാനോളം പുകഴ്ത്തേണ്ട കാര്യമില്ല. ನೋಡಿ, ನಾಳೆ ತಿನ್ನಬೇಕಾದ ಕಾರ್ಯ ಇವತ್ತು ನನ್ನೊಡನೆ ಹೇಳಿ ಕೊಚ್ಚಿಕೊಳ್ಳಬೇಕಾದ ಕಾರ್ಯವಿಲ್ಲ. എന്റെ മക്കൾ എന്റെ മക്കളാണെങ്കിൽ അവരുടെ എന്റെ കണ്ണടയുന്നത് വരെ അവർക്ക് വേണ്ടത് കരുതാൻ എനിക്ക് ബാധ്യതയുണ്ടെങ്കിൽ, ನೋಡಿ, ನನ್ನ ಮಕ್ಕಳು ನನ್ನದಾಗಿದ್ದರೆ ನನ್ನ ಕಣ್ಣು ಮುಚ್ಚುವ ತನಕ ಅವರಿಗೆ ಬೇಕಾದ್ದು ಸಂಗ್ರಹಿಸಲು ನನಗೆ ಕಾರ್ಯವಿದ್ದರೆ, നമ്മുടെ ഈ മണ്ണിലെ ആയുസ് തീരുന്നത് വരെ നമുക്ക് വേണ്ടി കരുതാൻ കഴിവുള്ള സ്നേഹസമ്പന്നനായ ഒരു പിതാവാണ് ഇന്ന് പകൽ രാത്രി നാം ആരാധിക്കുന്ന കർത്താവെന്ന് വിശ്വസിക്കുന്ന ദൈവപൈതലേ, ഈ രാത്രി വരട്ടെ നിന്റെ പുകഴ്ത്തൽ കൊണ്ടല്ല അവങ്കിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കേണ്ടത്. ನೋಡಿ, ನಮ್ಮ ಮಣ್ಣಿನ ಆಯುಸ್ ಮುಗಿಯುವ ತನಕ ನನ್ನ ಕಾರ್ಯ ನೋಡಿಕೊಳ್ಳುತ್ತಾನೆ ಎನ್ನುವರು ದೇವರನ್ನು ಕೊಂಡಾಡಿ ಆತನ ನಾವು ಕೊಂಡಾಡುವ ಕಾರಣವಲ್ಲ ನಮ್ಮ ಕಾರ್ಯ ಆತ ನಡೆಸಿಕೊಡುವುದು. എന്നാൽ അതിലുപരിയാണ് നിത്യതയുടെ ദർശനം. ಆದ್ರೆ ಅದಕ್ಕಿಂತ ಮಿಗಿಲಾದಿದ್ದೇ ನಿತ್ಯ ಜೀವನದ ಬಗ್ಗೆ ಇರುವ ದೃಶ್ಯ. യുഗം അതിന്റെ സന്ധിയിലേക്ക് നീങ്ങുകയാണ്. ನೋಡಿ, ಯುಗ ಅದರ ಕೊನೆಗೆ ಬಂದು ಸಮೀಪಿಸುತ್ತಿದೆ. വേദപുസ്തകത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള രണ്ടാമതൊരു വിഷയമില്ല. ಸತ್ಯವೇದದಲ್ಲಿ ಇಷ್ಟು ಪ್ರಾಮುಖ್ಯತೆ ಉಳ್ಳಂತಹ ಎರಡನೇ ಮತ್ತೊಂದು ವಿಷಯವಿಲ್ಲ. 31,173 ವಾಕ್ಯങ്ങളുള്ള ഈ വിശുദ്ധ വേദ പുസ്തകത്തിൽ 31,725 ವಾಕ್ಯ ಇರುವಂತಹ ಈ ಸತ್ಯವೇದದಲ್ಲಿ 1845 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന ഒരു സന്ദേശമുണ്ടെന്ന് കർത്താവിന് മടങ്ങി വരവാ. 1845 ಬಾರಿ ತಿರುಗಿ ಹೇಳುವಂತ ಮತ್ತೊಂದು ಸಂಗತಿ ಏನಂದ್ರೆ ಕರ್ತನ ಬರವಣಿಗೆಯ ಬಗ್ಗೆ. 260 ಅಧ್ಯಾಯമുള്ള പുതിയ നിയമത്തിൽ 260 ಅಧ್ಯಾಯ ಇರುವಂತ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ 318 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ കർത്താവിന് മടങ്ങി വരവാ. 318 ಬಾರಿ ಮತ್ತೆ ತಿರುಗಿ ಹೇಳುವಂತ ಒಂದು ಸಂದೇಶವಿದ್ದರೆ ಕರ್ತನ ಬರವಣಿಗೆಯ ಬಗ್ಗೆ. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. ಮತ್ತಾಯ 24, ಲೂಕನು 13 ಮತ್ತೆ ಮಾರ್ಕನು 21 ನೋಡುವುದಾದರೆ 1-2 തെസ്സലോനിക്കർ മുഴുവനായി, 1 തെസ്സലോನಿಕ 2 ತೆಸಲೋನಿಕ ಇಡೀ ನೋಡುವುದಾದರೆ വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളും ಪ್ರಕಟಣೆ ಪುಸ್ತಕದ 22 ಅಧ್ಯಾಯಗಳು ഇതുപോലെ വിശദീകരിക്കുന്ന രണ്ടാമതൊരു വിഷയമില്ല. ಇದರಷ್ಟು ವಿವರಿಸುವಂತ ಎರಡನೇ ಮತ್ತೊಂದು ಪುಸ್ತಕವಿಲ್ಲ. പക്ഷെ ഇന്നത്തെ ആത്മീയത ജനസമൂഹം കൈവിട്ടിരിക്കുന്ന അതിപ്രധാനമായ വിഷയം കർത്താവിനെ മടങ്ങി വരവാ. ಇಂದಿನ ಆತ್ಮಿಕತೆಯಲ್ಲಿ ಜನರು ಬಹಳಷ್ಟು ನಿರಾಕರಿಸಿರುವಂತ ಒಂದು ಕಾರ್ಯ ಕರ್ತನ ಹಿಂತಿರುಗಿ ಬರವಣಿಗೆಯ ಬಗ್ಗೆ. കർത്താവിന്റെ പുനരാഗമനം പ്രതീക്ഷയോടെ കാണാൻ വിളിക്കപ്പെട്ടവരാ ദൈവമക്കൾ. ನೋಡಿ, ಕರ್ತನ ಪುನಃ ಬರವಣಿಗೆ ನಿರೀಕ್ಷೆಯಿಂದ ಕಾಣಬೇಕೆಂಬುದಾಗಿ ಕರೆಯಲ್ಪಟ್ಟವರಾಗಿದ್ದಾರೆ ದೇವರ വരാൻ ಮಕ್ಕಳು. തുടങ്ങുന്ന സംഭവങ്ങളെ ഞാൻ തൊട്ടു മുൻപ് വിശദീകരിക്കാൻ തുടങ്ങുന്നു. അത് കർത്താവ് സൂചിപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തല താഴ്ത്തണമെന്നല്ല, നിവർന്ന് തലകൾ ഉയർത്തണം. ನೋಡಿ, ನಿಮ್ಮ ಬಿಡುಗಡೆಯ ಸಮಯ ಬಂದಿದೆ, ನನ್ನ ಬರವಣಿಗೆ ಸಮಯ ಬಂದಾಗ ತಲೆ ತಗ್ಗಿಸಿ ಎಂಬುದಾಗಿ ಹೇಳುತ್ತಿಲ್ಲ, ತಲೆ ಎತ್ತಿ ನೋಡಿ ಎಂಬುದಾಗಿ ವಾಕ್ಯ ಹೇಳುತ್ತದೆ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെ ഉൾക്കടിലത്തോടുകൂടെ തല ഉയർത്തേണ്ടവരാണ് ജീവൻ പ്രാപിച്ച ദൈവമക്കൾ. ಹಾಗಿದ್ದರೆ ಕರ್ತನ ಬರವಣಿಗೆ ಎನ್ನುವಾಗ ಹೃದಯದ ಆಳದಿಂದ ತಲೆಯನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ಧೈರ್ಯವಾಗಿರಬೇಕಾದವರು നമ്മുടെ ದೇವರ കർത്താവ് ಮಕ್ಕಳು. പറഞ്ഞൊരു വാക്യം ഞാൻ ഉദ്ധരിക്കട്ടെ. ಕರ್ತನು ಹೇಳಿದಂತ ಒಂದು ഈ ಮಾತನ್ನು ನಾನು ಉಚ್ಚರಿಸುತ್ತೇನೆ. സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനും ಈ ನಡೆಯಲಿರುವಂತ ಎಲ್ಲಾ ಸಂಗತಿಗಳು ನೀಗಿ ಹೋಗುವಂತೆ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് ಮನುಷ್ಯನ ಕುಮಾರನ ಮುಂದೆ ನಿಲ್ಲಲು ನೀವು ಯೋಗ್ಯರಾಗುವಂತೆ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ಎಲ್ಲಾ ಕಾಲದಲ್ಲಿ ಎಚ್ಚರಿಕೆಯಿಂದ ಪ್ರಾರ್ಥನೆಯಿಂದ ಇರಿ. ഈ ഉണർന്നും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വാച്ച് നൈറ്റ് പ്രയർ നടത്തണമെന്നല്ല അതിനർത്ഥം. ನೋಡಿ, ಎಚ್ಚರಿಕೆಯಿಂದ ಪ್ರಾರ್ಥಿಸಿ ಎಂಬುದಾಗಿ ಹೇಳಿದರೆ ಇಡೀ ರಾತ್ರಿ ಕಾಯುತ್ತಾ ಪ್ರಾರ್ಥಿಸಿ ಎಂಬುದಾಗಿ ಅಲ್ಲ. വാച്ച് ആൻഡ് പ്രേ, നിരീക്ഷണം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ನೀವು ನಿರೀಕ್ಷಿಸಿ ಕಾಯಿ ಎನ್ನುವಂಥದ್ದೇ ಅದರ ಅರ್ಥ. ദൈവ പൈതൽ ചുറ്റുപാടുകളെ വിലയിരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ನೋಡಿ, ದೇವರ ಮಕ್ಕಳು ಸುತ್ತಮುತ್ತಲನ್ನು ಬೆಲೆ ಕಲ್ಪಿಸಿ ಪ್ರಾರ್ಥಿಸಬೇಕು. പ്രകൃതിയുടെ താളക്രമം അടിമുടി തകരുമ്പോൾ, ನೋಡಿ, ಪ್ರಕೃತಿಯ ತಾಳ ಅದು ಅಸ್ಥಿವಾರ ಸರಿಯಾಗಿ ISI ಹೋಗದಿರುವಾಗ, തീവ്രവാദികൾ സാധുക്കളെ അരിഞ്ഞു കൂട്ടുമ്പോൾ, ISI തീವ್ರವಾದಿಗಳು ಸಾಧುಗಳನ್ನು ಹೊಡೆದು ಬಿಡುವಾಗ, ഭൂകമ്പത്തിന്റെ തീവ്രത കുതിച്ചുയരുമ്പോൾ, ಭೂಕಂಪದ ಹೆಚ್ಚುವಿಕೆ ಆಗುತ್ತಿರುವಾಗ, അതിഭയങ്കരമായ സൂര്യാഘാതത്തിലേക്ക് മാനവ സമൂഹം നീങ്ങുമ്പോൾ, ಭಯಂಕರವಾಗಿ ಸೂರ್ಯನ ಪ್ರಭಾವದಿಂದ ತೊಂದರೆ ಮನುಷ್ಯರು ഘോരമായ ಅನುಭವಿಸುವಾಗ, സൈക്ലോണിന്റെ ശക്തി ആർജിക്കുമ്പോൾ, ಘೋರವಾದ ಸೈಕ್ಲೋನ್ನ ಶಕ್ತಿಗಳು ಬೀಸುವಾಗ, സുനാമി ദുരന്തത്തിന്റെ മുന്നറിയിപ്പ് കാണുമ്പോൾ, ಸುನಾಮಿ ದುರಂತರವು ಬರುತ್ತದೆ ಎನ್ನುವಂತ ಸೂಚನೆ ഇതൊക്കെ ಕೇಳುವಾಗ, സംഭവിക്കുമ്പോൾ ദൈവമക്കൾ തല താഴ്ത്തിയിരിക്കേണ്ടവരല്ല, തല ഉയർത്തി വരവ് പ്രതീക്ഷയോടെ കാണണം. ಇದೆಲ್ಲ ಸಂಭವಿಸುವಾಗ ದೇವರ ಮಕ್ಕಳು ತಲೆ ತಗ್ಗಿಸುವಂತಲ್ಲ, ತಲೆ ಎತ್ತಿ ನಿರೀಕ್ಷೆಯಿಂದ ಕಾಯಬೇಕಷ್ಟೇ. ഇന്ന് രാത്രി കുറച്ച് ദൈവമക്കൾ ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ നിത്യതയ്ക്കായി ഉയരുന്ന രാത്രിയാകട്ടെ. ನೋಡಿ, ಇಂದು ಸ್ವಲ್ಪ ಜನರು ದೇವರ ವಾಕ್ಯ ಕೇಳುವಾಗ ನಿತ್ಯತೆಗೋಸ್ಕರ ನಮ್ಮ ಕಣ್ಣುಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತುವಂತವರಾಗಿ
ಎಂಬುದಾಗಿ ഈ ಮಾರ್ಪಡೋಣ. കാര്യത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു തലമുറ ഉണ്ടാകുമെന്ന് ബൈബിൾ പ്രവചനത്തിലുണ്ട്. ಈ ಸಂಗತಿಗಳಿಗೆ ಪ್ರಾಮುಖ್ಯತೆ ಕೊಡದಿರುವಂತಹ ಸಂತಾನ ಬರುತ್ತದೆ ಎಂಬುದಾಗಿ ಸತ್ಯವೇದ ವಾಕ್ಯವೇ ಹೇಳುತ್ತದೆ. പഴയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. പുതിയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ನೋಡಿ, ಹಳೆ ಒಡಂಬಡಿಕೆ 27ನೇ ಪುಸ್ತಕ ದಾನಿಯೇಲ್ ಪ್ರವಾದನೆ, ಹೊಸ ಒಡಂಬಡಿಕೆ 27ನೇ ಪುಸ್ತಕ ಪ್ರಕಟಣೆ പഴയ ಪುಸ್ತಕ. നിയമത്തിലെ 27ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനത്തിന്റെ 12ാം അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ನೋಡಿ, ಹಳೆ ಒಡಂಬಡಿಕೆ 27ನೇ ಪುಸ್ತಕವಾದಂತಹ ದಾನಿಯೇಲ್ 12ನೇ ಅಧ್ಯಾಯದ 8ನೇ ವಾಕ್ಯದಿಂದ ಕೆಳಗೆ ಓದುವಾಗ നോക്കിക്കട്ടെ, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാനിയേൽ പ്രവാചകൻ അന്ത്യയാത്രയിലേക്ക് പോകുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു പ്രത്യേക നിയോഗം ശ്രദ്ധിച്ചു വായിക്കുക. ದೇವರ ದಾಸನಾದ ದಾನಿಯೇಲನು ಅಂತ್ಯ ಪ್ರಯಾಣಕ್ಕೆ ಹೋಗುವ ಮುಂಚೆ ಪವಿತ್ರಾತ್ಮನು ಹೇಳುವಂತ ಸಂಗತಿಗಳು ಗಮನ ಇಟ್ಟು ಓದಿರಿ. വായിച്ചാട്ടെ, ಆ ವಾಕ್ಯ ಓದೋಣವ. ഞാൻ കേട്ടു എങ്കിലും ഞാൻ കേട്ടുവെങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്ന് ചോദിച്ചു. അവസാനം എന്തായിരിക്കുമെന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ, പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. പലരെ തങ്ങളെ ശുദ്ധീകരിച്ചിട്ടും ഇരിക്കുന്നു. തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. അടുത്ത വാക്യം, ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ആ കൈಗಳನ್ನು മേലേക്കെത്തി നിങ്ങളെ വാക്യം തുറന്ന് കണ്ടോ? ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. അന്ത്യകാലം അടുക്കുമ്പോൾ ഈ പ്രവചന പുസ്തകത്തിലെ വേദഭാഗങ്ങളെ ഗ്രഹിക്കാൻ കഴിയാത്ത ഒരുപറ്റം ദുഷ്ടന്മാരുണ്ടാകും. എന്നാൽ അതിലുപരി ഒരുപറ്റം ഭക്തന്മാരുണ്ട്. അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച്, അവർ തങ്ങളെ തന്നെ ശോധന ചെയ്ത്, അവർ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കും. ഇന്ന് രാത്രി വചനത്തിന്റെ മുൻപിൽ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ, പ്രവചന വിഷയം ഗ്രഹിക്കണമെന്ന് ദൈവം നമ്മുടെ ഉൾക്കണ്ണ് തുറന്നതോർത്ത് നമുക്ക് ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുവാനായിട്ടിടയാകട്ടെ. അതുകൊണ്ട് ഈ രാത്രി നിത്യതയ്ക്കായി ഒരുങ്ങാൻ ഒരു പടി കൂടെ തയ്യാറാകാം. ಅಂತ್ಯ ದಿನಗಳಲ್ಲಿ ದೇವರ ಬರವಣಿಗೆ ಬಗ್ಗೆ ಕೇಳದಿರುವಂತಹ ದುಷ್ಟರು ಇದ್ದೇ ಇರುತ್ತಾರೆ. ಆದರೆ ಸ್ವಲ್ಪ ಗುಂಪು ಪರಿಶುದ್ಧರು ತಮ್ಮನ್ನೇ ಶುದ್ಧಿಪಡಿಸಿಕೊಳ್ಳುತ್ತಾರೆ. ಈ ಶುದ್ಧಿಪಡಿಸುವ ಗುಂಪಿನಲ್ಲಿ ನಾವು ಇರುವುದಕ್ಕಾಗಿ, ಅದಕ್ಕಾಗಿ ವಾಕ್ಯ ಕೇಳಲು ಬಂದಿದ್ದೇವೆ. ಇದನ್ನು ನೆನೆಸಿ ನಾವು ದೇವರನ್ನು ಕೊಂಡಾಡೋಣ. യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന് അതിപ്രധാനമായ ചില തെളിവുകളുണ്ട്. ಯೇಸು ಸ್ವಾಮಿಯ ಎರಡನೇ ಬರವಣಿಗೆ ಬಹಳ ಸ್ಪಷ್ಟವಾದಂತಹ ಕೆಲವು ಕಾರ್ಯಗಳಿವೆ. അതിപ്രധാനമായി ഇത്രയും തെളിവുകൾ നമുക്ക് നിരത്തി ഓരോ ഭാഗങ്ങളെ വിശദീകരിക്കുവാനായിട്ട് കഴിയും. ಬಹಳ ಹೆಚ್ಚಾಗಿ ಈ ಭಾಗಗಳನ್ನು ನಾವು ವಿಶಾಲವಾಗಿ ಕಲಿಯಲು ಸಾಧ್ಯ. പഴയ നിയമ പ്രവാചകന്മാരുടെ സാക്ഷ്യം, ಹಳೆ ಒಡಂಬಡಿಕೆಯ ಪ್ರವಾದಿಗಳ ಸಾಕ್ಷಿ, കർത്താവായ യേശു ക്രിസ്തു സ്വന്തം വായാൽ പറഞ്ഞ വാക്കുകൾ, ಕರ್ತನಾದ ಯೇಸು ತನ್ನ ಸ್ವಂತ ಮಾತಿನಿಂದ ನುಡಿದ സ്വർഗീയ ಮಾತು, ദൂതന്മാർ വിളിച്ച് പറഞ്ഞ വിശദീകരണം, ಪರಲೋಕ ದೇವದೂತರು ವಿವರಿಸಿದ ಕಾರ್ಯ, അപ്പസ്തോലിക പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകൾ, ಅಪೊಸ್ತಲ ಪಿತೃಗಳ ಕಲಿಸುವಿಕೆ, കർത്തൃമേശ വിളിച്ചു പറയുന്ന സാക്ഷ്യം, ಕರ್ತನು ಹೇಳುವಂತಹ ಸಾಕ್ಷಿ, ആദിമ സഭാ ചരിത്രത്തിന്റെ സാക്ഷ്യം. ಆದಿ ಸಭೆಯ ಸಾಕ್ಷಿಗಳು. കഴിഞ്ഞ രാത്രി ഞാൻ അതിനെ കുറിച്ച് കുറച്ച് വിശദീകരിച്ചിരുന്നു. ಕಳೆದ ರಾತ್ರಿ ಇದರ ಬಗ್ಗೆ ಇನ್ನೂ ಹೆಚ್ಚಾಗಿ പ്രത്യേകിച്ച് ವಿವರಿಸಿದೆ. പഴയ നിയമ പ്രവാചകന്മാരുടെ സാക്ഷ്യം എടുക്കുമ്പോൾ ವಿಶೇಷವಾಗಿ ಹಳೆ ಒಡಂಬಡಿಕೆಯ ಪ್ರವಾದಿಗಳ ಸಾಕ್ಷಿಯ ആ കാലഘട്ടത്തിനും സ്ഥിതിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ് പ്രവാചകന്മാർ പ്രവചിച്ചത്. ಆ ಕಾರ್ಯ ಸಂಗತಿಗಳಲ್ಲಿ ಅರ್ಥ ಮಾಡದೇ ಇರುವಂತ ಕಾರ್ಯವಷ್ಟೇ ಪ್ರವಾದಿಗಳು ಕೂಗಿ ಹೇಳಿರುವುದು. ഞാൻ ചോദിക്കട്ടെ, രാജാക്കന്മാർ പിറക്കുന്നത് കൊട്ടാരത്തിലോ കുഗ്രാമത്തിലോ? ನೋಡಿ, ರಾಜರು, ನಾನು ಹೇಳುವುದು ಕೇಳಿ, ರಾಜರು ಹುಟ್ಟುವುದು ಅರಮನೆಯಲ್ಲ ಅಥವಾ ಯಾವುದಾದ್ರೂ ಒಂದು ಒಳ ಹಳ್ಳಿಯಲ್ಲ, കൊട്ടാരത്തിൽ. ಅರಮನೆಯಲ್ಲಿ. പക്ഷെ ഈ രാജാവിന്റെ ജനനത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ಆದ್ರೆ ಈ ರಾಜನ ಬಗ್ಗೆ ಇರುವಂತಹ ಸಂಗತಿ, ಜನನದ ಬಗ್ಗೆ ಪ್ರವಾದಿ ಹೇಳಿದ್ದೇನು? ഇന്നേക്ക് 2700 വർഷങ്ങൾക്ക് പുറകിൽ മീഖ വിളിച്ചു പറയുന്നു. ಇಂದಿನಿಂದ 2700 ವರ್ಷಗಳ ಹಿಂದೆ ಮೀಕ ಪ್ರವಾದಿ ಹೇಳುತ್ತಾನೆ, നീയോ ബേത്ലഹേം എഫ്രാത്തേ, ನೀನು ಬೇತ್ಲೆಹೇಮಿಲಿರುವ ಎಫ್ರಾತ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ನೀನು ಯಹೂದ್ಯರ ಗುಂಪಿನಲ್ಲಿ ಕಿರಿಯವಳಾಗಿದ್ದರು, എന്റെ ജനമായ ഇസ്രായേലിനെ മേയിപ്പാനുള്ള തലവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. ನನ್ನ ಜನರಾದ ಇಸ್ರಾಯೇಲನ್ನು ಮೇಯಿಸುವಂತಹ ಸಂತಾನ ಇಸ್ರಾಯೇಲ್ ನಿನ್ನಿಂದ ಅದು ಹುಟ್ಟು ಬರುತ್ತದೆ. പ്രവാചക, രാജാക്കന്മാർ പിറക്കേണ്ടത് കൊട്ടാരത്തിലോ ഗ്രാമത്തിലോ? ಪ್ರವಾದಿಯೇ, ರಾಜರು ಹುಟ್ಟಬೇಕಾದದ್ದು ಅರಮನೆಯಲ್ಲ, ಗ್ರಾಮೀಣದಲ್ಲಿಯ. പ്രവാചകൻ പറയും കൊട്ടാരത്തിൽ. ಪ್ರವಾದಿ ಹೇಳುತ್ತಾನೆ ಅರಮನೆಯಲ್ಲಿ. പിന്നെ നീ എന്തുകൊണ്ട് ഈ രാജാവിന്റെ ജനനം ഗ്രാമത്തിൽ പ്രവചിച്ചു? ಆದ್ರೆ ಪ್ರವಾದಿಯೇ, ಯಾಕೆ ಈ ರಾಜನ ಜನನ ನೀನು ಈ ರೀತಿ ಗ್ರಾಮದಲ್ಲಿ ಎಂಬುದಾಗಿ പ്രവാചകൻ പറയും, ആത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ಪ್ರವಾದಿ ಹೇಳುತ್ತಾನೆ, ಆತ್ಮ ನನ್ನ ಬಳಿ ಹೇಳಿದ ಕಾರಣ ನಾನು ಪ್ರವಾದಿಸಿದೆ ಅಷ್ಟೇ. നിന്നെ ചൂണ്ടി ഒരു ദൂത് ദൈവത്തിന്റെ ആത്മാവ് നിയോഗത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശവക്കുഴിക്കകത്ത് നിന്നും എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് അത് നിറവേറ്റാൻ കഴിവുള്ള ഒരു കരം ഇതിന്റെ പുറകിലുണ്ടെന്ന് ഓർക്കണം. ನಿನ್ನ ಬಗ್ಗೆ ದೇವೋಕ್ತಿ ದೇವರು ಹೇಳಿದ್ದರೆ ನೀನು ಸಮಾಧಿಯ ಗುಂಡಿಗೆ ಸೇರಿದರು ಅಲ್ಲಿಂದ ಎಬ್ಬಿಸಿ ತನ್ನ ವಾಕ್ಯ ನೆರವೇರಿಸುವ ದೇವರೇ ನಮ್ಮ ದೇವರಾಗಿದ್ದಾನೆ. ജനനത്തിന്റെ സമയം അടുത്തപ്പോ ಜನನದ ಸಮಯ ഒരു ಬಂದಾಗ സാധുവായ സ്ത്രീ, ಒಂದು ಸಾಧುವಾದ ಹೆಣ್ಣು ಮಗಳು, പൂർണ്ണ ഗർഭിണി, ಪೂರ್ಣ
ಪೂರ್ಣ ഒരു വാഹന മൃഗത്തിന്റെ പുറത്ത് കയറി ಒಂದು ವಾಹನ ಮೃಗದ ಮೇಲತ್ತಿ ക്ഷീണിച്ചും തളർന്നും ಆಯಾಸಗೊಂಡಿ ಬಿದ್ದ ಹಾಗೆ ബേത്ലഹേമിന്റെ കുഗ്രാമത്തിനകത്തായപ്പോൾ ജനനം നടക്കാൻ കാര്യമെന്താ? ಬೇತಲೇಮಿನ ಒಳಹಳ್ಳಿಗೆ ಬಂದಾಗ ಜನನ ನಡೆಯಬೇಕಾದ ಕಾರ್ಯವೇನು? ഇത് അരുളി ചെയ്തത് സോക്രട്ടീസ് അല്ല, പ്ലേറ്റോ അല്ല, അരിസ്റ്റോട്ടിൽ അല്ല. ഇത് അരുളി ചെയ്തത് ദൈവമാണ്. ಇದನ್ನು ಹೇಳಿದ ಸಾಕ್ರಟೀಸ್ ಅಲ್ಲ, ಅರಿಸ್ಟಾಟಲ್ ಅಲ್ಲ, ಇದನ್ನು ಹೇಳಿದಂತದ್ದು ದೇವರಾಗಿದ್ದಾನೆ. ആ കാലഘട്ടത്തിനും കാഴ്ചപ്പാടുകൾക്കും വിപരീതമായിരുന്നു പ്രവചനമെങ്കിലും നിറവേറേണ്ട സമയമെടുത്തപ്പോൾ നിറവേറ്റാൻ ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ എന്റെ നാഥന്റെ വരവും അതുപോലെ സംഭവിക്കും. ನೋಡಿ, ಆ ಕಾಲಘಟ್ಟದ ಒಳಗೆ ಅರ್ಥವಾಗದಿರುವಂತಹ ಕಾರ್ಯಗಳನ್ನು ದೇವರು ನೆರವೇರಿಸಿದರೆ ಕರ್ತನ ಬರವಣಿಗೆ ಕೂಡ ಅದೇ ರೀತಿಯಲ್ಲಿ ದೇವರು ನೆರವೇರಿಸುವರು. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം, ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ അവൻ ಸಾಕ್ಷಿ. കള്ളം പറഞ്ഞിട്ടില്ല. ಆತನು ಸುಳ್ಳು ಹೇಳಿದವನಲ್ಲ. ആ കരമൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ದೇವರಿಗೆ ಸ್ತೋತ್ರ ഇന്ന് ಮಾಡಿ. രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വാ തുറന്ന് സ്തോത്രം ചെയ്യുമ്പോൾ ഓർക്കാൻ കഴിയുന്നത് എന്റെ നാഥനെ പോലെ ഒരുവനെ ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ല. ಈ ರಾತ್ರಿ ಬಾಯಿಗಳನ್ನು ಬಿಟ್ಟು ದೇವರನ್ನು ಕೊಂಡಾಡುವಾಗ ನೆನೆಸಬೇಕಾದ ಕಾರ್ಯ ನನ್ನ ಕರ್ತನ ಹಾಗೆ ಒಬ್ಬನನ್ನು ಈ ಚರಿತ್ರೆ ಎಂದಿಗೂ ನೋಡಲಿಲ್ಲ. എന്റെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 1000 നാക്കാം. ನಾನು ನನ್ನ ಯೇಸುವಿನ ಬಗ್ಗೆ ಹೇಳುವಾಗ ನನಗೆ 1000 ನಾಲಿಗಳು. നിങ്ങൾക്കറിയാമോ, ഭാരതത്തിന്റെ പ്രധാന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ನಿಮಗೆ ಭಾರತದ ಅಧ್ಯಕ್ಷನ ಸ್ಥಾನಕ್ಕೆ ಬಂದಂತಹ ಎಸ್ ರಾಧಾಕೃಷ್ಣನ ಬಗ್ಗೆ ಗೊತ್ತಿದೆಯಾ? ചെന്നൈയിലെ ഫിലോസഫി വിഭാഗം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ಚೆನ್ನೈನಲ್ಲಿ ಫಿಲಾಸಫಿ ವಿಭಾಗದಲ್ಲಿ ಸೇವನ ಮಾಡುತ್ತಿದ್ದಂತಹ ಕಾಲ, അദ്ദേഹത്തിന്റെ സന്ധ്യാസമയത്ത് ഈവനിംഗ് വോക്കിന്റെ ടൈമിൽ അദ്ദേഹത്തോട് സംശയം ചോദിക്കുവാൻ ഒരുപറ്റം ചെറുപ്പക്കാർ പുറകെ വരുന്ന പതിവാ. ಆತನು ಸಂಜೆ ನಡೆದುಕೊಂಡು ಹೋಗುವಾಗ ಆತನೊಡನೆ ಸಂಶಯ ಕೇಳುವಂತೆ ಸ್ವಲ್ಪ ಯುವಕರು ಬರುವುದು ಅದೊಂದು ಪದ್ಧತಿಯಾಗಿತ್ತು. അദ്ദേഹം ഒരു ദിവസം സന്ധ്യയ്ക്ക് ചെന്നൈയിലെ കടൽ തീരത്തുകൂടി ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ಒಂದು ದಿನ ಸಂಜೆ ಆತನು ಚೆನ್ನೈನಲ್ಲಿರುವಂತಹ ಆ ಸಮುದ್ರದ ದಡದಲ್ಲಿ അദ്ദേഹത്തിന്റെ പുറകിൽ പാലക്കാട് സ്വദേശിയായ ഒരു സുധാകരൻ വന്നു. ಆತನ ಹಿಂದೆ ಪಾಲಗಾಡ್ನಲ್ಲಿ ಊರಿಗೆ ಸೇರುವಂತಹ ಒಬ್ಬ ಸುಧಾಕರನ್ ಎಂಬುದಾಗಿ ಒಬ್ಬ ವ್ಯಕ್ತಿ ಬಂದನು. ഈ സുധാകരൻ എന്ന വിദ്യാർത്ഥി അദ്ദേഹത്തോട് ചോദിച്ചു, സാർ, ಆ ಸುಧಾಕರನ್ ಎನ್ನುವಂತ ವಿದ್ಯಾರ್ಥಿ ಕೇಳುತ್ತಾನೆ, ಸಾರ್, ഒരു സംശയമുണ്ട്. ಒಂದು ಸಂಶಯವಿದೆ. ഈ ഭൂമിയിൽ ഞാൻ ഒരു മാതൃകാ പുരുഷനെ പിൻപറ്റാൻ തീരുമാനിച്ചാൽ, ಈ ಭೂಲೋಕದಲ್ಲಿ ನಾನೊಂದು ಮಾದರಿ ಪುರುಷನ ಹಿಂಬಾಲಿಸಲು ಇಚ್ಛಿಸಿದರೆ, സത്യം മാത്രം പറഞ്ഞിട്ടുള്ള ഒരു വിശുദ്ധ പുരുഷനായിരിക്കണം അദ്ദേഹം എന്നെനിക്ക് നിർബന്ധമുണ്ടെങ്കിൽ, ಸತ್ಯ ಮಾತ್ರ ನುಡಿದಂತಹ ವ್ಯಕ್ತಿ ಆಗಿರುವಂತದ್ದೇ ನನ್ನ ನಿರ್ಬಂಧವಾಗಿದ್ದರೆ, അദ്ദേഹം ആരായിരിക്കണം എന്നാണ് മഹാപണ്ഡിതനായ അങ്ങയുടെ ഉദ്ദേശം? ಆತನು ಯಾರಾಗಿರಬೇಕೆನ್ನುವಂತದ್ದೇ ಮಹಾಪಂಡಿತರೇ ನಿಮ್ಮ ಉದ್ದೇಶ. മറുപടി, സുധാകരനോടുള്ള രാധാകൃഷ്ണന്റെ മറുപടി, നസ്രായനായ യേശു ക്രിസ്തു. ಉತ್ತರ, ಆ ರಾಧಾಕೃಷ್ಣ ಅವರು ಸುಧಾಕರನಿಗೆ ಹೇಳಿದ್ದು ನಜರೇತಿನ ಯೇಸು ಒಬ್ಬನೇ. അദ്ദേഹത്തെ ഞാൻ എവിടെ കണ്ടുപിടിക്കും? ಆತನನ್ನು ನಾನು ಎಲ್ಲಿ ಕಂಡುಹಿಡಿಯಲು ಸಾಧ್ಯ? പുതിയ നിയമം വാങ്ങി വായിക്കൂ, അതിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ಈತನು ಉತ್ತರ ಕೊಟ್ಟನು, ಹೊಸ ಒಡಂಬಡಿಕೆ ತೆಗೆದು ಓದಿ ಅದರಲ್ಲಿ ಆತನು ಬದುಕಿದ್ದಾನೆ. ജീവിതം മുഴുവൻ യേശുവിനെ പ്രസംഗിക്കാൻ മാറ്റിവെച്ച സുവിശേഷകനായ സുധാകരന്റെ കഥയാണ് ഞാൻ ഇവരത്തെ പറഞ്ഞു വരുന്നത്. ಜೀವನ ಇಡೀ ಯೇಸುವಿನ ಬಗ್ಗೆ ಸಾಕ್ಷಿ ಹೇಳುವಂತೆ ಪ್ರಸಂಗ ಮಾಡಲು ಬೇರ್ಪಡಿಸಿದಂತ ಸುಧಾಕರನ ಕಾರ್ಯ എന്റെ ಹೇಳುತ್ತಿದ್ದೇನೆ. നാഥന്റെ നാവിൽ ഭോഷ്ക് ഉയർന്നിട്ടില്ല. ನನ್ನ ದೇವರ ಬಾಯಲ್ಲಿ, ಆ ಕರ್ತನ ಬಾಯಲ್ಲಿ ಸುಳ್ಳು ಬರಲಿಲ್ಲ. സ്വന്തം ശരീരത്തെ നോക്കി അവൻ പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പിരുന്ന് 3-ാം നാൾ ഞാൻ പണിയും. ನೋಡಿ, ಆತನು ಸ್ವಂತ ಶರೀರದ ಬಗ್ಗೆ ಹೇಳಿದನು, ಈ ಮಂದಿರವನ್ನು ಕೆಡವಿ ಹಾಕಿ 3 ದಿನದಲ್ಲಿ ಕಟ್ಟುತ್ತೇನೆ. യെരൂശലേം ദൈവാലയത്തെ നോക്കി കർത്താവ് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരും. ಯೆರೂಸಲೇಮ್ ದೇವಾಲಯ ನೋಡಿ ಹೇಳುತ್ತಾನೆ, ಇದು ಕಲ್ಲಿನ ಮೇಲೆ ಕಲ್ಲು ನಿಲ್ಲುವುದಿಲ್ಲ. കപ്രനഹൂം പട്ടണത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, ഇത് ആകാശത്തോളം ഉയർന്നിൽക്കുന്നു, പാതാളത്തോളം താഴും. ಕಪರ್ನೌಮ್ ಪಟ್ಟಣ ನೋಡಿ ಸ್ವಾಮಿ ಹೇಳುತ್ತಾನೆ, ಆಕಾಶದಷ್ಟು ಎತ್ತರವಾಗಿದೆ, ಇದು ಸಮುದ್ರದ ಆಳಕ್ಕೆ ಬೀಳುತ್ತವೆ. ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഏറിയ നാൾ കഴിയും മുൻപേ നിങ്ങൾക്ക് ആത്മാവിനാൽ സ്നാനം ലഭിക്കും. ಶಿಷ್ಯರನ್ನು ನೋಡಿ ಸ್ವಾಮಿ ಹೇಳುತ್ತಾನೆ, ನೀವು ಯೆರೂಸಲೇಮ್ ಬಿಡೋದೆ ಅಲ್ಲೇ ಕುಳಿತು ಪ್ರಾರ್ಥಿಸಿ, ನಾನು ನಿಮಗೆ ವಾಗ್ದಾನ ಕೊಟ್ಟಂತ ಪವಿತ್ರಾತ್ಮನ್ನು ಕಳುಹಿಸುತ್ತೇನೆ. യേശുവിന്റെ ഉയർപ്പിൽ ശരീരത്തെ പുനർനിർമ്മാണം ചെയ്യുന്നത് അക്ഷരീയമായി നിറവേറി. ನೋಡಿ, ಯೇಸು ತನ್ನ ಶರೀರದ ಬಗ್ಗೆ ಹೇಳಿದಂತ ಕಾರ್ಯ ಬಹಳ ಸ್ಪಷ್ಟವಾಗಿ ನೆರವೇರಿತು. യെരൂശലേം വിനാശത്തിൽ ദേവാലയ പ്രവചനം കൃത്യമായി നിറവേറി. ಯೆರೂಸಲೇಮಿನ ವಿನಾಶದಲ್ಲಿ ನೋಡುವಾಗ ಯೆರೂಸಲೇಮಿನ ದೇವಾಲಯದ ಬಗ್ಗೆ ಹೇಳಿದ ಕಾರ್ಯ ನಡೆದಿತು. AD 3-ാം നൂറ്റാണ്ടിലെ ഭൂകമ്പത്തിൽ കപ്രനഹൂം പട്ടണം ഭൂമിക്ക് അടിയിലേക്ക് ഇറങ്ങിപ്പോകുകയും 19-ാം നൂറ്റാണ്ടിലെ ഉത്ഖനനത്തിൽ അത് തിരിച്ചെടുക്കുകയും ചെയ്തപ്പോൾ അത് കൃത്യമായി നിറവേറി. ನೋಡಿ, AD 3ನಲ್ಲಿ ಅದು ನೆಲಕ್ಕೆ ಬಿದ್ದಾಗ ನಂತರ ಕ್ರಿಸ್ತ ಶತಕ 19ನೇ ಇಸವಿಯಲ್ಲಿ ಅದನ್ನು ತೆಗೆದು ನೋಡಿದಾಗ ಅದೇ ರೀತಿ ನಡೆದಿತ್ತು. സെഹിയോൻ മാളിയമുറിയിലെ ആത്മപ്രവാഹത്തിൽ പരിശുദ്ധാത്മ വ്യാപാരം കൃത്യമായി നിറവേറി. ಜಿಯೋನ್ ಮಾಡಿಯಲ್ಲಿ ಪವಿತ್ರಾತ್ಮನ
ಅಭಿಷೇಕ ಬಹಳ ಸ್ಪಷ್ಟವಾಗಿ ನೆರವೇರಿತು. ആ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ಆ ಕರ್ತನು ನಿಮ್ಮ ಬಳಿ ಹೇಳಿದ್ದು, ನಾನು ನಿಮಗೆ ಬಿಡಾರ ಸಿದ್ಧಪಡಿಸಲು ഞാൻ പോയി ಹೊರಟಿದ್ದೇನೆ. സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളാം. ನಾನು ಬಿಡಾರ ಸಿದ್ಧಪಡಿಸಿ ನಿಮ್ಮನ್ನು ನಾನು ಕೂರುವಲ್ಲಿ ನಿಮ್ಮನ್ನು ಕೊಂಡೊಯ್ಯುತ್ತೇನೆ. നമ്മുടെ കർത്താവ് കൃത്യമായി സത്യം പറഞ്ഞു. ನಮ್ಮ ಕರ್ತನು ಸ್ಪಷ್ಟವಾಗಿ ನಿಜ ಸಂಗತಿ ಹೇಳಿದ್ದಾನೆ. ഇനിയും സ്വർഗീയ ദൂതന്മാർ അവർ സത്യമേ പറയൂ, അവരുടെ വാക്കുകൾ കൃത്യമായി നിറവേറി. ಪರಲೋಕ ದೇವದೂತರು ಸತ್ಯವೇ ಹೇಳುತ್ತಾರೆ, ಅವರ ಮಾತುಗಳು ಸ್ಪಷ್ಟವಾಗಿ ನೆರವೇರಿತು. അപ്പസ്തോലിക പിതാക്കന്മാർ അത് വസ്തുനിഷ്ഠമായി പഠിപ്പിച്ചു. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി പ്രത്യാശയോടെ ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കും. ಅಪೊಸ್ತಲ ಪಿತೃಗಳು ಹೇಳಿದರು, ನಾವೀಗ ನೋಡುವಂತಹ ಯೇಸು ಮಧ್ಯಾಕಾಶದಲ್ಲಿ ಹಿಂತಿರುಗಿ ಬರುತ್ತಾನೆ, ಆತನಿಗಾಗಿ ಕಾಯುವವರನ್ನು ಹಿಂತಿರುಗಿ ಕೊಂಡೊಯ್ಯಲು ಬರುತ್ತಾರೆ ಎಂಬುದಾಗಿ ಸ್ಪಷ್ಟವಾಗಿ ಹೇಳಿದರು. ಇದನ್ನು ನಂಬುವವರು ದೇವರನ್ನು ಕೊಂಡಾಡಿ ಹಲ್ಲೆಲೂಯಾ. കർത്തൃമേശയുടെ സാക്ഷ്യവും ആദിമസഭയുടെ ചരിത്രവും അത് വ്യക്തമാക്കി പറയുന്നു, യാഥാർത്ഥ്യമാണ്. ಆದಿ ಸಭೆಯ ಸಾಕ್ಷಿಗಳೆಲ್ಲ ನೋಡುವಾಗ ಅದು ಹೇಳಿದಂತ ಸಂಗತಿ ಬಹಳ ಸ್ಪಷ್ಟವಾಗಿದೆ. ഇന്ന് രാത്രി പറയട്ടെ, നാളെ രാവിലെ നരേന്ദ്രമോദി ബാംഗ്ലൂരിൽ എത്തിച്ചേരും എന്ന് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സോക്കേടുണ്ടെന്ന് ആൾക്കാർ പറയത്തുള്ളൂ. ನಾಳೆ ಬೆಳಗ್ಗೆ ನರೇಂದ್ರ ಮೋದಿ ಅವರು ಬೆಂಗಳೂರಿಗೆ ಬರುತ್ತಾರೆ ಎಂಬುದಾಗಿ ನಾನಿಲ್ಲಿ ಸ್ಪಷ್ಟವಾಗಿ ಹೇಳಿದರೆ ನೀವೆಲ್ಲ ನೆನೆಸುತ್ತೀರಿ, ಇವ್ರಿಗೆ ಏನೋ ಕಾಯಿಲೆ ಬಂದಿದೆ. എന്നാൽ നിങ്ങൾ TV ഓൺ ചെയ്യുമ്പോൾ അതിനകത്ത് കൂടെ അദ്ദേഹം തന്നെ പറയുകയാണ്, ഇന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് സംഭവിക്കും. ಆದರೆ ಟಿವಿ ನೀವು ಆನ್ ಮಾಡುವಾಗ ಅದರಲ್ಲಿ ನರೇಂದ್ರ ಮೋದಿ ತಾವೇ ಹೇಳುತ್ತಿದ್ದಾರೆ, ನಾಳೆ ಇಂಥ ಸಮಯದಲ್ಲಿ ಬೆಂಗಳೂರಿಗೆ ಬರುತ್ತೇನೆ ಎಂಬುದಾಗಿ ಹೇಳಿದರೆ ಆ ಸಂಗತಿ ನಿಜ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടികൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന വാർത്ത നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കുറെ കൂടെ സ്ഥിരീകരിക്കും, യാഥാർത്ഥ്യമായി സംഭവിക്കും. ಆತನ ರಾಷ್ಟ್ರೀಯ ಪಕ್ಷದವರು ಅದಕ್ಕಾಗಿ ಮಾಡುವಂತ ಸಿದ್ಧತೆಯನ್ನು ನೀವು ನೋಡುವಾಗ ಇನ್ನೂ ಹೆಚ್ಚಾಗಿ ಅದನ್ನು ನಂಬುತ್ತೀರಿ. അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതിന് വേണ്ടി ബാംഗ്ലൂർ പട്ടണത്തിൽ പോലീസിന്റെ അകമ്പടി ക്രമീകരണങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും അത് സംഭവിക്കും. ಆತನನ್ನು ಸ್ವೀಕರಿಸಲು ಪೊಲೀಸ್ನವರು ಮಾಡುವಂತಹ ಕಾರ್ಯಗಳನ್ನು ನೀವು ನೋಡುವಾಗ ನಿಮಗೆ ಬಹಳ ಸ್ಪಷ್ಟವಾಗಿ ಗೊತ್ತಾಗ್ತದೆ, ಈ ಸಂಗತಿ ನಡೆದೇ ನಡೆಯುತ್ತದೆ. ഇതെല്ലാം 99% നടന്നാലും ಇವೆಲ್ಲ 99% ಖಂಡಿತ ಕಚ್ಚ. ഫ്ലൈറ്റിൽ അദ്ദേഹം ബാംഗ്ലൂർ പട്ടണത്തിന് മുകളിലേക്ക് കറങ്ങിത്തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ಫ್ಲೈಟಿನಲ್ಲಿ ಆತನು ಬೆಂಗಳೂರು ನಗರದ ಮೇಲೆ ಹಾರಾಡುತ್ತಿರುವಾಗ ഫ്ലൈറ്റ് താഴെ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ കാലാവസ്ഥ മറിഞ്ഞു മാറിയാൽ ಆ ವಿಮಾನ ನೆಲಕ್ಕೆ ಬಂದು ಇಳಿಯದ ಹಾಗೆ ವಾತಾವರಣ ಬದಲಾಗಿದರೆ പറഞ്ഞ സമയത്ത് ഇറങ്ങാൻ കഴിഞ്ഞില്ലെന്ന് വരും. ಹೇಳಿದ ಸಮಯದಲ್ಲಿ ಇಳಿಯದೇ ಇರಬಹುದು. ഇവിടുത്തെ എത്ര വലിയ നേതാക്കന്മാർ പറഞ്ഞാലും പറഞ്ഞത് സാധിക്കാതിരിക്കാനുള്ള സാധ്യത 1% ഉണ്ട്. ಇಲ್ಲಿರುವಂತಹ ಎಲ್ಲ ನಾಯಕರು ಹೇಳಿದ ಸಂಗತಿ ಸ್ಪಷ್ಟವಾಗಿ ನಡೆಯದೇ ಇರುವಂತೆ 1% ಸಾಧ್ಯ. എന്നാൽ എന്റെ നാഥൻ പറഞ്ഞാൽ പറയുന്ന സാധ്യതയ്ക്ക് മുൻപിൽ ഒരു തടസ്സവും സംഭവിക്കുകയില്ല, പറയുന്നത് പോലെ സംഭവിക്കും. ಆದ್ರೆ ನಮ್ಮ ತಂದೆ ಹೇಳಿದಂತ ಕಾರ್ಯ, ಆತನು ಹೇಳಿದ ಕಾರ್ಯಕ್ಕೆ ತಡೆಗಟ್ಟಲು ಯಾರಿಂದಲೂ ಸಾಧ್ಯವಿಲ್ಲ, ನಡೆದೇ ನಡೆಯುತ್ತದೆ. സ്വർഗത്തിന്റെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, തന്റെ പുത്രൻ മടങ്ങി വരാൻ തുടങ്ങുന്നു. ಪರಲೋಕ ಸರ್ಕಾರ ಘೋಷಿಸಿದೆ, ತನ್ನ ಮಗನು ಹಿಂತಿರುಗಿ ಬರಲಿದ್ದಾನೆ. ഭൂമിയിലെ അവന്റെ പാർട്ടിയുടെ അംഗങ്ങളായ കൃപ ലഭിച്ച ദൈവമക്കൾ വിളിച്ചു പറയുന്നു, നാഥൻ മടങ്ങി വരാൻ പോകുന്നു. ಭೂಮಿಯಲ್ಲಿ ಆತನ ಪಕ್ಷದ ಅಂಗಗಳಾದ ನಾವು ಘೋಷಿಸುತ್ತಿದ್ದೇವೆ, ತಮ್ಮ ಕರ್ತನು ಬರಲಿದ್ದಾನೆ. കാലാവസ്ഥ മുതൽ പ്രകൃതി ക്രമീകരണങ്ങൾ വിളിച്ചു പറയുന്നു, യേശുവിന് മടങ്ങി വരവ് അടുത്തുപോയി. ಪ್ರಕೃತಿಗಳು ಹೇಳುತ್ತದೆ, ಯೇಸುವಿನ ಬರವಣಿಗೆ ಈಗೋ ಸಮೀಪದಲ್ಲಿದೆ. ഇന്ന് രാത്രി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കളുടെ കൺകുളിർക്ക കാണത്തക്ക വിധം ഈ ദിവസങ്ങളിൽ ഒന്നിൽ എന്റെ കർത്താവ് മടങ്ങി വരും. ಈ ದಿನಗಳಲ್ಲಿ ನಿರೀಕ್ಷೆಯಿಂದ ಕಾಯುವವರ ಕಣ್ಣಾರೆ ಕಾಣುವ ಹಾಗೆ ನಮ್ಮ ಕರ್ತನು ಒಂದು ದಿನ ಹಿಂತಿರುಗಿ ಬರಲಿದ್ದಾನೆ. ഇന്നത്തെ ചില ബുദ്ധിജീവികളൊക്കെ പറയുന്നത് കർത്താവിന്റെ മടങ്ങി വരവ് പ്രതീക്ഷിക്കേണ്ടെന്ന്. ಇಂದಿನ ಕೆಲ ಬುದ್ಧಿವಂತರು ಹೇಳುತ್ತಾರೆ, ಕರ್ತನ ಬರವಣಿಗೆಯನ್ನು ನಿರೀಕ್ಷಿಸಲೇಬೇಡಿ. തടി കൊണ്ടുണ്ടാക്കിയ മേശയ്ക്ക് തടി വേണമെന്ന് പറയുന്നത് പോലെയാണ് യേശുവിന്റെ മടങ്ങി വരവ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഇന്നത്തെ ബുദ്ധിജീവികളുടെ പറച്ചിൽ. ನೋಡಿ, ಈ ಮೇಜನ್ನು ಮರದಿಂದ ಮಾಡಿದಂತ ಮೇಜು ಮರವನ್ನು ಕೇಳಿದ ಹಾಗೆ ಬುದ್ಧಿ ಇಲ್ಲದೆ ಇರುವಂತ ಜನರು ಬುದ್ಧಿವಂತರಾಗಿ ಈ ಕಾರ್ಯ ಯೇಸು ಬರುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುತ್ತಾರೆ. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം സഭയ്ക്ക് നടുവിലുണ്ട്. ನೋಡಿ, 2-3 ನನ್ನ ಸನ್ನಿಧಾನದಲ್ಲಿ ಕೂಡಿ ಬರುವಾಗ ನಾನು ಇದ್ದೇನೆ ಎಂಬುದಾಗಿ ಸ್ವಾಮಿ ಹೇಳಿದ್ದಾನೆ. ಹಾಗಿದ್ದರೆ ಸಭೆಯ ಮಧ್ಯದಲ್ಲಿ ಆತನ ಸಾನ್ನಿಧ್ಯ ಉಂಟೇ ಉಂಟು. അങ്ങനെ ഇതിനകത്തിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തെ ഇനിയും പ്രതീക്ഷിക്കണമെന്നാ ചോദ്യം. ಹಾಗಿದ್ದರೆ ಕರ್ತನ ಸಾನ್ನಿಧ್ಯ ಆ ರೀತಿ ಇದೆ ಎಂಬುದಾಗಿ ಕರ್ತನು ಹೇಳುವಾಗ ಇನ್ನೂ ಆತನ ಸಾನ್ನಿಧ್ಯ ನಿರೀಕ್ಷಿಸಬೇಕಾ ನಾವು? അത് ആത്മ സാന്നിധ്യമാണ്. നാം കാത്തിരിക്കുന്ന അക്ഷരിക സാന്നിധ്യത്തിന് വേണ്ടിയാണ്. ನೋಡಿ, ಅದು ಆತ್ಮ ಸಾನ್ನಿಧ್ಯ, ಆದ್ರೆ ನಾವು ಬಹಿರಂಗವಾಗಿ ಆತನು ಬರುವುದಕ್ಕಾಗಿ ಕಾಯುತ್ತಿದ್ದೇವೆ. ഈ
രാത്രി അത് കൊതിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ಈ ಸಂಜೆ ಅದಕ್ಕಾಗಿ ಆಸೆ ಇಟ್ಟಿರುವವರು ಎಷ್ಟು ಮಂದಿ ಇದ್ದೀರಿ? യേശുവിന് പ്രത്യേകമായി ചില ശരീരങ്ങളെ കുറിച്ച് പറയാൻ കഴിയും. ಯೇಸುವಿಗೆ ವಿಶೇಷವಾದ ಕೆಲ ಶರೀರದ ಬಗ್ಗೆ ಹೇಳಲು ಸಾಧ್ಯ. ഒന്ന് അവന്റെ അക്ഷരിക ശരീരം, ಒಂದು ಆತನ ಬಹಿರಂಗವಾದ ಶರೀರ, രണ്ട് അവന്റെ മാർമിക ശരീരം, ಎರಡು ಆತನ ಮಾರ್ಮಿಕವಾದ മൂന്ന് ಶರೀರ, അവന്റെ അടയാള ശരീരം. ಮೂರನೇದು ಆತನ ಗುರುತಿನ ಶರೀರ. അടയാള ശരീരമാണ് കർത്തൃമേശ, ಆ ಗುರುತಿನ ಶರೀರವಷ್ಟೇ ಕರ್ತನ ಭೋಜನ. മാർമിക ശരീരമാണ് ദൈവത്തിന്റെ സഭ. ಆ ಮಾರ್ಮಿಕವಾಗಿ ಕಾಣುವಂತ ಶರೀರ ದೇವರ ಸಭೆ. എന്നാൽ ഒരു അക്ഷരിക ശരീരമുണ്ട്. ಆದ್ರೆ ಆತನಿಗೆ ನಿಜ ಸ್ವರೂಪವಿದೆ. കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കിയ, ಕುಷ್ಠ ರೋಗಿಗಳನ್ನು ಮುಟ್ಟಿ ಗುಣಪಡಿಸಿದಂತ യോഹന്നാൻ മാർവോട് ചാരിയ, ಯೋಹಾನನು ಆತನ ಎದೆಗೆ തോമസ് ಓರಿಕೊಂಡಂತದ್ದು, മുറിവിൽ കൈയിട്ട, ತೋಮನು ಆತನ ಗಾಯಕ್ಕೆ ಕೈ ಬೆರಳಾಕಿದ್ದು, ഒലിവുമലയുടെ മലമ്പുറത്ത് വെച്ച് അവർ കാണുക സ്വർഗാരോഹണം ചെയ്ത, ಒಲಿವ್ ಬೆಟ್ಟದ ಮೇಲೆ ಅವರ ಕಣ್ಣಿನ ಮುಂದೆ ಪರಲೋಕಾರೋಹಣ ആ ಮಾಡಿದಂತ, വറുത്ത മീനും തേൻകട്ടയും വായിൽ വെച്ച് ചവച്ചരിച്ച് കഴിച്ച, ಆ ಸುಟ್ಟಂತಹ ಮೀನನ್ನು ಆ ರೊಟ್ಟಿಯನ್ನು ಬಾಯಲ್ಲಿ ಕಚ್ಚಾಡಿ ആ ತಿಂದಿದಂತಹ കർത്താവിന്റെ മുഖം കാണാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നു, ഞങ്ങൾ കാത്തിരിക്കുന്ന ആത്മശരീരമല്ല, ഞങ്ങൾ കാത്തിരിക്കുന്ന അക്ഷരിക ശരീരമാണ്. ಆ ರೀತಿ ಆತನಿಗಾಗಿ ನಿರೀಕ್ಷಿಸುವ ದೇವರ ಮಕ್ಕಳು ಹೇಳುತ್ತಾರೆ, ನಾವು ಆತ್ಮ ಶರೀರವಲ್ಲ, ನಾವು ನೋಡುತ್ತಿರುವುದು ಆತನ ಬಹಿರಂಗವಾದ ಶರೀರ ഇന്ന് ಕಾಣಬೇಕೆಂಬುದಾಗಿ. രാത്രിയെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ಈ ചെയ്താൽ ರಾತ್ರಿ ಕೈಗಳನ್ನು ಮೇಲೆ ಕೆತ್ತಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸಿ. ദൈവജനം മനസ്സിലാക്കണം, അങ്ങനെയാണെങ്കിൽ കർത്താവിന് മടങ്ങി ഒരു യാഥാർത്ഥ്യമായി സംഭവിക്കും. ಹಾಗಿದ್ದರೆ ದೇವರ ಮಕ್ಕಳು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು, ಹಾಗಿದ್ದರೆ ಕರ್ತನ ಬರವಣಿಗೆ ಖಂಡಿತವಾಗಿ മടങ്ങി വരവിന് രണ്ട് പ്രധാനപ്പെട്ട ആമുഖങ്ങൾ ഉണ്ടായിരിക്കും. ದೇವರ ಹಿಂತಿರುಗಿ ಬರವಣಿಗೆಯಲ್ಲಿ ಎರಡು ಪ್ರಾಮುಖ್ಯವಾದ ಘಟನೆಗಳಿವೆ. ഈ പ്രസന്റേഷനിൽ നിങ്ങൾക്ക് കാണാം, ഒന്നാമത്തേത് മേഘപ്രത്യക്ഷത, മറ്റൊന്ന് മഹത്വ പ്രത്യക്ഷത. ಇಲ್ಲಿ ಬರೆದಿರುವಂತಹ ಕಾರ್ಯಗಳು ನೋಡುವಾಗ ಒಂದು ಮೇಘದಲ್ಲಿ ಬರುವುದು, ಮತ್ತೊಂದು ಮಹಿಮೆಯ ಪ್ರತ್ಯಕ್ಷತೆ. ഒന്നാമത്തെ ആഗമനം ആകാശത്തട്ടുവരെ മാത്രം, ಒಂದನೇ ಭಾಗ ಆಕಾಶದ ಮೇಲೆ ಮಾತ್ರ. രണ്ടാമത്തേത് ഭൂമിയിലെ ഒലിവ് മലയിലേക്കുള്ള അത് അക്ഷരിക പ്രത്യക്ഷത. ಎರಡನೇದು ಎಣ್ಣೆ ಮರದ ಮೇಲೆ ಆತನು ಬಹಿರಂಗವಾಗಿ ಪ್ರತ್ಯಕ್ಷನಾಗುವ ಕಾರ್ಯ. ഒന്നാമത്തേതിന് റാപ്ചർ ഓഫ് ദ ചർച്ച് എന്ന് പറയാം. ಒಂದನೇದು ಸಭೆ ಎತ್ತಲ್ಪಡುವಂತಹ ಕಾರ್ಯ. രണ്ടാമത്തേതിന് ഗ്ലോറിയസ് അപ്പിയറൻസ്, മഹത്വ പ്രത്യക്ഷത എന്ന് പറയാം. ಎರಡನೇದು ಆತನ ಮಹಿಮೆಯ ಪ್ರತ್ಯಕ್ಷತೆ ಎಂಬುದಾಗಿ ಹೇಳಲು ಸಾಧ್ಯ. രണ്ടിനും ഇടയിലുള്ള ഇടവേളയുടെ കാലം 7 വർഷമായിരിക്കും. ನೋಡಿ, ಆ ಎರಡರ ಮಧ್ಯದಲ್ಲಿರುವಂತಹ ಮಧ್ಯದ ಸಮಯ 7 ವರ್ಷ. ഈ സമയത്ത് ആകാശത്തട്ടിൽ നിത്യതയോട് ബന്ധപ്പെട്ട് കുഞ്ഞാടിന്റെ കല്യാണവും രാജകീയ വിവാഹ മഹോത്സവവും നടക്കും. ಇದರ ಮಧ್ಯದಲ್ಲಿ ಆಕಾಶದ ಮೇಘ ಮಂಡಲದಲ್ಲಿ ಅಲ್ಲಿ ಕುರಿಮರಿಯ ವಿವಾಹವು, ನಂತರ ಅವರಿಗಿರುವಂತಹ ಕಾರ್ಯ ഭൂമിയിൽ ನಡೆಯುತ್ತದೆ. മഹോപദ്രവകാലവും എതിർ ക്രിസ്തുവിന്റെ ഭരണവും അരങ്ങേറും. ಆ ಸಮಯದಲ್ಲಿ ಭೂಮಿಯಲ್ಲಿ ಮಹಾ ಉಪದ್ರವವು, ವಿರೋಧಿ ಕ್ರಿಸ್ತುವಿನ ಆಳ್ವಿಕೆ ಕೂಡ ನಡೆಯುತ್ತಿರುತ್ತದೆ. ഇതിനെ ഞാൻ വിശദീകരിക്കാൻ പോയാൽ ഇന്ന് ക്ലാസിന്റെ പരിമിതിക്കുള്ളിൽ ഒന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. ಇದನ್ನು ವಿವರಿಸಿ ಹೇಳಿದರೆ ನನಗೆ ದೊರಕಿರುವ ಸಮಯದಲ್ಲಿ ಎಲ್ಲವನ್ನು ಬಿಡಿಸಿ ಹೇಳಲು ಸಾಧ್ಯವಿಲ್ಲ. ഇതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്ന നോട്ടുകൾ ഞാൻ ഇവിടെ ഓർപ്പിച്ചിട്ടുണ്ട്. ಇದರಲ್ಲಿ ಸತ್ಯವೇದ ಹೇಳುವಂತಹ ಭಾಗಗಳನ್ನು ಈಗ ಬರೆದು ನಿಮಗೆ ನೆನಪಿಸುತ್ತಿದ್ದೇನೆ. സഭയ്ക്ക് വേണ്ടി അവൻ എത്തിച്ചേരുന്ന വരവ്, ಸಭೆಗಾಗಿ ಆತನು ಹಿಂತಿರುಗಿ ಬರುವಂತಹ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന് 27-ാമത്തെ വാക്യം നോട്ട് ചെയ്യുക. ಎಬ್ರಾಯ ಪತ್ರಿಕೆ 9ನೇ ಅಧ್ಯಾಯದ 27ನೇ ವಾಕ್ಯ ಬರೆದಿಟ್ಟುಕೊಳ್ಳಿ. അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ಆ ರೀತಿ ಅನೇಕರ ಪಾಪ ಹೊರುವಂತೆ ಒಮ್ಮೆ ಪ್ರತ್ಯಕ್ಷನಾದನು. തനിക്കായി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ಆತನಿಗಾಗಿ ಕಾಯುವವರಿಗೋಸ್ಕರ, ಪಾಪರಹಿತರಾದವರಿಗೋಸ್ಕರ ಆತನ ಬರವಣಿಗೆ ಎರಡನೇ ಬಾರಿ. തനിക്കായി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായിട്ടുള്ള പ്രത്യക്ഷത. ಆತನಿಗಾಗಿ ಕಾಯುವಂತವರ ರಕ್ಷಣೆಗೋಸ್ಕರ ಇರುವಂತ ಪ್ರತ್ಯಕ್ಷತೆ. യോഹന്നാന്റെ സുവിശേഷം 14-ാം വാക്യം നോട്ട് ചെയ്യുക. ಯೋಹಾನ ಸುವಾರ್ತೆ 14ನೇ ಅಧ್ಯಾಯದ 3ನೇ ವಾಕ್ಯ ಬರೆದಿಟ್ಟುಕೊಳ್ಳಿ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ನಾನು ನಿಮಗಾಗಿ ಸ್ಥಳ ഞാൻ ಸಿದ್ಧಪಡಿಸಲು പോയി ಹೋಗುತ್ತಿದ್ದೇನೆ. സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ನಾನು ನಿಮಗೋಸ್ಕರ ಬಿಡಾರ ಸಿದ್ಧಪಡಿಸಲು ಹೋಗುತ್ತಿದ್ದೇನೆ, ನಾನಿರುವಲ್ಲಿ ನೀವಿರುವಂತೆ ನಿಮ್ಮನ್ನು ಹಿಂತಿರುಗಿ ಸೇರಿಸುವಂತೆ അത് ಬರುತ್ತೇನೆ. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള വരവാണ്. ಅದು ಪರಿಶುದ್ಧರಿಗೋಸ್ಕರ ಇರುವಂತ ಬರವಣಿಗೆ. യൂദയുടെ ലേഖനം 15-ാം വാക്യം നോട്ട് ചെയ്യുക. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ಯೂದ 15ನೇ ವಾಕ್ಯ ಬರೆದಿಟ್ಟುಕೊಳ್ಳಿ, ಈ ರೀತಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ ಈಗೋ ಕರ್ತನು ಎಲ್ಲರನ್ನು ವಿಧಿಸುವಂತೆ, അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ಆ ಭಕ್ತರು ಭಕ್ತಿಹೀನರಾಗಿ ಮಾಡಿದಂತಹ ಕಾರ್ಯಗಳ ഭക്തികെട്ട ವಿರೋಧವಾಗಿ പാപികളെ ന്യായം വിധിപ്പാൻ ಆ ഭಕ್ತಿಹീನರಿಗೆ ನ್ಯಾಯ ತೀರಿಸುವಂತೆ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് ಸಾವಿರ ಪರಿಶುದ್ಧರೊಡನೆ ಬಂದಿದ್ದಾನೆ ಎನ್ನುವಂತ ആദാം ಕಾರ್ಯ. മുതൽ 7-ാമനായ ഹാനോക്ക് അവരെ കുറിച്ച് പ്രവചിച്ചു പറഞ്ഞു. ಆದಾಮನಿಂದ 7ನೇವನಾದಂತಹ ಆನೋಕನು ಆತನ ಬಗ್ಗೆ ಪ್ರವಾದಿಸಿ ಹೇಳಿದನು. നിങ്ങൾ ഈ നോട്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ದಯವಿಟ್ಟು ಇಲ್ಲಿ ಬರೆದಿಟ್ಟಿರುವಂತ ಕಾರ್ಯವನ್ನು ಗಮನಿಸಿ. സഭയ്ക്ക് വേണ്ടി അവൻ വരുന്ന വരവ്, ಸಭೆಗಾಗಿ ಆತನು ಬರುವ ಬರವಣಿಗೆ, സഭയുമായി അവൻ എത്തിച്ചേരുന്ന വരവ്, ಸಭೆಯೊಡನೆ ಆತನು ಹಿಂತಿರುಗಿ ಬರುವ ಬರವಣಿಗೆ, സഭയ്ക്ക് വേണ്ടി മഹോപദ്രവം എന്ന പീഡാകാരത്തിന് മുൻപെത്തുന്ന വരവ്, ಸಭೆಗೋಸ್ಕರ ಮಹಾ ಉಪದ್ರವದ ಕಾಲದ ಮುಂಚೆ ಬರುವಂತ ಬರವಣಿಗೆ,
സഭയുമായി മഹാപീഡനത്തിന് ശേഷം എത്തിച്ചേരുന്ന വരവ്, ಸಭೆಯೊಡನೆ ಮಹಾಪೀಡೆ ಅನುಭವಿಸಿದ ನಂತರ ಬರುವ ಬರವಣಿಗೆ, സഭയ്ക്ക് വേണ്ടി മണവാളനായി വരുന്ന വരവ്, ಸಭೆಗೋಸ್ಕರ ಮದಲಿಂಗನಾಗಿ ಬರುವ ಬರವಣಿಗೆ, സഭയുമായി രാജാവും ന്യായാധിപനുമായി വരുന്ന വരവ്, ಸಭೆಗಾಗಿ ರಾಜನಾಗಿ ನ್ಯಾಯಾಧೀಶನಾಗಿ ಬರುವ സഭയ്ക്ക് ಬರವಣಿಗೆ, വേണ്ടി രഹസ്യമായി പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷത, ಸಭೆಗೋಸ್ಕರ ರಹಸ್ಯವಾಗಿ ಪ್ರತ್ಯಕ್ಷನಾಗುವಂತ ಪ್ರತ್ಯಕ್ಷತೆ, സഭയുമായി ഏത് കണ്ണും കുത്തിത്തുളച്ചവര് കാണത്തക്ക നിലയിൽ പ്രത്യക്ഷമാകുന്ന പ്രത്യക്ഷത, ಸಭೆಗೋಸ್ಕರ ಎಲ್ಲಾ ಕಣ್ಣುಗಳು ಕಾಣುವ ಹಾಗೆ ಪ್ರತ್ಯಕ್ಷನಾಗುವಂತ ಬರವಣಿಗೆ, സഭയ്ക്ക് വേണ്ടി മധ്യാകാശം വരെ മാത്രം വരുന്ന പ്രത്യക്ഷത, ಸಭೆಗೋಸ್ಕರ ಮಧ್ಯಾಕಾಶದವರೆಗೂ ಮಾತ್ರ ಬರುವಂತ ಪ್ರತ್ಯಕ್ಷತೆ, സഭയ്ക്ക് വേണ്ടി ഭൂമിയിലെ ഒലിവ് മല വരെ എത്തിച്ചേരുന്ന പ്രത്യക്ഷത, ಸಭೆಗೋಸ್ಕರ ಭೂಮಿಯ ಎಣ್ಣೆ ಗುಡ್ಡದ ಬೆಟ್ಟದ ಮೇಲೆ ಬರುವಂತ ಪ್ರತ್ಯಕ್ಷತೆ, സഭയ്ക്ക് വേണ്ടിയുള്ള വരവ് വിശ്വാസ സമൂഹത്തെ മാത്രം ബാധിക്കുന്നു, ಸಭೆಗೋಸ್ಕರ ಇರುವಂತ ಬರವಣಿಗೆ ನಂಬಿಕೆ ಇರುವಂತ ಜನರಿಗೋಸ್ಕರ ಮಾತ್ರ ಅಳವಡಿಸುವಾಗ, സഭയുമായിട്ടുള്ള വരവ് മുഴു ലോകത്തെയും ബാധിക്കുന്നു, ಸಭೆಯೊಡನೆ ಬರುವಂತ ಬರವಣಿಗೆ ಇಡೀ ಲೋಕವನ್ನು ಬಾಧಿಸುತ್ತದೆ, സഭയ്ക്ക് വേണ്ടി വരുന്ന വരവ് ഏത് സമയത്ത് സംഭവിക്കും, ಸಭೆಗೋಸ್ಕರ ಬರುವಂತ ಬರವಣಿಗೆ ಯಾವ ಸಮಯದಲ್ಲಾದ್ರೂ ಸಂಭವಿಸಬಹುದು, സഭയുമായി വരുന്ന വരവ് വ്യക്തമായ അടയാളങ്ങൾക്ക് ശേഷം മാത്രം സംഭവിക്കും. ಸಭೆಯೊಡನೆ ಬರುವಂತ ಬರವಣಿಗೆ ಸ್ಪಷ್ಟವಾದ ಗುರುತುಗಳು ಕೊಟ್ಟ ನಂತರವೇ ನಡೆಯುವುದು. ഇന്ന് രാത്രി ദൈവമക്കൾ സഭയ്ക്ക് വേണ്ടി വരുന്ന വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്, സഭയുമായി വരുന്ന വരവിന് വേണ്ടി കാത്തിരിക്കുകയല്ല. ಈ ರಾತ್ರಿ ದೇವರ ಮಕ್ಕಳು ಸಭೆಗೋಸ್ಕರ ಬರುವಂತ ಬರವಣಿಗೆಗೋಸ್ಕರ ಕಾಯುತ್ತಾರೆ ಹೊರತು ಸಭೆಯೊಡನೆ ಬರುವಂತ ಬರವಣಿಗೆಗೋಸ್ಕರ നിങ്ങൾ ಕಾಯುತ್ತಿಲ್ಲ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ദൈവമക്കളുടെ മധ്യത്തിൽ വിളിച്ചു പറയുന്നു, ഈ ദിവസങ്ങളൊന്ന് സംഭവിക്കും. ನೀವು ನಂಬಿದರೂ ಇಲ್ಲದಿದ್ದರೂ ದೇವರ ಮಕ್ಕಳೇ ನಿಮ್ಮ ಮುಂದೆ ಹೇಳುತ್ತೇನೆ, ಈ ಹತ್ತಿರ ದಿನಗಳಲ್ಲಿ ನಡೆಯುತ್ತದೆ. ഒരു തലമുറ മരണം കൂടാതെ ഈ മണ്ണിൽ നിന്ന് മാറുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ಒಂದು ಸಂತಾನ ಮರಣವಿಲ್ಲದೆ ಆತನ ಬರವಣಿಗೆ ಸೇರುತ್ತಾರೆ ಎಂಬುದಾಗಿ ನಂಬುವವರು ಕೈಗಳನ್ನು ಎತ್ತಿ ಸ್ತೋತ್ರ ಮಾಡಿ. ഞാനൊരു വാക്യം നിങ്ങളുടെ മധ്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ನಾನೊಂದು ವಾಕ್ಯ ನಿಮ್ಮ ಮುಂದೆ ಹೇಳುತ್ತೇನೆ, ಕೇಳಿ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ನಮಗೆಲ್ಲರಿಗೂ ಗೊತ್ತಿರುವಂತ ವಾಕ್ಯ ಈಗ ಬಿಡಿಸಿ ಇಲ್ಲಿ 1 ಬರೆದಿದ್ದೇನೆ. തെസ്സലോനിക്കർ 4:16. 1 ತೆಸಲೋನಿಕದವರಿಗೆ 4ನೇ ಅಧ್ಯಾಯದ 16ನೇ ವಾಕ್ಯ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, ಕರ್ತನು ತನ್ನ ಗಂಭೀರ ಸದ್ದಿನೊಡನೆ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ಪ್ರಾಮುಖ್ಯವಾದ ದೇವದೂತರ ಶಬ್ದದೊಡನೆ, ദൈവത്തിന്റെ കാഹളത്തോടെ ದೇವರ ತುತ್ತೂರಿಯೊಡನೆ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ಪರಲೋಕದಿಂದ ಇಳಿದು ಬಂದು ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ಕ್ರಿಸ್ತನಲ್ಲಿ ಸತ್ತವರು ಮೊದಲು ಎದ್ದು ಬರುವರು. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ಆಮೇಲೆ ಜೀವನದಿಂದ ಉಳಿದಿರುವ ನಾವು അവരോട് ഒരുമിച്ച് മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ, ಆತನೊಡನೆ ನಾವು ಅಂತರಿಕ್ಷದಲ್ಲಿ ಕರ್ತನನ್ನು ಎದುರುಗೊಳ್ಳುತ್ತೇವೆ. ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ ಅಂತರಿಕ್ಷದಲ್ಲಿ ಆತನೊಡನೆ ಎದುರಿಸುವಂತೆ മേഘങ്ങളിൽ എടുക്കപ്പെടും. ನಾವು ಮೇಘ ವಾಹನದಲ್ಲಿ ಪಕ್ಕನೆ ಒಯ್ಯಲ್ಪಡುತ್ತೇವೆ. ആ കരമൊന്ന് ഉയർത്തി പറഞ്ഞേ, എടുക്കപ്പെടും. ಆ ಕೈಗಳನ್ನೆತ್ತಿ ಹೇಳಿ ನಾವು ಎತ್ತಲ್ಪಡುತ್ತೇವೆ. ആ ശബ്ദമൊന്ന് ഉയർത്തി പറയാമോ, എടുക്കപ്പെടും. ಗಟ್ಟಿಯಾಗಿ ಹೇಳಿ ನಾವು ಒಯ್ಯಲ್ಪಡುತ್ತೇವೆ. ആ കരമൊന്ന് ഉയർത്തി ഒന്ന് വീശിക്കൊണ്ട് പറഞ്ഞ് ಆ എടുക്കപ്പെടും. ಕೈಯನ್ನು ಆಡಿಸುತ್ತಾ ಹೇಳಿ ಎತ್ತಲ್ಪಡುತ್ತೇವೆ. തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവയ്പും നടത്തുന്ന എല്ലാവരെയും കോരിയെടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോയി പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് സകല കിരീടവും തലേ ചെന്ന് തന്ന് മാനിക്കാനല്ല കർത്താവ് വരുന്നത് കേട്ടോ, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ വരുന്നത്. ಮೋಸ ಮಾಡುವಂತಹ ದುಷ್ಟ ಕಾರ್ಯಗಳನ್ನು ಮಾಡುವಂತಹ ಜನರಿಗೋಸ್ಕರ ಆತನು ತೆಗೆದುಕೊಂಡು ಮೇಲಕ್ಕೆ ಹೋಗಿ ಕಿರೀಟ ಕೊಡುವಂತಲ್ಲ, ಕರ್ತನಿಗೋಸ್ಕರ ಪರಿಶುದ್ಧತೆಯಿಂದ ಕಾಯುವವರಿಗೋಸ್ಕರ ಬರುತ್ತಿದ್ದಾನೆ. അടുത്തിരിക്കുന്ന ആളിന് കരമൊന്ന് കൊടുത്തിട്ട് മുഖത്തോട്ട് നോക്കി ഒന്ന് സ്തോത്രം ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞ് എടുക്കപ്പെടും. നമ്മൾ എടുക്കപ്പെടും. ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಕೈ ಕೊಟ್ಟು ಅವರ ಮುಖ ನಗಾಡುತ್ತಾ ಸ್ತೋತ್ರ ಮಾಡುತ್ತಾ ಹೇಳಿ ನಾವು ಎತ್ತಲ್ಪಡುತ್ತೇವೆ. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് അതൊന്നും സാധ്യതയില്ലെന്നുള്ള മട്ടിലായിരിക്കും. ಕೆಲವರು ಕೂತಿರುವುದು ನೋಡಿದರೆ ಖಂಡಿತ ಖಂಡಿತ ಇದು ನಡೆಯುವುದಿಲ್ಲ ಎಂಬುದಾಗಿ എത്ര ನೆನೆಸುತ್ತಿದ್ದಾರೆ. ദൈവജനം വിശ്വസിക്കുന്നുണ്ട് എടുക്കപ്പെടുമെന്ന്? ಎಷ್ಟು ಮಂದಿ ನಂಬುತ್ತೀರಿ ಎತ್ತಲ್ಪಡುತ್ತೇನೆ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പറയട്ടെ, ഒരിക്കൽ അമേരിക്കയിൽ ഒരു പ്രായമുള്ള വൃദ്ധനായ മനുഷ്യൻ മരിച്ചു. ನೋಡಿ, ಅಮೆರಿಕದಲ್ಲಿ ಒಂದು ವಯಸ್ಸಾದ ಒಬ್ಬ ವ್ಯಕ್ತಿ ತೀರಿ ಹೋದನಂತೆ. അയാളുടെ അതേ ഇഷ്ടനായി നിന്ന മനസ്സ് തുറന്ന് സ്നേഹിച്ച ഇഷ്ടനായി നിന്ന ഒരു അടിമയുണ്ടായിരുന്നു. ಆತನ ಮನಸಾರೆ ಪ್ರೀತಿಸಿದಂತ ಒಬ್ಬ ಗುಲಾಮನಿದ್ದನಂತೆ. ശവമടക്ക് കഴിഞ്ഞ് വന്ന് എല്ലാരും കൂടെ കുശല പ്രശ്നം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ಈಗ ಸಮಾಧಿಯ ಸೇವೆಗಳೆಲ್ಲ ಮುಗಿದ ನಂತರ ಎಲ್ಲರೂ ಮಾತುಕತೆ ಹೇಳುತ್ತಿರುವ ಸಮಯ, വീട്ടുകാർ പറഞ്ഞു, നമ്മുടെ അച്ചായൻ സ്വർഗത്തിൽ തന്നെ പോയിട്ടുണ്ട്. ಮನೆಯವರೆಲ್ಲ ಹೇಳಿದರು, ನಮ್ಮ ಅಣ್ಣನವರು ಪರಲೋಕಕ್ಕೆ ಹೋಗಿದ್ದಾರೆ. കുടിക്കാനുള്ള വെള്ളം കൊണ്ട് കൊടുത്തേച്ച് ഈ അടിമയായിരിക്കുന്ന വീട്ടുവേലക്കാരൻ പറഞ്ഞു, അദ്ദേഹം അവിടെ പോയിട്ടില്ല. ಕುಡಿಯಲು ನೀರು ಇವರಿಗೆ ತಂದು ಕೊಟ್ಟು ಆ ಗುಲಾಮನು ಮನೆಯಲ್ಲಿ ಕೆಲಸ ಮಾಡುತ್ತಿದ್ದ ವ್ಯಕ್ತಿ ಹೇಳುತ್ತಾನೆ, ಖಂಡಿತ ನಮ್ಮ ಅಣ್ಣನವರು ഈ ಪರಲೋಕಕ್ಕೆ പ്രായമുള്ള ಹೋಗಿಲ್ಲ. ആൾക്കാർ പറഞ്ഞടാ, ഈ മരിച്ചു കഴിഞ്ഞെങ്കിലും നല്ല രണ്ട് വാക്ക് പറ, എന്തിനാ നീ ഇങ്ങനെ പറയുന്നത്? ഇല്ല, അച്ചായൻ അവിടെ പോയിട്ടില്ല. ನೋಡಿ, ಕೇಳುತ್ತಿದ್ದ ಜನರು ಹೇಳಿದ್ರು, ಸತ್ತೋಗಿದ್ದಾರಲ್ಲ, ಈಗಾದ್ರೂ ಒಳ್ಳೆ ಮಾತೆರಡು ಹೇಳಿ. ಆಗ ಈತ ಸೇವಕ ಹೇಳುತ್ತಾನೆ, ಇಲ್ಲ, ನಮ್ಮ ಅಣ್ಣನವರಲ್ಲಿ ಹೋಗ್ಲೇ ಇಲ್ಲ. ഈ സാധു പറഞ്ഞു കേൾക്കണോ? ಈ ಸಾಧುವಾದ ವ್ಯಕ್ತಿ ಹೇಳಿದ್ದನ್ನು ಗೊತ್ತಾ? അച്ചായൻ എവിടെയും പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് പറയും. ಅಣ್ಣನವರು ಎಲ್ಲಾದ್ರೂ ಹೋಗುವ ಮುಂಚೆ ನನ್ನ ಬಳಿ ಹೇಳಿಯೇ ಹೋಗುವುದು. കിഴക്കോട്ട് പോവുക, വടക്കോട്ട് പോവുക, പടിഞ്ഞാറോട്ട് പോവുക, ഇത്ര ദിവസം താമസിക്കും, ഇത്ര ജോഡി ഡ്രസ്സ് എടുത്ത് വെക്കണം, ഇന്ന പെട്ടി തയ്യാറാക്കണം. പോകാൻ തീരുമാനിച്ച പിന്നെ പോകുന്ന സ്ഥലത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക പുള്ളിയുടെ ഒരു സ്വഭാവമാണ്. ಪೂರ್ವಕ್ಕೆ ಪಶ್ಚಿಮಕ್ಕೆ ಎಲ್ಲಾದ್ರೂ ಒಂದು
ಕಡೆ ಹೋದರೆ ಇಷ್ಟು ದಿನಕ್ಕೆ ಹೋಗಿ ಬರುತ್ತೇನೆ, ಇಷ್ಟು ಬಟ್ಟೆ ಜೋಡಿಸು, ಇಷ್ಟು ಪೆಟ್ಟಿಯಲ್ಲಿ ಹಾಕು ಎಂಬುದಾಗಿ ಹೇಳಿಯೇ ಹೋಗೋ ಮುಂಚೆ ಹೇಳುತ್ತಲೇ ಇರುತ್ತಾರೆ ನಮ್ಮ ಅಣ್ಣನವರು. 25 കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ ജോലി ചെയ്യുന്നു. 25 ವರ್ಷದಿಂದ ಈ ಮನೆಯ ಸೇವಕನಾಗಿದ್ದೇನೆ. പോകാൻ തീരുമാനിച്ച പിന്നെ പോകുന്ന സ്ഥലത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. ಹೋಗುವ ಸ್ಥಳದ ಬಗ್ಗೆ ಹೇಳುತ್ತಲೇ ಇರುವುದು ಈ ಅಣ್ಣನವರ ಸ್ವಭಾವ. പക്ഷെ ഇത്രയും നാളായി പുള്ളിയുടെ വായി നീ പറഞ്ഞ സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടില്ല. ಆದ್ರೆ ಇಷ್ಟು ದಿನವಾಗಿ ಇಲ್ಲಿಗೆ ಹೋಗುವಂತ ಸ್ಥಳದ ಬಗ್ಗೆ ಈ ವ್ಯಕ್ತಿ ಹೇಳಲೇ ಇಲ್ಲ. പുള്ളി പോയിട്ടില്ല. ಆದ್ರಿಂದ ಈತನು ಹೋಗಲೇ ಇಲ್ಲ. ഇന്ന് രാത്രി പറയട്ടെ, കർത്താവിന്റെ വരവിനെ കുറിച്ച് ഒരു പ്രാവശ്യം പോലും കേൾക്കാത്ത സഭകൾ പലതും ഭൗതിക വിഷയത്തിൽ കണ്ണു നട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നിത്യതയ്ക്കായി ഒരുങ്ങാൻ ഒരാളുണ്ടെങ്കിൽ ഞങ്ങൾ ധന്യരായി സ്വർഗ്ഗ സന്തോഷിക്കുന്ന രാത്രിയാണ്. ಅನೇಕ ಸಭೆಗಳಲ್ಲಿ ಕರ್ತನ ಬರವಣಿಗೆ ಬಗ್ಗೆ ಹೇಳದೆ ತಮ್ಮ ಪುನರುದ್ಧಾನ ತನ್ನ ಪುನರ್ಸ್ಥಾಪನೆಯ ಕಾರ್ಯಗಳನ್ನು ಹೇಳುತ್ತಾ ಇರುವಾಗ ಒಬ್ಬರಾದ್ರೂ ಇಲ್ಲಿ ಕರ್ತನ ಬರವಣಿಗೆಗೋಸ್ಕರ ಸಿದ್ಧರಾಗಿದ್ದಾರೆ. എടുക്കപ്പെടും എന്ന പ്രയോഗം മലയാളത്തിൽ വായിക്കുമ്പോൾ കോട്ടപ്പ് എന്ന ഇംഗ്ലീഷിൽ വായിക്കുന്നു, റാപ്ചർ എന്ന ഗ്രീക്കിൽ വായിക്കുന്നു. ಎತ್ತಲ್ಪಡುವಂತ ಕಾರ್ಯದ ಬಗ್ಗೆ ಕಾಟಪ್ ಅಥವಾ ರಾಪ್ಚರ್ ಎನ್ನುವಂತದ್ದು ಇಂಗ್ಲಿಷ್ ಪದ. അങ്ങനെയാണെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ റാഞ്ചുക എന്ന പ്രയോഗം ഉപയോഗിക്കാം. ಅದು ಸ್ಪಷ್ಟವಾಗಿ ಇನ್ನೂ ಆಳವಾದಂತ ಭಾಷೆಯಲ್ಲಿ ಹೇಳುವುದಾದ್ರೆ ಕೊಯ್ಯಲ್ಪಡುವುದು ಎಂಬುದಾಗಿ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് റാഞ്ചുക എന്താണെന്ന് മലയാളികൾക്ക് അറിയാം. ಇಲ್ಲಿರುವಂತ ದೇವರ ಮಕ್ಕಳಿಗೆ ಕೊಚ್ಚಿಕೊಂಡು ತೆಗೆದುಕೊಂಡು ಹೋಗುವ ಕಾರ್ಯ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ അടുത്ത ಅರ್ಥವಾಗುತ್ತದೆ. വൃക്ഷക്കൊമ്പിൽ കുത്തിയിരിക്കുന്ന ഒരു കഴുകൻ, ನೋಡಿ, ಹತ್ತಿರ ಮರದ ರೊಂಬೆಯಲ್ಲಿ ಕೂತಿರುವಂತಹ ಒಂದು ಹದ್ದು, താഴെ ചിക്കിച്ചികയുന്ന ഒരു കോഴിക്കുഞ്ഞ്, ಕೆಳಗೆ ಚಿಗುರುತ್ತಾ ನಿಂತಿರುವಂತಹ ಕೋಳಿ ಮರಿ. ഒരു മുന്നറിയിപ്പും കൂടാതെ വൃക്ഷക്കൊമ്പിൽ നിന്ന് ഈ കഴുകൻ പാഞ്ഞിറങ്ങി ഈ കോഴിക്കുഞ്ഞിനെ കാലിൽ കുരുക്കി പൊങ്ങുന്നത് പോലെ ಯಾವ ಮುನ್ಸೂಚನೆ ಕೊಡದಂತೆ ಈ ಕೋಳಿ ಮರಿಯನ್ನು ಕಾಲಿನಿಂದ ತೆಗೆದುಕೊಂಡು ಹೋಗುವಂತ ಹದ್ದಿನ ಹಾಗೆ ഈ ചരിത്രത്തിലെ ഒരു പ്രത്യേക ദശാസന്ധിയിൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ അടുത്ത് കിടക്കുന്നവർ പോലും തിരിച്ചറിയാതെ ഈ മണ്ണിൽ നിന്ന് പ്രത്യക്ഷമായി യാത്ര പറയും. ಈ ಹತ್ತಿರ ದಿನಗಳಲ್ಲಿ ಯೇಸುವಿನ ಬರವಣಿಗೆಗೋಸ್ಕರ ನಿರೀಕ್ಷೆಯಿಂದ ಕಾಯುವಂತವರಿಗೆ ಪಕ್ಕದವರಿಗೂ ಗೊತ್ತಾಗದಂತೆ ಯೇಸುವಿನ ಬರವಣಿಗೆಯಲ್ಲಿ ಹೊಯ್ಯಲ್ಪಡುತ್ತಾರೆ. ನೋಡಿ, അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആ രംഗം ഓർത്താൽ വാപൂട്ടി ഇരിക്കുകയില്ല. ಅದನ್ನು ತಿಳಿದುಕೊಂಡಂತ ದೇವರ ಮಕ್ಕಳು ಆ ಸಂದರ್ಭ ನೆನೆಸುವಾಗ ಬಾಯಿ ಮುಚ್ಚಿ ಕುಳಿತುಕೊಳ್ಳಲಾರರು. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുന്നെങ്കിലും അപ്പോൾ നാം പ്രാപിക്കാൻ തുടങ്ങുന്ന മഹത്വ ശരീരത്തിന്റെ പ്രഭയൊന്ന് മനസ്സിലേക്ക് വന്നാൽ നിനക്ക് വായടച്ചിരിക്കാൻ കഴിയുകയില്ല. നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കും. ಇಂದಿನ ತರಗತಿಯಲ್ಲಿ ನಾನು ಯೇಸುವಿನ ಬರವಣಿಗೆ ಬಗ್ಗೆ ಹೇಳುವಾಗ ಅದರ ನಿರೀಕ್ಷೆ ನಿಮ್ಮ ಒಳಗಿದ್ದರೆ ಖಂಡಿತ ಬಾಯಿ ಮುಚ್ಚಿ ನಿಮಗೆ ಕುಳಿತುಕೊಳ್ಳಲು ಸಾಧ್ಯವಿಲ್ಲ. എന്റെ അവരവരുടെ നെഞ്ചത്തോട്ട് കൈയൊന്ന് വെച്ചിട്ട് പറഞ്ഞ് ഞാൻ എടുക്കപ്പെടും. ಎಲ್ಲರೂ ತಮ್ಮ ಎದೆಯ ಮೇಲೆ ಕೈ ಇಟ್ಟು ಹೇಳಿ, ನಾನು ಒಯ್ಯಲ್ಪಡುತ್ತೇನೆ. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നീ പ്രാപിക്കാൻ തുടങ്ങുന്ന ശരീരത്തിന്റെ മഹത്വം എന്തായിരിക്കും? ಹಾಗಿದ್ದರೆ ನೀನು ಹೊಂದಲಿರುವಂತ ಶರೀರದ ಮಹಿಮೆ ಏನಾಗಿರುತ್ತದೆ? ഏതാണ്ട് 7 കൂട്ടം പ്രത്യേകതകൾ ഉള്ളടക്കം ചെയ്ത ആളത്വമായി ഈ ശരീരം മാറാൻ തുടങ്ങുക. ನೋಡಿ, 7 ರೀತಿಯ ಸಂಗತಿಗಳಲ್ಲಿ ಶರೀರ ಮಾರ್ಪಟ್ಟು ಸಾಗಲಿದೆ. കൊച്ചു കാര്യമല്ല കേട്ടോ. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ಸಣ್ಣ ಕಾರ್ಯವಲ್ಲ, ಕೈಗಳನ್ನೆತ್ತಿ ದೇವರಿಗೆ ಮಹಿಮೆ ഈ ಕೊಡಿ. രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആരാധിക്കണമെങ്കിൽ ഇതിന്റെ മുന്നിൽ ആരാധിക്കണം. ನೋಡಿ, ಅಭಿಷೇಕ ಹೊಂದಿದ ದೇವರ ಮಕ್ಕಳು ಆರಾಧಿಸಬೇಕಾದ್ರೆ ಈ ಪದಗಳ ಮುಂದೆ ಆರಾಧಿಸಬೇಕು. അല്ലാതെ സൈക്കിളുമായിട്ട് വന്നാൽ ലോറിയുമായിട്ട് പോകാമെന്ന് കേൾക്കുമ്പോഴല്ല ആരാധിക്കേണ്ടത്. ನೋಡಿ, ಅಲ್ಲ ಸೈಕಲ್ ಒಡನೆ ನೀವು ದೇವಾಲಯಕ್ಕೆ ಬಂದ್ರೆ ಲಾರಿ ಪಡೆದು ಹೋಗುತ್ತೀರಿ ಎಂಬುದಾಗಿ ಕೇಳುವಾಗ ഈ രാത്രി നിത്യതയ്ക്കായി ഒരു കണ്ണ് തുറന്നാൽ സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാ. ಈ ರಾತ್ರಿ ನಿತ್ಯ ಜೀವನದ ಬಗ್ಗೆ ನಿಮ್ಮ ಒಳ ಕಣ್ಣುಗಳು ತೆರೆದಿದ್ದರೆ ಪರಲೋಕ ದೇವರು ಸಂತೋಷಗೊಳ್ಳುತ್ತಾನೆ. എന്റെ യേശു ഉയർപ്പിൽ പ്രാപിച്ച ശരീരത്തിന് എന്തെല്ലാം മഹത്വമുണ്ടോ അത്രയും മഹത്വം സാധുവായ നിന്റെ ഈ ചുക്കിച്ചുളുങ്ങിയ ശരീരം പ്രാപിക്കുന്ന ദിവസം ഈ ദിവസങ്ങളിൽ ഒന്നിൽ സംഭവിക്കുമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞ ഞാൻ എടുക്കപ്പെടും. ನೋಡಿ, ಯೇಸುವಿನ ಎರಡನೇ ಬರವಣಿಗೆಯಲ್ಲಿ ಯೇಸುವಿನ ಶರೀರ ಯಾವ ರೀತಿ ಮಾರ್ಪಟ್ಟಿತ್ತು, ಯೇಸುವಿನ ಪುನರುದ್ಧಾನದಲ್ಲಿ ಮಾರ್ಪಟ್ಟಿತ್ತು, ಆ ರೀತಿ ನಮ್ಮ ಒಣಗಿದ ಈ ಶರೀರ ಆ ರೀತಿ ಬದಲಾಗಲಿದೆ ಎನ್ನುವಂಥದ್ದು ನಂಬುವುದಾದ್ರೆ ದೇವರ ಮಕ್ಕಳು ದೇವರನ್ನು നമ്മുടെ വാഴ്ത്തപ്പെട്ട ಕೊಂಡಾಡುತ್ತಾರೆ. കർത്താവിന്റെ മഹത്വ ശരീരത്തിന്റെ പ്രത്യേകത ഈ ശരീരം അണിയുമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട് ഇവിടെ? ಕರ್ತನ ಮಹಿಮೆಯ ಶರೀರದ ಹಾಗೆ ಈ ಶರೀರ ಕೂಡ ಮಾರ್ಪಡುತ್ತದೆ ಎಂಬುದಾಗಿ ತಿಳಿದುಕೊಂಡಿರುವವರು ಎಷ್ಟು ಮಂದಿ ಇದ್ದೀರಿ ಇಲ್ಲಿ? കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ് അവന്റെ ആ കല്ലറയ്ക്കൽ നിൽക്കുന്ന സമയം മറിയ അവനെ സ്പർശിക്കുവാൻ അടുക്കുമ്പോൾ, ನೋಡಿ, ಸಮಾಧಿಯನ್ನು ದಾಟಿ ಬಂದಂತ ಯೇಸು ಸ್ವಾಮಿ ಆತನನ್ನು ತನ್ನ ಮರಿಯಳು ಸ್ಪರ್ಶಿಸಲು ಹೋದಾಗ, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ലെന്നുള്ള യേശുവിന്റെ മറുപടി. ನನ್ನನ್ನು ಮುಟ್ಟಬೇಡ, ನಾನು ಇನ್ನೂ ತಂದೆಯ ಬಳಿಗೆ ಹೋಗಲಿಲ್ಲ ಅನ್ನುವಂಥದ್ದು ಯೇಸುವಿನ ಉತ್ತರ. ശ്രദ്ധിക്കണേ, ഇവിടുന്ന് പിതാവിന്റെ അടുക്ക വരെ എത്ര കിലോമീറ്റർ യാത്രയുണ്ട്? ಗಮನಿಸಿ, ಇಲ್ಲಿಂದ ತಂದೆಯ ಬಳಿವರೆಗೂ ಹೋಗಲು ಎಷ್ಟು ಕಿಲೋಮೀಟರ್ ಪ್ರಯಾಣ ಮಾಡಬೇಕು? ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവും എന്ന് വചനം പറയുന്നു. ಉತ್ತರಗಿರಿಯಾದ ಚಿಯೋನು ಬಹಳ ಮನೋಹರ, ಎಲ್ಲರ ಕಣ್ಣುಗಳಲ್ಲಿ ಹರ್ಷ ಎಂಬುದಾಗಿ ಹೇಳುತ್ತದೆ. അങ്ങനെയാണെങ്കിൽ ഈ നക്ഷത്രങ്ങൾക്കും ഗാലക്സികൾക്കും നെബുലകൾക്കും ഒക്കെ മുകളിലാണ് മഹാദൈവത്തിന്റെ സിംഹാസന സ്ഥാനം. ಹಾಗಿದ್ದರೆ ಈ ಲೋಕ
ಲೋಕದ ನಕ್ಷತ್ರ ಲೋಕಕ್ಕೆ ಮೇಲಾಗಿರುವಂತದ್ದೇ ಕರ್ತನ ಮಹಾಸಿಂಹಾಸನದ ಸ್ಥಳ. 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് 6000 ഡിഗ്രി സെൽഷ്യസിൽ കത്തിത്തിളയ്ക്കുന്ന സൂര്യബിംബം. 9,30,00,000 ഡിഗ്രി ദൂരದಲ್ಲಿ മൈലുകൾ ദൂರ ನಿಂತಿರುವಂತಹ ಸೂರ್ಯನ ರೇಷ್ಮೆಗಳು. പിന്നെയും ഗാലക്സികൾ നെബുലകൾ ഇങ്ങനെ കടക്കുകയാണ്. ಅದರ ನಂತರ ಗ್ಯಾಲಕ್ಸಿಗಳು ನಬುಲಗಳು ಇನ್ನೂ ಇವೆ. ഞാൻ ചോദിക്കട്ടെ, ചന്ദ്രബിംബം വരെ പോകാൻ ആൾട്ടറും ആംസ്ട്രോങ്ങിനും എത്ര മണിക്കൂർ എടുക്കേണ്ടി വന്നു? ನೋಡಿ, ಚಂದ್ರಲೋಕಕ್ಕೆ ಆಲ್ಬರ್ಟ್ ಆನ್ಸ್ಟಾಮ್ ಹೋಗಲು ಎಷ್ಟು ಸಮಯ ತೆಗೆದುಕೊಂಡರು? 65 നീണ്ട മണിക്കൂർ കൊണ്ടാണ് അവിടെ എത്തിയത്. 65 ಗಂಟೆಗಟ್ಟಲೆ ಸಮಯ ಬೇಕಿತ್ತು ಅಲ್ಲಿ ಹೋಗಲು. അതേ വേഗതയിൽ യാത്ര ചെയ്താൽ 434 കോടി കിലോമീറ്റർ പിന്നിട്ട് നെപ്റ്റ്യൂണിൽ എത്താൻ 12 കൊല്ലം എടുക്കും. ನೋಡಿ, ಅದೇ ವೇಗದಲ್ಲಿ 437,000 ಮೈಲುಗಳು ದೂರ ಕೋಟಿ ಮೈಲುಗಳು ದೂರ ಹೋಗಬೇಕಿದ್ದರೆ ಎಷ್ಟೋ 12 ವರ್ಷಗಳ ಮೇಲೆ ತೆಗೆದುಕೊಳ್ಳುತ್ತದೆ. ചന്ദ്രബിംബം വരെ എത്താൻ 12 മണിക്കൂർ എടുത്തല്ല, 24 മണിക്കൂർ എടുത്തതല്ല, എന്തിന് 48 മണിക്കൂർ എടുത്തതല്ല, 2 ദിവസത്തിലധികം എടുത്ത് അവിടെ വരെ എത്താൻ. ನೋಡಿ, ಚಂದ್ರಲೋಕಕ್ಕೆ ಹೋಗಲು 12 ಗಂಟೆ ಕಾಲ ಅಲ್ಲ, 24 ಗಂಟೆ ಕಾಲ ಅಲ್ಲ, 48 ಗಂಟೆ ಕಾಲ ಅಲ್ಲ, 2 ದಿನಗಳಿಗಿಂತ ಹೆಚ್ಚು ಸಮಯ ಬೇಕಿತ್ತು ಅಲ್ಲಿ ಹೋಗಲು. എന്നാൽ രാവിലെ പുറപ്പെട്ട കർത്താവ് വൈകിട്ട് വന്ന് ശിഷ്യന്മാരുടെ നടുവിൽ വെളിപ്പെട്ടിട്ട് പറയുന്നു, നിങ്ങൾ എന്നെ തൊട്ടു നോക്കുക, ഭൂതങ്ങൾക്ക് എനിക്കുന്നുള്ളത് പോലെ അസ്ഥിയും മാംസവും ഇല്ലല്ലോ. ನೋಡಿ, ಅದೇ ಬೆಳಗ್ಗೆ ಮರಿಯಳಿಗೆ ಪ್ರತ್ಯಕ್ಷನಾದ ದೇವರು ಸಂಜೆ ಶಿಷ್ಯರಿಗೆ ಪ್ರತ್ಯಕ್ಷನಾಗಿ ಹೇಳುತ್ತಾನೆ, ನನ್ನನ್ನು ಮುಟ್ಟಿ ನೋಡು, ಈ ದೆವ್ವಗಳಿಗೆ ಇಂತಹ ಮಾಂಸ ರಕ್ತ ಇರುವ ಶರೀರವಿಲ್ಲವಲ್ಲ. അങ്ങനെയാണെങ്കിൽ രാവിലത്തേതിനും ഉച്ച കഴിഞ്ഞത്തേതിനും ഇടയിൽ പിതാവിന്റെ സന്നിധിയിൽ പോയേച്ച് വന്ന ശരീരമാണ് കർത്താവിന്റെ ശരീരം. ಹಾಗಿದ್ರೆ ಬೆಳಗಿಗೂ ಮಧ್ಯಾಹ್ನಕ್ಕೂ ಮಧ್ಯದಲ್ಲಿ ತಂದೆಯ ಬಳಿಗೆ ಹೋಗಿ ಹಿಂತಿರುಗಿ ಬಂದಂತ ಶರೀರವಾಗಿತ್ತು ಸ್ವಾಮಿ ಅದು. ഈ രാത്രിയിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ಈ ರಾತ್ರಿ ನಿಮ್ಮ കൈಗಳನ್ನು ಸ್ವಲ್ಪ ಮೇಲಕ್ಕೆ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരായി തീരുമെങ്കിൽ ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ ഉടമസ്ഥരായ കൃപ ലഭിച്ച ദൈവപൈതലേ, നീ ധരിക്കാൻ തുടങ്ങുന്നത് 98 ശിഷ്ടവുമുള്ള ഒരു ബലഹീനന്റെ ചുക്കിച്ചുളിഞ്ഞ ശരീരമല്ല. 33.5 തിരുവയസ്സിൽ നമ്മുടെ കർത്താവ് കല്ലറയെ ഭേദിച്ചപ്പോൾ ഉയർപ്പിൽ പ്രാപിച്ച ശരീരമായിരിക്കും നീ പ്രാപിക്കാൻ തുടങ്ങുന്ന നോർത്താൽ നിനക്ക് ആ ഉയർത്തിയ കരങ്ങളോട് ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയും. ದೇವರನ್ನು ನಾವು ಕಾಣುವಂತೆ, ಆತನ ಬರವಣಿಗೆಯಲ್ಲಿ ಕಾಣುವಂತೆ ನಮ್ಮ ಈ ಶರೀರ 98 ವಯಸ್ಸು ಅಥವಾ ಬಹಳ ಕೊಂಚವಾಗಿರುವಂತ ಈ ಶರೀರವಲ್ಲ. ಆತನು ಪ್ರತ್ಯಕ್ಷನಾದ ಹಾಗೆ ಪುನರುದ್ಧಾನದ ನಂತರ ಇರುವ ಶರೀರ ನಮ್ಮದು ಮಾರ್ಪಡುತ್ತದೆ ಎನ್ನುವಂಥದ್ದು ನಾವು ಕೈಗಳನ್ನೆತ್ತುವಾಗ ಆರಾಧಿಸುತ್ತೇವೆ. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ನಾವು ಮಣ್ಣಿನ ಒಡಮೆಯಾದ ಶರೀರವನ್ನು ಹೊತ್ತಿದ ಹಾಗೆ ಆ ನಿರೀಕ್ಷೆಯುಳ್ಳ ಶರೀರ ಕೂಡ ನಾವು ಹೊರುತ್ತೇವೆ. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഉയർപ്പിൽ പ്രാപിച്ച ശരീരത്തിന് മഹത്വം എത്രയുണ്ടോ അത് പ്രാപിച്ച് ഉയർത്താൻ ദൈവം നിന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. ಹಾಗಿದ್ದರೆ ಕರ್ತನು ಮಹಿಮೆಯಲ್ಲಿ ಪಡೆದಂತ ಶರೀರದ ಮಹಿಮೆ ಎಷ್ಟಿದೆಯೋ ಅದೇ ಹೊಂದಿಕೊಳ್ಳಲು ನಿನ್ನನ್ನು ದೇವರು അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി യോഗം അവസാനിക്കും മുൻപ് കാഹളം തൊലിച്ചാൽ മരണത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന ദൈവമക്കൾ പ്രാപിക്കാൻ തുടങ്ങുന്ന ശരീരം കരയോ മതിലോ മുറിയോ തടസ്സം കൂടാതെ സൂപ്പർസോണിക് ജെറ്റ് പ്ലെയിൻ പറക്കുന്നതിനേക്കാൾ വേഗതയിൽ നക്ഷത്ര മണ്ഡലങ്ങൾക്കപ്പുറത്തേക്ക് പറന്നു കയറാൻ കഴിവുള്ള ശരീരമായിരിക്കും നീ ഉയർപ്പിൽ പ്രാപിക്കാൻ തുടങ്ങുന്നത്. ನೋಡಿ, ಹಾಗಿದ್ದರೆ ನೀವು ಈ ಕೂಟ ಮುಗಿಯುವಷ್ಟರಲ್ಲಿ ಕರ್ತನ ಬರವಣಿಗೆ ತುತ್ತೂರಿಯ ಶಬ್ದ ಕೇಳಿದರೆ ಸೂಪರ್ಟಾನಿಕ್ ಫ್ಲೈಟ್ಗಳು ಹಾರುವುದಕ್ಕಿಂತ ಇನ್ನೂ ಹೆಚ್ಚಾಗಿ ವೇಗವಾಗಿ ಪ್ರಯಾಣ ಮಾಡಲು ಸಾಧ್ಯವಿರುವಂತಹ ಕರ್ತನ ಪುನರುದ್ಧಾನದ ಶರೀರ ಹೊಂದಲಿಕ್ಕೆ ನೀವಿರುವುದು. ಅದು ವಾದಕ ಸಂಚಯವೋ ವಾಯುವ್ಯೂಹಮೋ ಅಲ್ಲ. ಅದು ಯಾವ ವಾಯುವ ಮೂಲಕ ಸಂಚರಿಸುವಂತ ವಾಹನದ ಹಾಗಲ್ಲ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തൊട്ടു നോക്കുക, ഭൂതങ്ങൾക്ക് എനിക്ക് ഇന്നുള്ളത് പോലെ അസ്ഥിയും മാംസവും ഇല്ലല്ലോ. ಕರ್ತನು ಹೇಳುತ್ತಾನೆ, ನನ್ನನ್ನು ಮುಟ್ಟಿ ನೋಡು, ದೆವ್ವಗಳಿಗೆ ಈಗಿರುವ ಹಾಗೆ ಎಲುಬುಗಳು ಮಾಂಸಗಳು ಇಲ್ಲವಲ್ಲ. അങ്ങനെയാണെങ്കിൽ അസ്ഥിയും മാംസവുമുള്ള ശരീരമാണ് കർത്താവ് ഉയർപ്പിൽ പ്രാപിച്ചത്. ಹಾಗಿದ್ದರೆ ಮಾಂಸವು ಎಲುಬುಗಳು ಇದ್ದಂತ ಶರೀರವನ್ನೇ ಕರ್ತನು ಪುನರುದ್ಧಾನದಲ್ಲಿ ಹೊಂದಿಕೊಂಡಿದ್ದು. ആത്മശരീരമാണെങ്കിലും അത് സ്പർശനവേദ്യമായിരുന്നു. ಆತ್ಮ ಶರೀರವಾಗಿದ್ದರೆ ಅದು ಸ್ಪರ್ಶಿಸಲು ಅಸಾಧ್ಯವಾಗುತ್ತಿತ್ತು. കാരണം ശിഷ്യന്മാർ അവന്റെ കാൽ പിടിച്ച് നമസ്കരിച്ചു. തോമസ് ആ മുറിവുകളിൽ വിരലിട്ടു. ನೋಡಿ, ಯಾಕಂದರೆ ಆತನ ಶಿಷ್ಯರು ಆತನನ್ನು ಸ್ಪರ್ಶಿಸಿದರು, ಮುಟ್ಟಿದರು. തോമನು ಆತನ ಗಾಯಗಳಿಗೆ ಕೈ ಬೆರಳು ಹಾಕಿದನು. വേണ്ടി വന്നാൽ കഴിക്കുകയും കഴിക്കാതിരിക്കുകയും ചെയ്യാൻ കഴിയുന്ന ശരീരമായിരിക്കും. ಬೇಕಿದ್ದರೆ ತಿನ್ನಬಹುದು, ಬೇಡದಿದ್ದರೆ ತಿನ್ನದೇ ಇರಲು ಕೂಡ ಸಾಧ್ಯ. അവരുടെ കൺമുൻപിൽ വെച്ച് വറുത്ത മീനും തേൻകട്ടയും വായിൽ വെച്ച് ചവച്ചരച്ച് കഴിച്ചു. ಅವರ ಕಣ್ಣಿನ ಮುಂದೆ ಸುಟ್ಟಂತಹ ಮೀನು ಮತ್ತೆ ಜೇನನ್ನು ಕೂಡ ಅವರ ಮುಂದೆ ತಿಂದು ತೋರಿಸಿದನು. മാനുഷിക ബലഹീനതയുടെ ഒരു ഊനവും ഇല്ലാത്ത ശരീരമായിരുന്നു. ಮಾನಸಿಕ ಬಲಹೀನತೆಯ ಒಂದು ಸ್ವಲ್ಪ ಕೂಡ ಇಲ್ಲದೆ ಇರುವಂತಹ ಶರೀರವಾಗಿತ್ತು. അങ്ങനെയാണെങ്കിൽ അതേ ശരീരം പ്രാപിച്ച് നിത്യതയ്ക്കായി ഉയരാൻ ദൈവം വേർതിരിച്ചു വെച്ചിരിക്കുന്ന ദൈവമക്കളായി ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ. ಅದೇ ಶರೀರ ಹೊಂದುವಂತೆ ದೇವರು ಬೇರ್ಪಡಿಸಿ ನಿತ್ಯತೆಗೋಸ್ಕರ ಇಟ್ಟಿರುವಂತಹ ದೇವರ ಮಕ್ಕಳೇ ಇಲ್ಲಿ ದೇವರನ್ನು ಆರಾಧಿಸುತ್ತಾರೆ.
കാഹളത്തിന്റെ ഉരത്ത നാദം മധ്യാകാശത്തിൽ മുഴങ്ങുമ്പോൾ ഈ ദിവസങ്ങളിൽ ഒന്നിൽ നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും, നിങ്ങൾ രണ്ടുപേർ കിടക്കയിലാണെങ്കിൽ അതിൽ നിന്ന്, നിങ്ങൾ വയലിലാണെങ്കിൽ അവിടെ നിന്ന്, നിങ്ങൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അതിശക്തമായ ദൈവാഭിഷേകത്തിന്റെ ദിവ്യ വ്യാപാരത്താൽ ഈ പ്രകൃതിയുടെ ശക്തിയെ വിലയ്ക്ക് ബന്ധിച്ചുകൊണ്ട്, ഇതിന്റെ ഗുരുത്വാകർഷണ ശക്തിയെ ബന്ധിച്ച് ഇതിനിടയിലൂടെ നക്ഷത്ര ഗോളങ്ങൾക്കപ്പുറത്തേക്ക് പറന്ന് കയറാൻ ദൈവം വേർതിരിച്ച ദൈവമക്കളാ ഈ രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന, എന്റെ മുന്നിലിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കളെങ്കിൽ ആ പ്രത്യാശ അകത്ത് തിളയ്ക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വാ തുറന്ന് വിളിച്ചു പറ, ഞാൻ എടുക്കപ്പെടും. ನೋಡಿ, ಹಾಗಿದ್ದರೆ ದೇವರ ಬರವಣಿಗೆಗೋಸ್ಕರ ನಿರೀಕ್ಷಿಸುವ ದೇವರ ಮಗುವೇ, ನೀವು ಇಬ್ಬರು ಮಂಚದ ಮೇಲಿದ್ದರೆ ಒಬ್ಬನು ಹೊಯ್ಯಲ್ಪಡುತ್ತಾನೆ, ಇಬ್ಬರು ಬಯಲಿನಲ್ಲಿದ್ದರೆ ಒಬ್ಬರು ಹೊಯ್ಯಲ್ಪಡುತ್ತಾರೆ ಎಂಬುದಾಗಿ ಸ್ವಾಮಿ ಹೇಳಿದ್ದಾನಲ್ಲ. ಅದೇ ಪುನರುದ್ಧಾನದ ಶರೀರ ಹೊಂದಲಿರುವಂತಹ ದೇವರ ಮಕ್ಕಳಷ್ಟೇ ನನ್ನ ಮುಂದೆ ಕುಳಿತು ದೇವರನ್ನು ಆರಾಧಿಸುತ್ತಾ ಇರುವುದು. ഇന്ന് രാത്രി അത് അകത്ത് ബോധ്യമുള്ള എത്ര ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നുണ്ട്? ಈ ರಾತ್ರಿ ಅದನ್ನು ಒಳ ಸಂಚಯದಲ್ಲಿ ತಿಳಿದಿರುವಂತ ಎಷ್ಟು ಮಂದಿ ದೇವರನ್ನು ಆರಾಧಿಸುತ್ತಿದ್ದೀರಿ? കത്തിയാൽ നിനക്ക് വാപൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. ಇದು ಒಳಗೆ ಉರಿದರೆ ನಿನಗೆ ಬಾಯಿ ಮುಚ್ಚಿ ಕುಳಿತುಕೊಳ್ಳಲು ഇന്ന് ಸಾಧ್ಯವಿಲ್ಲ. രാത്രി ആരോഗ്യത്തോടെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതിന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമൈതലേ, ಈ ಸಂಜೆ ಆರೋಗ್ಯವಾಗಿ ನನ್ನನ್ನು ದೇವರು ತಂದಿದ್ದು ನನ್ನ ಸಾಮರ್ಥ್ಯವಲ್ಲ, ದೇವರ ಕೃಪೆ ಅನ್ನುವಂಥದ್ದು ನಂಬುವವರು ದೇವರನ್ನು ಕೊಂಡಾಡಿ. നിത്യതയാണ് ഈ മണ്ണിനേക്കാൾ വലുതെന്ന് ബോധ്യം അകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആരാധന തുടങ്ങണം. ಇದೇ ಎಲ್ಲಕ್ಕಿಂತ ದೊಡ್ಡದು ಎಂಬುದಾಗಿ ಒಳಗೆ ಗೊತ್ತಿದ್ದರೆ ದೇವರ ಮಕ್ಕಳು ಆರಾಧನೆ ಪ್ರಾರಂಭಿಸಿ. ഈ രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ നിത്യതയുടെ കാഴ്ചപ്പാട് ഇവിടെ ഇരുന്ന് ആത്മാവിൽ കാണണം. ನೋಡಿ, ಇಲ್ಲಿ ದೇವರ ಮಕ್ಕಳು ಸ್ತೋತ್ರ ಮಾಡುತ್ತಿದ್ದರೆ ನಿತ್ಯ ಜೀವದ ಬಗೆಗಿರುವ ದೃಶ್ಯ ಇಲ್ಲಿ ಕುಳಿತು ನೀವು ಕಾಣಬೇಕು. ഞാൻ ചോദിക്കട്ടെ, 335 ഗ്രാം തൂക്കമുള്ള മുഷ്ടിയുടെ വലിപ്പമുള്ള ഹാർട്ട് എന്നൊരു കൊച്ചു പമ്പ്, 335 ಗ್ರಾಂ ಇರುವಂತಹ ಮುಷ್ಟಿ ಅಷ್ಟೇ ಆಕಾರ ಇರುವಂತಹ ಒಂದು ಹೃದಯ ഇടനെഞ്ചിലിരുന്ന് ഇടപെടാതെ ഇടിക്കുന്നത് കൊണ്ടല്ലേ ഇവിടെ നിന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ಎಡಭಾಗದಲ್ಲಿ ಬಿಡದಂತೆ ಬಡಿಯುತ್ತಿರುವ ಕಾರಣ ತಾನೇ ಇಲ್ಲಿ ಕುಳಿತು ನೀವು ಸ್ತೋತ್ರ ഒരിടിപ്പിൽ ಹೇಳುತ್ತಿದ್ದೀರಿ. 2.5 ഔൺസ് രക്തം, ನೋಡಿ, ಒಂದೇ ಹಿಂಡಿನಲ್ಲಿ 2 ಔನ್ಸ್ ರಕ್ತ ಇರುವಂತಹ, ഒരു മിനിറ്റിൽ 72 തവണ, ಒಂದು ನಿಮಿಷ 75 ಬಾರಿ ಬಡಿಯುವಂತಹ ಹೃದಯ. 25,000 കോടി നാഡീകോശങ്ങളും 15,000 അന്തർബന്ധനങ്ങൾ, ഇന്റർ കണക്ഷനുമുള്ള തലച്ചോറ് മുതൽ കാൽപാദം വരെയുള്ള, ನೋಡಿ, ಎಷ್ಟೋ ಸಾವಿರಗಳು ನರಗಳು ಎಲ್ಲ ಬಂಧಿತವಾಗಿರುವಂತಹ ತಲೆಯ ಮಾಂಸದಿಂದ ಹಿಡಿದು തലമുടി നാരിഴ കീറിയ നേർവ് വരെ വലിച്ചൊന്ന് നീട്ടിവെച്ചാൽ, ತಲೆಯ ಕೂದಲಲ್ಲಿ ಇರುವಂತಹ ನರವನ್ನು ಕೂಡ ತೆಗೆದು ಇಟ್ಟರೆ 40,000 മൈൽ ചുറ്റളവും 39,000 മൈൽ ക്രോസ് അളവുമുള്ള ഈ ഭൂമിയെ 2 ആവർത്തി ചുറ്റാനുള്ള വലിപ്പം ഈ നേർവുകൾ കൊണ്ട്. 40,000 ಮೈಲುಗಳು ದೂರ ಇರುವಂತಹ ಆಕಾರದಲ್ಲಿರುವಂತಹ ಭೂಮಿಯನ್ನು 2 ಬಾರಿ ಸುತ್ತುವಷ್ಟು ನರಗಳು ನಮ್ಮ ಶರೀರದಲ್ಲೇ ಇವೆ. ഇതിനകത്തുകൂടെ നിരന്തരം പമ്പിങ് നടത്തുന്ന ഈ പമ്പ് ഓപ്പറേറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ನೋಡಿ, ಇದರ ಒಳಗೆ ಪಂಪ್ ಮಾಡುವಂತಹ ಪಂಪ್ ಅನ್ನು ನಿಯಂತ್ರಿಸಲು ಇಲ್ಲಿ ಯಾರಾದ್ರೂ ಒಬ್ಬರಾದ್ರೂ ಇದ್ದಾರಾ? ആരെങ്കിലും വാൽവ് മാറ്റി വെച്ചോ? ಯಾರಾದ್ರೂ ನಿಮಗೆ ವಾಲ್ವ್ ಅನ್ನು ತೆಗೆದು ದೂರ ಇಟ್ಟರ? ആരെങ്കിലും കപ്പിലിട്ട് മുറുക്കിയോ? ಯಾರಾದ್ರೂ ನಿಮ್ಮನ್ನು ಬಿಗಿಯಾಗಿಟ್ಟರ? ഒരു നേരം ഒന്ന് പണി മുടക്കിയിരുന്നെങ്കിൽ മൂക്കി പഞ്ഞി വെച്ച് അടുത്ത മോർച്ചറിയിൽ ഇരുന്നേനെ. ಒಂದು ನಿಮಿಷವಾದ್ರೂ ಕೆಲಸ ತಾನೇ ಒಳಗೆ ನಡೆಯದಿದ್ದರೆ ಮೂಗಿನಲ್ಲಿ ಹತ್ತಿ ಇಟ್ಟು ಮಾರ್ಚರಿಯಲ್ಲಿ ಮಲಗಿಸುತ್ತಾರೆ. ഇതിന് നടുവിൽ നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നിന്റെ കാലിന്റെ ഇടർച്ചയിൽ നിന്ന്, നിന്റെ ജീവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച്, ಇದರ ಮಧ್ಯದಲ್ಲಿ ನಿನ್ನ ಕಣ್ಣನ್ನು ಕಣ್ಣೀರಿಂದ ನಿನ್ನ ಕಾಲು ಎಡವಿ ಬೀಳದಂತೆ ನಿನ್ನ ಜೀವವನ್ನು ಕಾಪಾಡಿದಂತಹ ഇന്ന് രാത്രി ഈ യോഗത്തിന് കൊണ്ടുവന്നത് നിന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാണെന്ന് അറിയണം. ಈ ರಾತ್ರಿ ನನ್ನ ಈ ಕೂಟಕ್ಕೆ ತಂದದ್ದು ನಿನ್ನ ಸಾಮರ್ಥ್ಯವಲ್ಲ, ದೇವರ ಕೃಪೆ ಎಂಬುದಾಗಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಿ. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി വിളിച്ചു പറയണം, ഒരു മഹത്വം എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ನೋಡಿ, ಅದನ್ನು ತಿಳಿದುಕೊಳ್ಳುವ ದೇವರ ಮಕ್ಕಳು ಈ ರೀತಿ ಹೇಳಿ, ನನಗಾಗಿ ಒಂದು ಮಹಿಮೆ ಕಾಯುತ್ತಿದೆ. അതിനുവേണ്ടി ഈ പ്രകൃതി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ಅದಕ್ಕಾಗಿ ಪ್ರಕೃತಿಗಳು ಸಿದ್ಧವಾಗುತ್ತಿದೆ. നിരവധി സംഭവങ്ങൾ എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുണ്ട്. ಅನೇಕ ಸಂಗತಿಗಳು ನನಗೆ ನೆನಪಿಸಲುಂಟು. നിങ്ങൾക്കറിയാമോ, അതിപ്രധാനമായി പ്രകൃതിയുടെ താളക്രമം അടിമുടി തകരാൻ തുടങ്ങുക. ನೋಡಿ, ನಿಮಗೆ ಗೊತ್ತಾ, ಹೆಚ್ಚಾಗಿ ಪ್ರಕೃತಿಯ ಅಸ್ಥಿವಾರವೇ ಈಗ ಕದಲ ಪ್ರಾರಂಭಿಸಿದೆ. ഈ ലിസ്റ്റിൽ ഞാൻ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ನಾನು ಈ ಪಟ್ಟಿಯಲ್ಲಿ ಅನೇಕ ಕಾರ್ಯ ಕೊಟ್ಟಿದ್ದೇನೆ. ನೋಡಿ, അതിപ്രധാനമായി ഞാൻ പറയാം, പ്രകൃതിയുടെ താളം തകരാൻ തുടങ്ങുന്നു. ನೋಡಿ, ಅಷ್ಟು ಪ್ರಾಮುಖ್ಯವಾಗಿರುವುದೇನೆಂದರೆ ಪ್ರಕೃತಿಯ ತಾಳವು ಅಥವಾ ಅದರ ಅಸ್ಥಿವಾರ ಕದಲುತ್ತಿದೆ. നമ്മൾ ഒത്തിരി നാൾ ഈ മണ്ണിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കണ്ട. ನಾವು ಹೆಚ್ಚು ದಿನವೂ ಈ ಮಣ್ಣಿನಲ್ಲಿ ಉಳಿಯುತ್ತೇವೆ ಎಂಬುದಾಗಿ ನೆನೆಸಲೇಬೇಕು. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഒരുവന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ನೋಡಿ, ಇಲ್ಲಿ ಯೇಸುವನ್ನು ಆರಾಧಿಸುವ ದೇವರ ಮಕ್ಕಳು ತಿಳಿದುಕೊಳ್ಳಬೇಕು, ಈ ಪ್ರಕೃತಿಯನ್ನೇ ಚಲಿಸುವನ ಒಬ್ಬನ ಹಸ್ತವಿದೆ. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ ദൂതന്മാരാണ് ഈ പ്രകൃതിയുടെ പുറകിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ, ದೇವರ ದೂತರೇ ಪ್ರಕೃತಿಯ ಹಿಂದೆ ನಿಯಂತ್ರಣ ನಡೆಸುತ್ತಿರುವುದು. ഇവിടെ എന്തുകൊണ്ട് സൈക്ലോൺ ഉണ്ടാകുന്നു? ಇಲ್ಲಿ ಯಾಕೆ ಸೈಕ್ಲಾನ್ಗಳು ಬರುತ್ತಿದೆ? വെളിപ്പാട് പുസ്തകം 7:1-2 വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. ಪ್ರಕಟಣೆ ಪುಸ್ತಕ 7ನೇ ಅಧ್ಯಾಯದ 1 ಮತ್ತು 2ನೇ ವಾಕ್ಯ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, എന്തുകൊണ്ട് സൈക്ലോൺ ഉണ്ടാകുന്നു. ನೀವು ಗಮನಿಸಿ ಕೇಳಬೇಕು, ಯಾಕೆ ಇಂತಹ
ಸೈಕ್ಲೋನ್ ಚಂಡಮಾರಿ ಬರುತ್ತಿದೆ. എന്തുകൊണ്ട് സൈക്ലോൺ ഉണ്ടാകുന്നു? ಯಾಕೆ ಈ ಚಂಡಮಾರಿಯ ಹಾಗಿರುವ ಗಾಳಿಗಳು ಬೀಸುತ್ತಿದೆ? വേഗം വായിച്ചാട്ടെ. ಬೇಗನೆ ಓದಿ. അതിന്റെ ശേഷം ഭൂമിമേലും അതിന് ശേഷം ഭൂമിമേലും കടലിന്മേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചും കൊണ്ട് ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഭൂമിയിലെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കണം, കട്രീന, റീത്ത, വിൽമ, ഈ കൊടുങ്കാറ്റുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. അത് സഹോദരിമാരുടെ പേരല്ലെന്നും അറിയാം. ಕಟ್ರೀನಾ, ರೀಮಾ ಇಂತಹ ಗಾಳಿಗಳ ಬಗ್ಗೆ ನಮಗೆ ಗೊತ್ತಿದೆ. ಏನೆಂಬುದಾಗಿ ಅದು ಸಹೋದರಿಯರ ಹೆಸರೇನೂ ಅಲ್ಲ. ന്യൂ ഓർലിയൻസിൽ നടന്ന അതിഭയങ്കരമായ സംഭവം, ನ್ಯೂ ಆರ್ಲಿಯನ್ಸ್ ಎನ್ನುವಂತ ಸ್ಥಳದಲ್ಲಿ ನಡೆದಂತ ಭಯಂಕರವಾದ ಸಂಗತಿ. ഈ കാലാവസ്ഥയുടെ ചലനത്തിന് പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ಈ ಸ್ಥಿತಿಗಳಂತ ಎಲ್ಲಾ ಚಲನದ ಹಿಂದೆ ದೇವರ ಹಸ್ತಕ್ರಿಯೆ ಮಾಡುತ್ತಿದೆ. എന്നാൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഈ വചനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പറയണം, ಆದರೆ ಯೇಸುವಿನ ರಕ್ತದಿಂದ ತೊಳೆಯಲ್ಪಟ್ಟಂತ ದೇವರ ಮಕ್ಕಳು ಈ ವಾಕ್ಯವನ್ನು ಕೇಳುವಾಗ ഈ ನೆನೆಸಬೇಕಾದ കാലാവസ്ഥയെ മുഴുവൻ പിടിച്ചു നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ ഇതിന് പുറത്തുണ്ട്. ಈ ಪ್ರಕೃತಿಯನ್ನೆಲ್ಲ ಹಿಡಿದು ನಿಲ್ಲಿಸಿರುವುದು ದೇವರ ದೂತರು ಇದರ ಹಿಂದೆ ಇದ್ದಾರೆ. ഈ കാലാവസ്ഥയുടെ പുറകിൽ എന്റെ ദൈവം അറിയാതെ ഇത് ചലിക്കില്ല. ಈ ಪ್ರಕೃತಿಯ ಸ್ಥಿತಿಗಳು ನಮ್ಮ ದೇವರು ತಿಳಿಯದೆ ಚಲಿಸುವುದಿಲ್ಲ. ഭോപ്പാൽ വിഷവാതക ദുരന്തം ഉണ്ടായ വർഷം, ಭೋಪಾಲ್ನಲ್ಲಿ ವಿಷ ಆಯುಧಗಳು ಬಂದಂತ ಸಮಯ, അടുത്ത ദിവസം ഒരുപറ്റം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ മണ്ണിലെത്തി. ಮುಂದಿನ ದಿನದಲ್ಲಿ ಒಂದು ಗುಂಪು ಪ್ರಾರ್ಥಿಸುವ ಜನರು ಆ ಮಣ್ಣಿನಲ್ಲಿ ಸೇರಿದರು. അവിടെയുള്ള ചില പ്രിയപ്പെട്ടവർ പറഞ്ഞ സാക്ഷ്യം ഇതാണ്. ಅಲ್ಲಿದ್ದಂತಹ ಕೆಲವು ಪ್ರಿಯರು ಹೇಳಿದಂತ ಸಾಕ್ಷಿ ಇಷ್ಟೇ. ദൈവജനം പാർക്കുന്ന ഒരു മേഖലയുണ്ട്, ದೇವ ಜನರು ವಾಸಿಸುವ ಒಂದು ಸ್ಥಳವಿದೆ. അത് യൂണിയൻ കാർബൈഡ് വാതകം ചോർന്നു വരുന്ന സമയം, ಅದು ಇಂತಹ ಮಾರಾಕಾಯುಧವಾದಂತ ಗಾಳಿ ಬೀಸುವ ಸಮಯ. അജ്ഞാതമായി ഒരു കാറ്റടിക്കാൻ തുടങ്ങി. ತಿಳಿಯದೆ ಒಂದು ಗಾಳಿ ಬೀಸಿತು. രാവിലെ സമയം ഒരു കാര്യം മനസ്സിലായി. ಬೆಳಗ್ಗೆ ಒಂದು ಸಂಗತಿ ಗೊತ್ತಾಯಿತು. ദൈവജനം പാർക്കുന്ന മേഖലയ്ക്ക് എതിരെ ഈ കാറ്റ് അങ്ങോട്ട് വീശിയത് കൊണ്ട് അവരുടെ മൂക്കുകളിൽ ഈ വാതകം അടിക്കാതെ ദൈവത്തിന്റെ കരം ചലിക്കുകയായിരുന്നു. ನೋಡಿ, ಗಾಳಿ ಅಲ್ಲಿಗೆ ಬೀಸಿದಾಗ ದೇವರ ಮಕ್ಕಳು ವಾಸಿಸುವ ಸ್ಥಳದಲ್ಲಿ ಅವರ ಆ ಗಾಳಿ ಅವರ ಮೂಗಿಗೆ ಬರದಂತೆ ದೇವರಲ್ಲಿ ಚಲಿಸುತ್ತಿದ್ದರು. നിനക്ക് വരാൻ തുടങ്ങുന്ന ദുരന്തങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ ദൈവത്തിന്റെ കാവൽ മാലാഖമാർ ഇതിന്റെ പുറകിൽ പ്രകൃതിയെ നിയന്ത്രിക്കുന്നുണ്ട്. ನಿನಗೆ ಬರುವಂತಹ ತೊಂದರೆಗಳನ್ನು ನಿಯಂತ್ರಿಸಿ ದೇವರ ಕಾವಲ್ ದೇವದೂತರು ನಿಮಗೋಸ್ಕರ ನಿಯಂತ್ರಿಸುತ್ತಿದೆ. ഈ ബീഹാറിലെ ഒരു പ്രവർത്തന മേഖലയിൽ നിന്നും കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു റിപ്പോർട്ട്, ಬಿಹಾರ್ನ ಸೇವೆಯ ಸ್ಥಳದಿಂದ ಕಳೆದ ದಿನ ನಮಗೆ ದೊರಕಿದಂತಹ ಒಂದು ವರದಿ. തമിഴ്നാട്ടിലെ നെയ്യൂരിൽ നിന്ന് 2 സഹോദരിമാരെ ബീഹാറിലെ ഒരു പ്രവർത്തന മേഖലയിലേക്ക് പ്രവർത്തനത്തിനായിട്ട് അയച്ചു. ತಮಿಳುನಾಡಿನಲ್ಲಿ ನೇಯೂರ್ ಎನ್ನುವಂತಹ ಸ್ಥಳದಿಂದ 2 ಸಹೋದರಿಯರನ್ನು ಬಿಹಾರ್ನಲ್ಲಿ ಸೇವಾ ಸ್ಥಳಕ್ಕೆ ಕಳುಹಿಸಿದರು. നൂറുകണക്കിന് സാധുക്കൾ അവിടേക്ക് ആകർഷിക്കപ്പെട്ടു. 100ಕ್ಕಿಂತ ಹೆಚ್ಚು ಬಡ ಜನರು ಅವರಲ್ಲಿ ಆಕರ್ಷಿಸಿದರು. അതോടെ വർഗീയവാദികൾ ഉയർന്നു. ಆದ್ದರಿಂದ ಅವರ ವಿರೋಧವಾಗಿ ವಾದಿಸುವ 2 ವ್ಯಕ್ತಿಗಳು ചെറുപ്പക്കാരി സഹോദരിമാരെ ക്രൂരമായി കൈകാര്യം ചെയ്യാൻ രാത്രി 2-നും 3-നും ഇടയ്ക്ക് വീടിന്റെ പുറകിലത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. 2 ಗಂಡಸರು ಈ ಹೆಂಗಸರನ್ನು ಬಹಳ ಕ್ರೂರವಾಗಿ ವರ್ತಿಸಬೇಕೆಂಬುದಾಗಿ ಅವರ ಮನೆಯ ಹಿಂದೆ ಇರುವಂತಹ ಸಣ್ಣ ಕಾಡಿನಲ್ಲಿ ಕಾಯುತ್ತಿದ್ದಾರೆ. ഈ വീടിന്റെ ബാക്കിലൂടെ അകത്തോട്ട് കയറാൻ ഇവർ കാത്തു നിൽക്കുമ്പോൾ ಈ ಮನೆಯ ಒಳ ಬಾಗಿಲಿಂದ ಹಿಂದೆ ಇರುವಂತಹ ಬಾಗಿಲಿಂದ ಒಳಗೆ ಬರಲು ಕಾಯುತ್ತಿರುವಾಗ എന്തിനേറെ അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മുൻപിൽ കാണുന്ന കാഴ്ച. ಏನಂತೆ ಅವರ ಕಣ್ಣಿನಲ್ಲಿ ನಂಬಲು ಅಸಾಧ್ಯವಾದದ್ದೇ ಅವರ ಮುಂದೆ ಕಂಡಂತಹ ದೃಶ್ಯ. ഏതാണ്ട് 24ഓളം പടയാളികൾ ആയുധം ധരിച്ച് ഈ വീടിന് ചുറ്റും കാവൽ നടത്തുക. ಸುಮಾರು 24 ಸೈನಿಕರು ಆಯುಧದೊಡನೆ ಆ ಮನೆಯ ಸುತ್ತಲೂ ನಡೆಯುತ್ತಿತ್ತಂತೆ. അവർ പോയി ഗ്രാമമുഖ്യനെ വിളിച്ചുകൊണ്ട് വന്നു. ಅವರು ಹೋಗಿ ಗ್ರಾಮದ ಒಡೆಯರನ್ನು ತಂದರಂತೆ. അവരെണ്ണി 1, 2, 3, 24 പേരെ കാവൽ നിൽക്കുന്നത്. ಅವರು ಎಣಿಸಿದರು 1, 2, 3, 24 ಮಂದಿ ಸೈನಿಕರು ನಿಂತಿದ್ದಾರೆ ಕಾವಲಿಗಾಗಿ. ഗ്രാമമുഖ്യൻ പറഞ്ഞു, ഇപ്പൊ പോകാം, നാളെ വന്നിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. ಗ್ರಾಮಸ್ಥನು ಮುಖ್ಯಸ್ಥನು ಹೇಳಿದನು, ಈಗ ಹೋಗಿ ನಾಳೆ ನಾವು ನೋಡಿಕೊಳ್ಳೋಣ. പിറ്റേ ദിവസം രാവിലെ ഗ്രാമമുഖ്യന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം ആളുകൾ വീടിന്റെ മുൻപിലെത്തി. ಮುಂದಿನ ದಿನದಲ್ಲಿ ಆ ಗ್ರಾಮ ನಾಯಕನ ನೇತೃತ್ವದಲ್ಲಿ ಒಂದು ಗುಂಪು ಜನರು ಆ ಮನೆಯ ಮುಂದೆ ഇന്നലെ രാത്രി ഇവിടെ കാവൽ നിന്ന പടയാളികളെ വിട്ടുതരണം എവിടെയെന്ന് ചോദിച്ചു. ನಿನ್ನೆಯ ದಿನ ಇಲ್ಲಿ ಕಾವಲ್ ನಿಂತಂತ ಸೈನಿಕರನ್ನು ನಮಗೋಸ್ಕರ ಬಿಟ್ಟು ಕೊಡಬೇಕು, ಅವರು ಎಲ್ಲಿ? ആ സാധുക്കളായ സഹോദരിമാർ വചനം ഉയർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പടയാളി ഗ്രൂപ്പ് ഇല്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ പറയുന്നു അവന്റെ ഭക്തന്മാരുടെ ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാർ കാവലിനായി ഇറങ്ങുന്നുവെന്ന്. ಆ ಬಡ ಹೆಂಗಸರಾದ ದೇವ ಭಕ್ತರು ಹೇಳಿದರಂತೆ, ವಾಕ್ಯ ತೆರೆದು ಹೇಳಿದರಂತೆ, ನಮಗೆ ಅಂತ ಸೈನಿಕರಿಲ್ಲ, ಆದ್ರೆ ವಾಕ್ಯ ಹೇಳುವ ಪ್ರಕಾರ ನಮ್ಮ ಸುತ್ತಲೂ ನಮ್ಮನ್ನು ಕಾಪಾಡುವಂತೆ ದೇವದೂತರಿದ್ದಾನೆ. നിങ്ങൾക്കറിയാമോ, ഈ വാർത്ത തമിഴ്നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. ನಿಮಗೆ ಗೊತ್ತಾ, ಈ ವಾರ್ತೆ
ವಾರ್ತೆ ತಮಿಳುನಾಡಿಗೆ ತಿಳಿಸಿದರು. അവർ പറയുകയാണ്, അത് നടക്കുന്ന രാത്രിയിൽ 24 ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ആ ചർച്ചിനകത്തിരുന്ന് മുഴുരാത്രി പ്രാർത്ഥനയിൽ ഇവർക്ക് വേണ്ടി ജാഗരിക്കുകയായിരുന്നു. ನೋಡಿ, ಆ ರಾತ್ರಿಯಲ್ಲಿ ಆ ರೀತಿ ಸಂಭವಿಸುವಾಗ ಇವರ ಸಭೆಯವರು ತಮಿಳುನಾಡಲ್ಲಿ 24 ಜನರು ಕುಳಿತು ಆ ಜನರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತಿದ್ದರು. 24 പേര് ഒരിടത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 24 പടയാളികളെ ആ വീടിന് ചുറ്റും കാവലിനായി ദൈവം നിയോഗിക്കുകയായിരുന്നു. 24 ಮಂದಿ ಆ ಜನರಿಗೋಸ್ಕರ ಇಲ್ಲಿ ತಮಿಳುನಾಡಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವಾಗ 24 ದೇವದೂತರನ್ನು ದೇವರು ഇന്ന് ಕಾವಲಿಗಾಗಿ രാത്രി കർത്താവിനെ ആരാധിക്കുന്ന ദൈവപൈതലേ, നിന്റെ കണ്ണുകൾക്ക് കാണത്തില്ലെങ്കിലും നിന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തൊരു ദൈവിക കാവൽ നിന്റെ വീടിന് ചുറ്റും നീ അനുഭവിച്ചറിയുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറ, എന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ട്. അത് മനുഷ്യന്റെ കരമല്ല, എന്റെ നാഥന്റെ കരമാ. അവൻ തന്റെ ദൂതന്മാരെ നിയോഗിച്ചിരിക്കുകയാണ്. ನಿನಗೆ ಗೊತ್ತಿಲ್ಲದೆ ಅದೃಶ್ಯವಾಗಿ ದೇವದೂತರ ಕಾವಲು ನಿನ್ನಗೂ ನಿನ್ನ ಮನೆಯ ಸುತ್ತಲಿರುವಾಗ ದೇವರ ಮಕ್ಕಳು ಕೈಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ಹೇಳಬೇಕು, ನನ್ನನ್ನು ಕಾಪಾಡಲು ನಿಯಂತ್ರಿಸಲು ಒಬ್ಬ ದೇವರಿದ್ದಾನೆ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ, ഭൂകമ്പത്തിന്റെ തീവ്രത ഇവിടെ വർദ്ധിക്കുകയാണ്. ನೋಡಿ, ಈ ರಾತ್ರಿ ಗಮನಿಸಬೇಕು, ಭೂಕಂಪದ ಹೆಚ್ಚುವಿಕೆ ನಡೆಯುತ್ತಿದೆ. നിങ്ങൾക്ക് ഇന്ന് രാത്രി അറിയാം ഭൂകമ്പത്തിന്റെ തീവ്രതയുടെ കാരണം എന്താണെന്ന്. ನಿಮಗೆ ಈ ರಾತ್ರಿ ಗೊತ್ತಿದೆ ಭೂಕಂಪವು ಯಾಕೆ ಇಷ್ಟು ಭಯಂಕರವಾಗಿ ಬೀಸುತ್ತಿದೆ. ഈ ഭൂകമ്പത്തിന്റെ ഭീകരതയെ കുറിച്ച് ശാസ്ത്രം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ಈ ಭೂಕಂಪದ ಬಹಳ ಭಯಂಕರದ ಬಗ್ಗೆ ಶಾಸ್ತ್ರ ಹೇಳುವಂತಹ ಕಾರ್ಯ. നിങ്ങൾ ഒന്ന് രണ്ട് കാര്യം മനസ്സിലാക്കണം. ಒಂದೆರಡು ಕಾರ್ಯ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಿ. അമേരിക്കയുടെ എർക്യൂബ്സ് ഗ്രൂപ്പിന്റെ പ്രത്യേക റിപ്പോർട്ട് അനുസരിച്ച് ನೋಡಿ, ಅಮೆರಿಕದಲ್ಲಿ ಎಕ್ಯೂಬ್ಸ್ ಗುಂಪು ಅನ್ನುವಂತಹ ಗುಂಪು ತಿಳಿಸಿದ ವರದಿಯ ಪ್ರಕಾರ 1970നും 80നും ഇടയിൽ ഇവിടെ 51 ഭൂകമ്പങ്ങളാണ് ഉണ്ടായത്. 1970 1980 ನಡುವೆ ಇಲ್ಲಿ 50ಕ್ಕಿಂತ ಹೆಚ್ಚು ಭೂಕಂಪವಾಯಿತು. 1970നും 80നും ഇടയിൽ ഇവിടെ 51 ഭൂകമ്പങ്ങളാണ് ഉണ്ടായത്. 1970 1980 നടുವೆ ಇಲ್ಲಿ 51 ಭೂಕಂಪಗಳು ನಡೆದಿವೆ. 80നും 90നും ഇടയിൽ ഇവിടെ 81 ഭൂകമ്പങ്ങളാണ് ഉണ്ടായത്. 1980 90ಗೂ ಮಧ್ಯದಲ್ಲಿ ಸುಮಾರು 70ಕ್ಕಿಂತ ಭೂಕಂಪ ನಡೆದಿತ್ತು. 80നും 90നും അതെ 94നും ഇടയിൽ ഓരോ വർഷവും 100 ഭൂകമ്പങ്ങൾ ഉണ്ടാകത്തക്ക വിധം ഭൂകമ്പത്തിന്റെ തീവ്രത ഉയർന്നു. 1980ಗೂ 94ರ ನಡುವೆ ಪ್ರತಿ ವರ್ಷ 100 ಭೂಕಂಪ ನಡೆಯುವ ಹಾಗೆ ಸಂಗತಿಗಳು ಹೆಚ್ಚುತ್ತಿತ್ತಂತೆ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓർക്കണം, 70നും 80നും ഇടയിൽ 51 ഭൂകമ്പങ്ങൾ ഉണ്ടായി ഈ സ്ഥലത്ത്. ನೆನೆಸಬೇಕು, 1970ಗೂ 1980ಗೂ 50 ಭೂಕಂಪಗಳು ನಡೆದವು. 80നും 90നും ഇടയിൽ ഏതാണ്ട് 81 ഭൂകമ്പങ്ങൾ ഉണ്ടായ സ്ഥാനത്ത് 1980ಗೂ 1990ಗೂ ಸುಮಾರು 80 ಭೂಕಂಪಗಳಾದವು. 90നും 94നും ഇടയിൽ ഓരോ കൊല്ലവും 100 ഭൂകമ്പങ്ങൾ ഉണ്ടാകത്തക്ക വിധം ഭൂകമ്പത്തിന് തീവ്രത ഉയർന്നു. 1990ಗೂ 1994ರ ನಡುವೆ ಪ್ರತಿ ವರ್ಷ 100 ಭೂಕಂಪ ನಡೆಯುವ ಹಾಗೆ എന്താണ് ഭൂകമ്പം? എന്താണ് ഭൂകമ്പം? ಏನು ಭೂಕಂಪ ಅಂದರೆ? ഇവിടെ ഇരിക്കുന്ന സകലർക്കും ഭൂകമ്പത്തെ കുറിച്ച് അറിയാം. ಇಲ್ಲಿರುವ ಎಲ್ಲರಿಗೂ ಭೂಕಂಪ ಅಂದರೆ ಗೊತ್ತು. ഈ ഭൂമിയുടെ ഇന്നർ കോർ അകക്കാമ്പ് ഉരുകി തിളയ്ക്കുന്ന ലോഹദ്രാവകമാണ്. ನೋಡಿ, ಈ ಭೂಮಿಯ ಒಳಗಿರುವಂತಹ ಲಾವ ವಸ್ತುಗಳಿದೆ, ಅದು ಉರಿಯುತ್ತಿರುತ್ತವೆ. ഇതിന്റെ പുറത്ത് 100 കിലോമീറ്റർ കനത്തിൽ ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന ഭൂഗർഭ പാളികൾ നിലകൊള്ളുന്നു. ನೋಡಿ, ಇದರ ಮೇಲೆ ಟೆಕ್ಟಾನಿಕ್ ಪ್ಲೇಟ್ ಅನ್ನುವಂಥದ್ದು ಈ ಭೂಮಿಯ ಮೇಲೆ ಅದು ಸುತ್ತಿ ಆವರಿಸಿದೆ. പണ്ടെങ്ങോ നടന്ന ഉൽക്കാഘാതത്താൽ ആ പ്ലേറ്റുകൾ പൊട്ടിച്ചിതറി കിടക്കുകയാണ്. ಮುಂಚೆ ಎಲ್ಲೋ ನಡೆದಂತ ಉಲ್ಕಾದದಿಂದ ಆ ಪ್ಲೇಟ್ಗಳು ಒಡೆದು ಬಿದ್ದಿದೆ. ആ ആഘാതത്താൽ പൊട്ടിയ പ്ലേറ്റുകളുടെ മുകളിലാണ് ഭൂഖണ്ഡങ്ങൾ നിൽക്കുന്നത്. ಆ ಪ್ಲೇಟ್ ನ ಮೇಲಷ್ಟೇ ಭೂಖಂಡ ನಿಂತಿರುವುದು. അതിൽ ഒരു ഭൂഖണ്ഡം മറ്റേ ഭൂഖണ്ഡത്തെ വഹിച്ചുകൊണ്ട് കടലിൽ പൊങ്ങുതടി ഒഴുകുന്നത് പോലെ ഒഴുകി നടക്കുകയാണ്. ನೋಡಿ, ಅದು ಮತ್ತೊಂದು ಕಾಂಡವನ್ನು ವಹಿಸಿಕೊಂಡು ಸಮುದ್ರ ಹರಿಯುವ ಹಾಗೆ ಒತ್ತುವ ಹಾಗೆ ಒತ್ತಿ ನಡೆಯುತ್ತಿದೆ. അത് ഒരു പ്ലേറ്റും മറ്റൊരു പ്ലേറ്റും തമ്മിൽ ഇന്റർലോക്ക് ആകുമ്പോൾ ನೋಡಿ, ಒಂದು ಪ್ಲೇಟ್ ಮತ್ತೊಂದು ಪ್ಲೇಟ್ ಸಮೀಪಕ್ಕೆ ಬಂದು ಹೊಡೆಯುವಾಗ ഇടയിൽ ഉയരുന്ന മർദ്ദമാണ് ഭൂകമ്പം. ಮಧ್ಯದಲ್ಲಿ ಸಂಭವಿಸುವಂತಹ ಕಾರ್ಯಕ್ಕೆ ಭೂಕಂಪ ಎಂಬುದಾಗಿ ഈ ಹೇಳುವುದು. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള മനോരമയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്തയുണ്ട്. ಕಳೆದ ದಿನಗಳಲ್ಲಿ ಮಲಯಾಳ ಮನೋರಮದಲ್ಲಿ ಬಂದಂತಹ ಒಂದು ವಾರ್ತಾ ವರದಿ ಈ ರೀತಿ ഞാൻ ആ ಇತ್ತು. വാർത്തയൊന്ന് വായിക്കാം. ಆ ವಾರ್ತೆ ನಾನು ಓದುತ್ತೇನೆ, ಕೇಳಿ. ലോകത്തെ നടുക്കിയ ഭൂകമ്പങ്ങൾ. ಲೋಕವನ್ನು ನಡುಗಿಸಿದ ಭೂಕಂಪಗಳು. ഇനി ഞാൻ ഈ പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ചാണോ ഇതിന്റെ സ്ഥിതി വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ನಾನು ಹೇಳಿದ ವರದಿಯ ಪ್ರಕಾರವ ಇದರ ಸ್ಥಿತಿ ಎಂಬುದಾಗಿ ನೀವು കഴിഞ്ഞ ಅರ್ಥ 25 ಮಾಡಿಕೊಳ್ಳಬೇಕು. വർഷത്തിനിടെ സംഭവിച്ചതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച ഭൂകമ്പങ്ങൾ. ಕಳೆದ 25 ವರ್ಷಗಳಲ್ಲಿ ಬಹಳ ಜನರು ಸತ್ತಂತಹ ಭೂಕಂಪಗಳು. 90 ജൂൺ 20 ഇറാനിൽ മരണം 40,000. 90 ಜೂನಿನಲ್ಲಿ ಮರಣ 40,000. 93 സെപ്റ്റംബർ 30 ഇന്ത്യയിൽ ലത്തൂറിൽ മരണം 10,000. 93ರಲ್ಲಿ ಸೆಪ್ಟೆಂಬರ್ 30 10,000ಕ್ಕಿಂತ ಹೆಚ್ಚು ಮರಣ ಸಂಭವಿಸಿತು. 99 ഓഗസ്റ്റ് തുർക്കിയിൽ മരണം 18,000. ನೋಡಿ, 94ರಲ್ಲಿ ತುರ್ಕಿಯಲ್ಲಿ ನಡೆದಂತಹ ಮರಣ 15,000. ജനുവരി 2001 ജനുവരി 26 ഗുജറാത്തിൽ മരണം 20,000. 2001
ಜನವರಿ 26ನೇ ತಾರೀಕು 26,000ಕ್ಕಿಂತ ಹೆಚ್ಚು ಸತ್ತು ಹೋದರು. 2003 ഡിസംബർ 26 ഇറാനിൽ മരണം 31,000. ನೋಡಿ, ಡಿಸೆಂಬರ್ 26ನೇ ತಾರೀಕಿನಲ್ಲಿ ನಡೆದಂತಹ ಮರಣದಲ್ಲಿ ಇರಾನ್ ನಲ್ಲಿ ನಡೆದಂತ ಭೂಕಂಪದಲ್ಲಿ 2004 ഡിസംബർ 26 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സുമാത്രയ്ക്ക് സമീപം ഭൂകമ്പം, സുനാമി, മരണം 2,30,000. 2004ರಲ್ಲಿ ಡಿಸೆಂಬರ್ ನಡೆದಂತ ಸುನಾಮಿಯಲ್ಲಿ ನಡೆದಂತಹ ಮರಣ 2,40,000. 2005 ഒക്ടോബർ 8 പാകിസ്ഥാനിൽ മരണം 80,000. ನೋಡಿ, 2008 ಅಕ್ಟೋಬರ್ ನಲ್ಲಿ ಪಾಕಿಸ್ತಾನ ನಡೆದಂತಹ ಮರಣದ ವಿವರ 80,000. 2012 ചൈനയിൽ മരണം 90,000. 2012ನೇ ಇಸವಿಯಲ್ಲಿ ಚೈನಾದಲ್ಲಿ ನಡೆದಂತದ್ದು 90,000 ಮರಣಗಳು. 2010 ജനുവരി 12 ഹെയ്ത്തിയിൽ മരണം 3,16,000. 2010ನೇ ವರ್ಷದ ಜನವರಿಯಲ್ಲಿ ನಡೆದಂತ ಮರಣ 3 ಲಕ್ಷಕ್ಕಿಂತ ಹೆಚ್ಚು. ഞാൻ എന്തിനാണ് ഈ ലിസ്റ്റ് വായിച്ചതറിയാമോ? ಯಾಕೆ ನಾನು ಈ ಪಟ್ಟಿಯನ್ನು ಓದಿ എന്റെ ತಿಳಿಸಿದೆ? ദൈവത്തിന്റെ കരം അനുവദിക്കാതെ ഈ പ്രകൃതി ചലിക്കില്ല. ನನ್ನ ದೇವರ ಕೈಗಳು ಅನುಮತಿಸದೆ ಈ ಪ್ರಕೃತಿ ಚಲಿಸಲಾರದು. നിങ്ങൾക്കറിയാമോ ചരിത്രത്തിൽ ആദ്യമായി എയ്ഡ്സ് തുടങ്ങിയത് എവിടെയാണെന്ന്? ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ ಚರಿತ್ರದಲ್ಲಿ ಮೊದಲಾಗಿ ಏಡ್ಸ್ ರೋಗ ಬಂದಿದ್ದಲ್ಲಿ 12ഓളം കനേഡിയൻ യുവാക്കന്മാർക്ക് ഇത് ഹെയ്ത്തിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാണ് പുറം ലോകം ഇതിനെ കുറിച്ച് അറിയുന്നത്. ನೋಡಿ, 12 കനേഡിയൻ ಜನರಿಗೆ ಇದು ಏಪಿನ್ ಮಂಗನಿಂದ ದೊರಕಿದಂತದ್ದು ಎಂಬುದಾಗಿ ಲೋಕ ತಿಳಿದಿದೆ. എന്നാൽ പച്ചപ്പട്ട് വിരിച്ചതുപോലെയുള്ള ഈ പ്രത്യേക കരീബിയൻ മേഖലയിലെ ആ സ്ഥലത്ത് എന്റെ ദൈവം ഒന്ന് പിടിച്ചു കുലുക്കി ദുർമാർഗത്തിന് ദൈവം കൊടിയ ശിക്ഷ കൊടുത്തു. ನೋಡಿ, ಕರೇಬಿಯನ್ ದ್ವೀಪದಲ್ಲಿ ನಡೆದಂತಹ ಸಂಗತಿಗಳು, ದುರ್ಮಾರ್ಗ ನಾಡಿದಂತಹ ಸಂಗತಿಗಳಲ್ಲಿ ದೇವರು ಕೊಟ್ಟಂತಹ ಕಠಿಣ ಶಿಕ್ಷೆಯಾಗಿತ್ತು. ഒരു ഡിസംബർ 24 ಒಂದು ಡಿಸೆಂಬರ್ 24 ഇന്തോനേഷ്യയിലെ സുമാത്ര മേഖല ಇಂಡೋನೇಷ್ಯಾದಲ್ಲಿ ಸುಮಾಲಾ ಎಂಬುದಾಗಿರುವಂತಹ ഒരു ಸ್ಥಳ. ബൈക്കിന്റെ പുറകിൽ 4 കഴുത്ത് വെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുപറ്റം ആളുകൾ ഒരു തീരത്ത് നൃത്തം ചവിട്ടുന്നത് ചിത്രത്തിൽ ഞാൻ കണ്ടു. ನೋಡಿ, ಒಂದು ದಡದಲ್ಲಿ ಬೈಕಿನಲ್ಲಿ 4 ತಲೆಗಳನ್ನು ಕತ್ತರಿಸಿ ಅಲ್ಲಿ ಕಟ್ಟಿ ಕುಣಿದಾಡುವಂತಹ ದೃಶ್ಯ ನಾನು ನೋಡಿದೆ. അടിയിലുണ്ട് ക്രൈസ്തവ പീഡനം. ಅಲ್ಲಿ ಕೆಳಗೆ ಬರೆದಿದೆ ಕ್ರೈಸ್ತರನ್ನು ಪೀಡಿಸುತ್ತಿದ್ದಾರೆ. എന്തിന്? പിറ്റേ ദിവസം ഡിസംബർ 25 ಯಾಕಂದ್ರೆ ಮುಂದಿನ ದಿನ ಡಿಸೆಂಬರ್ ತಿಂಗಳಲ್ಲಿ 25ನೇ ತಾರೀಕು അവിടെയുള്ള മതതീവ്രവാദികൾ പറഞ്ഞു, ಅಲ್ಲಿರುವಂತಹ ಮತ ವಿರೋಧಿಗಳು ಹೇಳಿದರು, ഒരൊറ്റ ക്രൈസ്തവനെ ഈ പ്രതലത്തിൽ കാണരുത്. ಒಂದು ಕ್ರೈಸ್ತರು ಈ ಪ್ರದೇಶದಲ್ಲಿ മലമുകളിലേക്ക് ഓടിപ്പോയിക്കൊള്ളണം. ಅವರೆಲ್ಲರೂ ಬೆಟ್ಟದ ಮೇಲೆ ಓಡಿ ಹೋಗಲಿ. എന്തിന്? അവരെ ഓടിച്ച് മലമുകളിൽ കയറ്റി. ಅವರನ್ನು ಓಡಿಸಿ ಬೆಟ್ಟದ ಮೇಲೆ ಏರಿಸಿದರು. എന്നാൽ ഡിസംബർ 25 ಆದ್ರೆ ಡಿಸೆಂಬರ್ 25ನೇ ತಾರೀಕು ഇന്ത്യൻ പ്ലേറ്റും ബർമീസ് പ്ലേറ്റും തമ്മിൽ ഭൂഗർഭത്തിൽ ഒന്ന് ചേർന്ന് ഇന്റർലോക്കായി. ಇಂಡಿಯನ್ ಪ್ಲೇಟು ಮತ್ತೆ ಬರ್ಮೀಸ್ ಅವರ ಪ್ಲೇಟು ಭೂಕಂಪಕ್ಕೋಸ್ಕರ ಬಂದು ಡಿಕ್ಕಿ കടൽ അതിവേഗം ഓടാൻ തുടങ്ങി. ಸಮುದ್ರವು ಅತಿ ಬೇಗನೆ ಓಡ ഞാൻ ഇന്ന് ಪ್ರಾರಂಭಿಸಿತು. രാത്രി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർ കഴുത്തറത്ത് നൃത്തം ചെയ്ത സ്ഥലം സമുദ്രത്തിനടിയിലാണ്. ನೋಡಿ, ನಾನು ಇಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡುವ ಈ ವೇಳೆಯಲ್ಲಿ ಅವರು ಆ ಕತ್ತನ್ನು ಕೊಯ್ದು ಕುಣಿದಾಡಿದಂತ ಸ್ಥಳ ಈಗ ಸಮುದ್ರದ ಕೆಳಗೆ ಹೋಗಿ ಮರೆಯಾಯಿತು. നീതിയോടെ വിധിക്കുന്ന ഒരുവന്റെ കരം ഇതിന് പുറകിൽ ചലിക്കുന്നുണ്ട്. ನೀತಿಯಾಗಿ ವಿಧಿಸುವವನೊಬ್ಬನ ಹಸ್ತವು ಇದರ ಹಿಂದೆ ಚಲಿಸುತ್ತಿದೆ. നിങ്ങൾക്കറിയാമോ, ഇതുപോലെ ഇന്റർലോക്ക് ഉയർന്നതാണ് ഹിമാലയത്തിന്റെ ഉത്ഭവത്തിന് കാരണം. ನಿಮಗೆ ಗೊತ್ತಿದೆಯೋ ಈ ರೀತಿ ಒಳಗೊಂಡಂತಹ ಸಂಗತಿಯಾಗಿದೆ ಅಂತ ನಮ್ಮ ಕಾರ್ಯವು. നിങ്ങൾക്കറിയാം, കാഠ്മണ്ഡു മേഖലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭൂകമ്പം. ನಿಮಗೆ ಗೊತ್ತಿದೆ, ಕಾಠ್ಮಂಡು ಅನ್ನುವಂತ ಸ್ಥಳದಲ್ಲಿ ಕಳೆದ ದಿನ ನಡೆದಂತ ಭೂಕಂಪ. അതിനെക്കുറിച്ചുള്ള വാർത്ത ഞാൻ വായിപ്പിക്കാൻ സമയമെടുക്കുന്നില്ല. എഴുതിയിരിക്കുന്ന വാർത്ത ഇതാണ്. ಅದರ ಬಗ್ಗೆ ಇರುವಂತಹ ವಾರ್ತೆ ಹೇಳಲು ಸಮಯವಿಲ್ಲ. ಈ ರೀತಿಯ ವಾರ್ತೆ ಬರೆದಿದೆ. കാശ്മീരിലെ ശ്രീനഗർ കാഠ്മണ്ഡു മേഖലയിലെ ഭൂകമ്പത്താൽ ಕಾಶ್ಮೀರ್ನಲ್ಲಿ ಕಾಠ್ಮಂಡು ಅನ್ನುವಂತಹ ಸ್ಥಳದಲ್ಲಿ, ಕಾಶ್ಮೀರ್ ದಾಟಿ ಕಾಠ್ಮಂಡು ಅನ್ನುವಂತಹ ಸ್ಥಳದಲ್ಲಿ ഇന്ത്യയിലെ 64 പട്ടണങ്ങളിൽ അതിശക്തമായ ഭൂകമ്പം ഉണ്ടാകാൻ തുടങ്ങുന്നു എന്ന് ಭಾರತದಲ್ಲಿ 64 ಹಳ್ಳಿಗಳಲ್ಲಿ ಭೂಕಂಪ ತೀವ್ರವಾಗಿ ಬರಲು ಸಾಧ್ಯತೆ ಇದೆ. ഇന്ത്യയുടെ ഭൂകമ്പ നിവാരണ ഗ്രൂപ്പിന് ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ನೋಡಿ, ಭಾರತದ ಭೂಕಂಪ ನಿವಾರಣಾ ಸಂಸ್ಥೆಗೆ ಭಾರತ ಮೊದಲೇ ಮುನ್ಸೂಚನೆ ಕೊಟ್ಟಿತ್ತು. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ കരങ്ങളിൽ ഈ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചേ. ಈ ರಾತ್ರಿಯಲ್ಲಿ ಕುಳಿತಿರುವ ದೇವರ ಮಕ್ಕಳು ನಿಮ್ಮ ಕೈಗಳಲ್ಲಿ ಸತ್ಯವೇದವನ್ನು നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്യുമ്പോൾ, ನಮ್ಮ ಕೈಯಲ್ಲಿರುವ ಸತ್ಯವೇದವನ್ನು ನಾವು ಮೇಲಕ್ಕೆತ್ತಿ ಸ್ತೋತ್ರ ಮಾಡುವಾಗ, ഇതിനകത്തിരിക്കുന്ന ഈ ഇരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, വരാൻ തുടങ്ങുന്ന ഭൂകമ്പം ചെറുതല്ല. ಈ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಬರೆದಿದೆ, ಇನ್ನು ಮುಂದೆ ಬರಲಿರುವಂತ ಭೂಕಂಪ ಸಣ್ಣದಲ್ಲ. നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുമ്പോൾ സ്തോത്രം ചെയ്യുക മാത്രമല്ല, ഇവിടം നമ്മുടെ പാർപ്പിടമല്ല നോക്കണം. ಇಲ್ಲಿ ಈ ಸಂಜೆ ನೀವು ಕುಳಿತಿರುವಾಗ ಬರೀ ಸ್ತೋತ್ರ ಹೇಳುವಂತಲ್ಲ, ಇದು ನಮ್ಮ ಶಾಶ್ವತವಾದ ನೆಲೆಯಲ್ಲ, ನಿವಾಸವಲ್ಲ ಎಂಬುದಾಗಿ ನೆನೆಸಿಕೊಳ್ಳಿ. നിങ്ങൾക്കറിയാമോ, 94 സെപ്റ്റംബർ ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ, 94ನೇ ಇಸವಿ ಸೆಪ್ಟೆಂಬರ್ മഹാരാഷ്ട്രയിൽ ലത്തൂർ ജില്ലയിൽ ഒരു ഭൂകമ്പം. ಮಹಾರಾಷ್ಟ್ರ ಎತ್ತೂರು ಜಿಲ್ಲೆಯಲ್ಲಿ ನಡೆದಂತ ಭೂಕಂಪ. നോക്കി നിൽക്കെ 21 ഗ്രാമങ്ങൾ അപ്രത്യക്ഷമായി. ನೋಡುತ್ತಾ ಇರುವಾಗ 21 ಗ್ರಾಮಗಳು ಅಪ್ರತ್ಯಕ್ಷವಾಗಿ
ಪ್ರಾರಂಭವಾಯಿತು. ഭൂകമ്പം സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തം വർണ്ണനാതീതമാണ്. ನೋಡಿ, ಒಂದು ಭೂಕಂಪ ನಡೆಯುವಾಗ ನಡೆಯುವಂತಹ ಸಂಗತಿಗಳು ವರ್ಣಿಸಲು ಅಸಾಧ್ಯ. അന്നേരം ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഭീകരമാണ്. ಆಗ ನಡೆಯುವಂತಹ ಪ್ರಕೃತಿಯ ದುರಂತವು ಬಹಳ ತೀವ್ರವಾಗಿದೆ. നോക്കി നിൽക്കെ 21 ഗ്രാമങ്ങൾ അപ്രത്യക്ഷമായി. ನೋಡುತ್ತಾ ಇರುವಾಗಲೇ 21 ಗ್ರಾಮಗಳು ಕಾಣಿಸದೆ ಹೋಯಿತು. അത് ഞാൻ ഇന്ന് രാത്രി പറയുന്ന കണക്ക് ശ്രദ്ധിക്കണം. അവിടുന്ന് ഭൂകമ്പത്തിന്റെ ഭ്രംശരേഖകൾ ನೋಡಿ, ಅಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟಿರುವಂತಹ ಭೂಕಂಪದ ವರದಿಗಳು കർണാടക ഈ സംസ്ഥാനത്തെ കടന്ന് ഇടുക്കി മൈനാവ് മേഖലയിലേക്ക് ആലപ്പുഴ തീരത്ത് നിന്ന് വേവ്സ് എത്തി. ನೋಡಿ, ಆ ನಡೆಯುವಂತಹ ಅಲೆಗಳು ಕರ್ನಾಟಕ ದಾಟಿ ಇಡುಕಿಯಲ್ಲಿ ಆಲಪುಯ ಅನ್ನುವಂತ ಸ್ಥಳದಲ್ಲಿ ಅಲೆಗಳು ಸೇರಿದವು. ഇടുക്കി മൈനാവ് മേഖല ഭൂകമ്പ പ്രഭവ കേന്ദ്രമായി മാറി. ಇಡುಕಿ ಮೈನಾವು ಕೇಂದ್ರದಲ್ಲಿ ಭೂಕಂಪ ಬಹಳ ಪ್ರಾಮುಖ್ಯವಾಯಿತು. അവിടുന്ന് ഇടുക്കി മൈനാവ് മേഖലയിൽ നിന്ന് മുല്ലപ്പെരിയാർ മേഖലയിലെത്തി. ಅಲ್ಲಿಂದ ಇಡುಕಿ ಮೈನಾರ್ನಿಂದ ಮುನ್ನಪಡೆಯ ಕಡೆಗೆ ಸಾಗಿತು. മുല്ലപ്പെരിയാർ മേഖലയുടെ അടിത്തറയിൽ ഭൂഗർഭ വിള്ളൽ വീണു. ಮುಲ್ಲಪೆರಿಯಾರ್ನ ಅಸ್ಥಿವಾರದಲ್ಲಿ ಭೂಕಂಪವು ಬಂದು ತಲುಪಿತು. 1800 ഏക്കർ സ്ഥലത്ത് പച്ചമണ്ണിൽ ചുണ്ണാമ്പ് പിടിച്ചുകൂട്ടി യാതൊരു സാങ്കേതികത്വവും ഇല്ലാതെ അതേ പണിത ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. ನೋಡಿ, 1800 ಏಕರ್ ಸ್ಥಳದಲ್ಲಿ ಸುಣ್ಣವನ್ನು ಜೋಡಿಸಿ ಕಟ್ಟಿದಂತಹ ಒಂದು ನೀರಿನ ಒಂದು ಡ್ಯಾಮ್ ಆಗಿದೆ ಆ ಮುಲ್ಲಪೆರಿಯಾರ್ ಡ್ಯಾಮ್. നിരവധി കനയടി വെള്ളം ഭൂഗർഭത്തിലേക്ക് ഒഴുകുകയാണ്. ಅಲ್ಲಿ ಅನೇಕ ಕಲ್ಲುಗಳು ಭೂಕಂಪದಲ್ಲಿ ಹರಿಯುತ್ತಾ ಹೋದಾಗ ഇനിയും ആ മേഖലയിൽ ഭൂകമ്പം ഉണ്ടായാൽ ಇನ್ನೊಂದು ಬಾರಿ ಆ ಸ್ಥಳದಲ್ಲಿ ಭೂಕಂಪವಾದರೆ മുല്ലപ്പെരിയാർ നിങ്ങളുടെ ഡാം അടിഞ്ഞു തകരും. ಮುಲ್ಲಪೆರಿಯಾರ್ ಡ್ಯಾಮ್ ಅಲ್ಲೇ ಮುಚ್ಚಿ ಮುಳುಗುತ್ತದೆ. 40 മൈൽ ചുറ്റളവുള്ള സകലത്തെയും അടിച്ചു തകർത്തൊരു സംഹാര രുദ്രയെ പോലെ 40 ಮೈಲು ಸುತ್ತಮುತ್ತಲು ಪ್ರವಾಹವು ಬೀರಿ ಎಲ್ಲವನ್ನು ಕೊಚ್ಚಿಕೊಂಡು ಹೋಗುವ ಹಾಗೆ ഇടുക്കി മൈനാവ് മേഖലയിലേക്ക് ഇറങ്ങും. ಇಡುಕಿ ಮೈನಾರ್ ಸ್ಥಳಗಳಿಗೆ ಅದು ಸೇರುತ್ತದೆ. ഇടുക്കി മൈനാവ് മേഖലയിൽ ദൈവത്തിന് സ്തോത്രം മുല്ലപ്പെരിയാർ ഡാമിന്റെ ബാക്കി ഇടുക്കി കൂടെ തകർന്നാൽ ನೋಡಿ, ಮುಲ್ಲಪೆರಿಯಾರ್ ಡ್ಯಾಮಿನಲ್ಲಿ ಇಡುಕಿಯ ಪ್ರಾಂತ್ಯವು ನಾಶವಾದರೆ കേരളത്തിലെ 5 ജില്ലകളിലെ 47 ലക്ഷം പേർ ലോകത്തോട് യാത്ര പറയും. ಕೇರಳದಲ್ಲಿರುವ 5 ಜಿಲ್ಲೆಗಳಲ್ಲಿ 47 ಲಕ್ಷ ಜನರು ಈ ಭೂಲೋಕದಿಂದ ಪ್ರಯಾಣ ಮಾಡಿ ಹೊರಡುತ್ತಾರೆ. എന്നാൽ ഒരു കാര്യം ഉറപ്പാ, ಆದ್ರೆ ಒಂದು ಸಂಗತಿ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഈ മണ്ണിൽ ഉള്ളിടത്തോളം കാലം ഈ പ്രകൃതി ചലിക്കില്ല. ಯೇಸುವಿನ ರಕ್ತದಿಂದ ತೊಳೆಯಲ್ಪಟ್ಟಂತಹ ದೇವರ ಮಕ್ಕಳು ಈ ಭೂಲೋಕದಲ್ಲಿರುವಾಗ ಈ ಪ್ರಕೃತಿ ಚಲಿಸುವುದಿಲ್ಲ. എന്നാൽ സംഭവത്തിന്റെ ഭീകരതയിലേക്ക് പ്രകൃതി നീങ്ങുന്ന കാഴ്ച കാണുന്ന ദൈവമക്കൾ ഓർക്കണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ കൈകെട്ടിയിരുന്ന് ഉറങ്ങേണ്ടവരല്ല, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നാഥന്റെ വരവ് അടുക്കൽ വാതുക്കൽ തന്നെ. ಆದ್ರೆ ಈ ಸಂಗತಿಗಳು ಪ್ರಕೃತಿಯಲ್ಲಿ ಕಾಣುವಾಗ Glory, ನಾವು ನಿದ್ದೆ glory, ಮಾಡುವಂತಲ್ಲ, ನಾವು ನೆನೆಸಬೇಕಾದ ಕಾರ್ಯ ನಮ್ಮ ದೇವರ ಕರ್ತನ ಬರವಣಿಗೆ ಸಮೀಪದಲ್ಲಿದೆ. വെളിപ്പാട് പുസ്തകം 6:4, 6:5, 6:8, 6:11, 8:12, 8:13, 16:4, 16:5, 16:12, 16:13 നിരവധി വാക്യങ്ങൾ ഉണ്ടെങ്കിലും ഒരു 2 വാക്യം ഒന്ന് വായിച്ചോട്ടെ. വരാൻ തുടങ്ങുന്ന ഭൂകമ്പത്തെ കുറിച്ചുള്ള വെളിപ്പാട് പുസ്തകത്തിന്റെ 2 കൺസെപ്റ്റ്. വെളിപ്പാട് പുസ്തകം 6:12 വേഗം വന്നാട്ടെ. ನೋಡಿ, ಪ್ರಕಟಣೆ ಪುಸ್ತಕ 5, 6, 7ನೇ ವಾಕ್ಯಗಳು, ವಿಶೇಷವಾಗಿ ಪ್ರಕಟಣೆ ಪುಸ್ತಕ 6ನೇ ಅಧ್ಯಾಯದ 12ನೇ ವಾಕ್ಯ ಒಮ್ಮೆ ಓದಿ ಅದರಿಂದ ನಾವು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳೋಣ. വളരെ ഗൗരവമായി ചിന്തിക്കണം വരാൻ തുടങ്ങുന്ന ഭൂകമ്പത്തെ കുറിച്ചുള്ള ബൈബിൾ പ്രവചനം. ಬಹಳ ಗಂಭೀರವಾಗಿ ಚಿಂತಿಸಬೇಕು ಬರಲಿರುವಂತಹ ಭೂಕಂಪದ ಬಗ್ಗೆ ಸತ್ಯವೇದ ತಿಳಿಸುವ ಕಾರ್ಯ. 16:18 കൂടെ വായിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ സമർപ്പണത്തിലേക്ക് എഴുന്നേൽക്കുന്ന രാത്രിയാകണം. ಪ್ರಕಟಣೆ 16ನೇ ಅಧ್ಯಾಯದ 18ನೇ ವಾಕ್ಯ ಕೂಡ ಓದಿ ಸಮರ್ಪಣಕ್ಕೆ ನಿಮ್ಮನ್ನೇ 6:12 വേഗം വായിച്ചാൽ 6:12. ಪ್ರಕಟಣೆ 6:12 ಬೇಗನೆ ಓದಿ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി മാറി. വായിച്ചു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് ഉലഞ്ഞ് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദീപം സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. വായിച്ചോ. വലിയൊരു ഭൂകമ്പം. 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ മുഖാവരണം പൊടിപടലങ്ങളാൽ കറുത്തു പോകുകയും അതേസമയം 5 ഭൂഖണ്ഡങ്ങളിലെയും ദ്വീപുകൾ മുഴുവൻ കടലിലേക്ക് ആഴുകയും ചെയ്യുന്ന ദുരന്തത്തിന്റെ സുനാമി ഉയരുന്ന ഭൂകമ്പം ഇവിടെ വരാൻ പോകുകയാണ്. ನೋಡಿ, ಭೂಕಂಪ ಎಷ್ಟು ಭಯಂಕರವಾಗಿರುತ್ತದೆ ಎಂದರೆ 9,30,00,000 ಮೈಲುಗಳು ದೂರ ಇರುವಂತಹ ಸೂರ್ಯನಿಗೆ ಧೂಳುಗಳಿಂದ ತುಂಬಿ ಕರಿ ಕಂಬಳಿಯಾಗಿ ಮಾರ್ಪಟ್ಟು ನಂತರ ಭೂಕಂಪದಿಂದ ಭೂಮಿ ಮುಳುಗಿ ಹೋಗುವಂತ ಭಯಂಕರವಾದ ಭೂಕಂಪದ ಬಗ್ಗೆ ಇಲ್ಲಿ ಹೇಳುತ್ತಿದೆ. ഇനിയും വരാൻ തുടങ്ങുന്ന ഭൂകമ്പത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 16:18 പരാമർശം ശ്രദ്ധിച്ചാൽ വടി വെട്ടാൻ പോയതേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. വായിച്ചേ. ನೋಡಿ, ಪ್ರಕಟಣೆ 16ನೇ ಅಧ್ಯಾಯದ 18ನೇ ವಾಕ್ಯದಲ್ಲಿ ನಡೆಯುವಂತ ಭೂಕಂಪದ ಬಗ್ಗೆ ನೋಡುವಾಗ ಕಡ್ಡಿ ಕತ್ತರಿಸಿ ತೆಗೆದಿದ್ದಾರೆ.
വെളിപ്പാട് 16:18 വായിച്ചാട്ടെ. മിന്നലും നാദവും ഇടിമുഴക്കവും മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. വലിയ ഭൂകമ്പം ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ, നിങ്ങൾ അടിവരയിട്ട് കേൾക്കണമോ വാക്യം, ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. അത്ര വലുതായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. മധ്യപൂർവ്വ പ്രദേശം 3 പൊട്ടിക്കീറി. ജാതികളുടെ പട്ടണങ്ങളും ലോകത്തിലെ 5 വൻകരകളിലും ഓടിപ്പോക്കിന് കഴിയാതെ കൂട്ടസംഹാരം ഉണ്ടായി. വീണുപോയി. മതി കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞു. നിങ്ങൾ ഇന്ന് രാത്രി ഈ പത്രവാർത്ത ഒരു കയ്യിലും മറ്റേ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനവും ഉയർത്തിപ്പിടിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ഇരുന്നെന്ന് പറഞ്ഞ് ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ കൈ കെട്ടിയിരുന്ന് ഉറങ്ങേണ്ടവരല്ല. ഭൂകമ്പത്തിന്റെ തീവ്രത ഉയരുന്നത് കാണുമ്പോൾ, ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ കണ്ണുയർത്തി നോക്കുക. കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യമല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. ഇന്ന് രാത്രി നാളെ ബാക്കി വിശദീകരിക്കാം. വേദപുസ്തകം അടച്ചാട്ടെ. ഒരു 4-5 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായിട്ടൊന്ന് എടുക്കാൻ തുടങ്ങുകയാണ്. എല്ലാ ദൈവമക്കളുടെയും നാവുകൾ തുറന്ന് സ്തോത്രത്തിലൊന്ന് ജാഗരിച്ച് അല്പ മിനിറ്റുകൾ പ്രാർത്ഥനയിലൊന്ന് പോരാടിക്കാട്ടെ. ഇരിക്കുന്ന ഓരോ ദൈവമക്കളും നാവുകൾ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. അധികാരത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. ಈಗ ನೀವು ಗಮನಿಸಿದಂತ ದೇವರ ವಾಕ್ಯವು ದಿನಪತ್ರಿಕೆ ಮತ್ತೊಂದು ಕೈಯಲ್ಲಿಟ್ಟು ನೀವು ನೋಡುವಾಗ, ಬರುವಂತಹ ಸಂಗತಿಗಳು ನೋಡುವಾಗ ದೇವರ ಮಕ್ಕಳು ಹೇಳಬೇಕು, ಕಾಣುತ್ತೇನೆ ನನ್ನ ಪ್ರಿಯನನ್ನು ಶೀಘ್ರವಾಗಿ ಕಾಣುತ್ತೇನೆ. ಕೈಗಳನ್ನು ಚಪ್ಪಾಳೆ ತಟ್ಟುತ್ತಾ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚುತ್ತಾ ಬಾಯಿ ತೆರೆದು ದೇವರನ್ನು ಆರಾಧಿಸ ಪ್ರಾರಂಭಿಸಿರಿ. ഒരു വസ്തുത ഞാൻ വിളിച്ചു പറയാം. ಈ ರಾತ್ರಿ ಒಂದು ನಿಜ ಸಂಗತಿಯನ್ನು ಹೇಳಲಿದ್ದೇನೆ. ഞാൻ നാളെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ನಾನು നാളെ ഇന്ന് വിവരിಸುವಾಗ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವಿರಿ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. ಲೋಹದ ಕಾಲದ ಹಾಗೆ ಮನುಷ್ಯಕುಮಾರನ ಬರವಣಿಗೆಯಲ್ಲೂ ಸಂಭವಿಸಲಿದೆ. പെട്ടകത്തിനകത്ത് എത്ര പേരുണ്ടായിരുന്നു ദൈവദാസനെ? ದೇವದಾಸರೇ ಅರ್ಥ ಮಾಡಿ. ಆ ಮಂಜೂಷದಲ್ಲಿ ಆ ನಾವೆಯಲ್ಲಿ ಎಷ್ಟು ಮಂದಿ ಇದ್ದರು? പെട്ടകത്തിനകത്ത് എത്ര പേരുണ്ടായിരുന്നു? ಆ ನಾವೆಯಲ್ಲಿ ಎಷ್ಟು ಮಂದಿ ಇದ್ದರು? 80 പേരോ? 8 പേരല്ലേ? 8 ಮಂದಿ. ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയി? ಇನ್ನು ಉಳಿದವರು ಎಲ್ಲೋದ್ರು? 777 കൊല്ലം ജീവിച്ചിരുന്നില്ലേ നോഹയുടെ അപ്പൻ? ನೋಡಿ, 779 ವರ್ಷ ಜೀವಿಸಿದ ನೋಹನ ತಂದೆ. 969 കൊല്ലം ജീവിച്ചിരുന്നില്ല ഇദ്ദേഹത്തിന്റെ വല്യപ്പൻ? ನೋಡಿ, ಈತನ ಅಜ್ಜನು 969 ವರ್ಷ ಬದುಕಲಿಲ್ಲವೇ? ഇവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ പെട്ടകം നിറയാൻ ആളുണ്ടായിരിക്കുമല്ലോ. ಇವರ ಮಕ್ಕಳು ಮೊಮ್ಮಕ್ಕಳು ಇದ್ದರೆ ಎಷ್ಟು ಜನರು ಇದರೊಳಗೆ പക്ഷെ പ്രളയം അടുത്തപ്പോ 8 അല്ലാതെ 9 ഇല്ലായിരുന്നു. ನೋಡಿ, ജലപ്രളയ ಬಂದಾಗ 8 ಅಲ್ಲ 9 ಜನರಲ್ಲ 8 ಜನರಿದ್ರು. യേശുവിന്റെ മടങ്ങിവരവ് അടുക്കുമ്പോൾ ആഗോള വ്യാപക ഉണർവല്ല, ആത്മീയ പിന്മാറ്റമാണ് നടക്കുന്നത്. ನೋಡಿ, ಯೇಸುವಿನ ಬರವಣಿಗೆ ಹತ್ತಿರ ಬರುವಾಗ ಉಜ್ಜೀವನವಲ್ಲ ನಡೆಯುವುದು, ಜನರು ಹಿಂಜರಿದು ಹೋಗುವುದನ್ನೇ ಕಾಣುತ್ತೀರಿ. 32,000 പേരെയല്ലേ ഗിദെയോൻ യുദ്ധത്തിന് വിളിച്ചത്? ನೋಡಿ, 32,000 ಮಂದಿಯನ್ನು ತಾನೇ ಗಿದ್ಯೋನನ್ನು ಯುದ್ಧಕ್ಕೆ ಕರೆದಿದ್ದ. ഭയവും ഭീരുത്വമുള്ളവർ പോകാൻ പറഞ്ഞപ്പോ 22,000 പോയില്ലേ? ನೋಡಿ, ಭಯ ಮತ್ತೆ ಒಳಸಂಚಿರುವವರು ಹೋಗಿ ಎಂಬುದಾಗಿ ബാക്കി വെള്ളത്തിനടുക്കലേക്ക് കൊണ്ടുപോയപ്പോ 9,700 പോയില്ലേ? ನೋಡಿ, ಮತ್ತೆ ನೀರಿನ ಬಳಿಗೆ ತಂದಾಗ 9,700 ಮಂದಿ ಬಿಟ್ಟು ಹೋಗಲಿಲ್ಲವೇ? ഒടുവിൽ 300 അല്ലേ ഉള്ളായിരുന്നു. ಕೊನೆಯಲ್ಲಿ 300 ಮಂದಿ ತಾನೇ ಉಳಿದಿದ್ದು. ഇന്ന് രാത്രിയിൽ അവന്റെ മഹിമ കണ്ട ഒരു 300നെ ദൈവം കരുതിയിട്ടുണ്ട്. ನೋಡಿ, ಈ ರಾತ್ರಿ ಆತನ ಮಹಿಮೆ ಕಂಡಂತ 300 ದೇವರು ಸಿದ್ಧಪಡಿಸಿಟ್ಟಿದ್ದಾನೆ. ഉപദേശം തെറ്റിച്ച് പഠിപ്പിച്ച് മെഗാ ചർച്ച് ഉണ്ടാക്കി അവരുമായി നരകത്തിൽ പോകുന്നതിനേക്കാൾ വിശുദ്ധിക്ക് വേണ്ടി 10 പേരെ ഒരുക്കി നിത്യതയെ പോകുന്നത് വലുതെന്ന് തിരിച്ചറിയുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ನೋಡಿ, ಮಹಾಸಭೆಗಳನ್ನು ಕಟ್ಟಿ ಉಪದೇಶದ ವಿರೋಧವಾಗಿ ಹೇಳಿ ಮಹಾಸಭೆಯನ್ನು ಕಟ್ಟಿ ಅವರನ್ನು ನರಕಕ್ಕೆ ಕೊಂಡೊಯ್ಯುವುದಕ್ಕಿಂತ 10 ಮಂದಿಯನ್ನು ದೇವರಲ್ಲಿ ಕೊಂಡೊಯ್ಯುವುದೇ ಬಹಳ ಮುಖ್ಯ. ചെറുപ്പക്കാരുടെ ടേസ്റ്റ് അനുസരിച്ച് പോകേണ്ട ആധുനിക അതെ ഉണർവ് ഗ്രൂപ്പ് അല്ല ദൈവസഭ. വിശുദ്ധിക്ക് വേണ്ടി ഒരുങ്ങുകയാണെന്നൊരു ചെറിയ ഗ്രൂപ്പിനെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ನೋಡಿ, ಯುವಕರ ರುಚಿಯ ಪ್ರಕಾರ ಹೋಗುವುದಲ್ಲ ದೇವರ ಸಭೆ, ಆಧುನಿಕ ಪ್ರಕಾರ ಸಾಗುವುದಲ್ಲ ದೇವರ ಸಭೆ, ಪರಿಶುದ್ಧಕ್ಕಾಗಿ ಸಿದ್ಧವಾಗುವಂತ ಸಣ್ಣ ಗುಂಪಷ್ಟೇ ഈ ದೇವರ ഹോളിൽ ಸಭೆ. ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ಈ ಹಾಲ್ ನಲ್ಲಿ ದೇವರ ಶಕ್ತಿ ಈಗ ഇന്ന് രാത്രി ഇരിക്കുന്ന സകല ദൈവമക്കളും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. ಈ ರಾತ್ರಿಯಲ್ಲಿ ಕುಳಿತಿರುವ ಪ್ರತಿಯೊಂದು ಮಕ್ಕಳ ಬಾಯಲ್ಲಿ ದೇವರ ಸದ್ದು ಬರಲಿ. കർത്താവേ, ഞാൻ കൈവിടപ്പെടരുത്. ಹೇಳಿ, ಕರ್ತನೇ, ನಾನು ಕೈ ಬಿಡಲ್ಪಡಬಾರದು. ശബ്ദം ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ಶಬ್ದ ಮೇಲಕ್ಕೆತ್ತಿ ಪ್ರಾರ್ಥಿಸ ಪ್ರಾರಂಭಿಸಿ. ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു മേഖലയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് ഇവിടെ നിന്ന് വിശദീകരിക്കുന്ന ആളല്ല. എന്നെ വ്യക്തിപരമായി അറിയാവുന്ന ഒരുപറ്റം ആളുകൾ ഇതിനകത്തുണ്ട്. ನೋಡಿ, ಇಲ್ಲಿ ನಾನು ಇನ್ನು ಇಷ್ಟು ಆಳವಾಗಿ ಹೇಳುವವನಲ್ಲ, ನನ್ನನ್ನು ತಿಳಿದಿರುವಂತ ಒಂದು ಗುಂಪು ಜನರಲ್ಲಿದ್ದೀರಿ. എന്റെ ഒരു സഹോദരനാണ് പാസ്റ്റർ തോമസ് കോശി. ನನ್ನ ಒಂದು ಸಹೋದರನಷ್ಟೇ ಪಾಸ್ಟರ್ ಥಾಮಸ್ ಕೋಶಿ. ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു സഹോദരനാണ് ബ്രദർ ജെഫി, ഇവിടെയുണ്ട്. ಜೆಫಿ ಎನ್ನುವಂತದ್ದು ನಾನು ಪ್ರೀತಿಸುವ ಒಂದು ಸಹೋದರ. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഒരാളെ ഉള്ളെങ്കിലും നിത്യതയ്ക്കായി ഒരുങ്ങുന്നെങ്കിൽ അതാ ധന്യത. ನೋಡಿ, ಒಬ್ಬರೇ ಇದ್ದರೂ ಕೂಡ ನಿತ್ಯ ಜೀವಕ್ಕೋಸ್ಕರ ಸಿದ್ಧರಾಗುವ ಒಬ್ಬರಿದ್ದರೆ ಅದು ಸಾಕು. ഈ രാത്രി ദൈവശക്തി ഈ ഹോളിൽ വ്യാപരിക്കുമ്പോൾ ಈ ಸಂಜೆ ದೇವ ಶಕ್ತಿ ಈ ಹಾಲ್ ನಲ್ಲಿ
പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ ഇതിനകത്ത് ഒരുക്കുകയാണ്. ಪವಿತ್ರಾತ್ಮನು ಕೆಲವು ವ್ಯಕ್ತಿಗಳನ್ನು ಈ ಹಾಲ್ ನಲ್ಲಿ ಸಿದ್ಧಪಡಿಸುತ್ತಿದ್ದಾನೆ. ഏറ്റവും പുറകിലത്തെ നിര മുതൽ ഏറ്റവും മുൻപിലത്തെ നിര വരെ ദൈവശക്തി വ്യാപരിക്കുന്നു. ಹಿಂದೆಯ ಸಾಲಿನಿಂದ ಈ ಮುಂದೆಯ ಸಾಲಿನವರೆಗೂ ದೇವರ ಶಕ್ತಿ ಈಗ ಪ್ರಭಾವಗೊಳ್ಳುತ್ತಿದೆ. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കാതെ വാ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ಎಡಭಾಗದಲ್ಲಿ ಬಲಭಾಗದಲ್ಲಿ ಕೂತವರನ್ನು ನೀವು ಗಮನಿಸದೆ ಬಾಯಿ ಬಿಟ್ಟು ದೇವರನ್ನು ಕೊಂಡಾಡ ಪ್ರಾರಂಭಿಸಿ. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ಕುರಿಮರಿಯ ರಕ್ತದ ಶಕ್ತಿ ಇಲ್ಲಿ വചനത്തിന്റെ അധികാരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്നുണ്ട്. ವಾಕ್ಯದ ಅಧಿಕಾರ ಇಲ್ಲಿ ಚಲಿಸುತ್ತಿದೆ. കർത്താവേ, ഈ രാത്രി ഞാൻ കൈവിടപ്പെടണമെന്ന് കൊതിക്കുന്ന ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ಕರ್ತನೇ, ನಾನು ಕೈ ಬಿಡಲ್ಪಡಬಾರದೆಂಬುದಾಗಿ ಇಚ್ಛಿಸುವವರ ಬಾಯಲ್ಲಿ ഞങ്ങൾ ഈ രാത്രി കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ദൈവകരം ചില വ്യക്തികളുടെ മേൽ വയ്ക്കും. ನಾನು ಕೈ ಇಟ್ಟು ಪ್ರಾರ್ಥಿಸದೆ ದೇವರ ಶಕ್ತಿ ಕೆಲ ಜನರು ಹೊಂದಲಿದ್ದಾರೆ. മേഘം പോലെ ദൈവത്തിന്റെ തേജസ് ഇതിന് മീതെ വ്യാപരിക്കുന്നുണ്ട്. ದೇವರ ತೇಜಸ್ಸು ಇದರ ಮೇಲೆ ಚಲಿಸುತ್ತಿದೆ. ഈ രാത്രി ഇരുന്ന് സ്തോത്രം ചെയ്യുന്ന നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ಈ ರಾತ್ರಿಯಲ್ಲಿ ಸ್ತೋತ್ರ ಮಾಡುವ ನಿನ್ನ ಮೇಲೆ ದೇವರ ಶಕ್ತಿ ಬಂದಿಳಿಯುತ್ತಿದೆ. ആ മുൾപ്പടപ്പിന് മുകളിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയതുപോലെ ನೋಡಿ, ಆ ದೇವರ ಮೇಘವು ಬಂದು ಇಳಿದ ಹಾಗೆ ഈജിപ്തിലെ മന്ത്രവാദികൾക്ക് എത്ര ശക്തി ഉണ്ടെങ്കിലും, ಐಗುಪ್ತ ಮಂತ್ರವಾದಿಗಳಿಗೆ ಎಷ್ಟು ಶಕ್ತಿ ಇದ್ದರು, നൈൽ ദേവിക്ക് എന്ത് ബലമുണ്ടെങ്കിലും, ಆ ನೈಲ್ ದೇವಿಗೆ ಎಷ್ಟೇ ಬಲ ಇದ್ದರು, ഒരു മുൾപ്പടപ്പിന്മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങിയാൽ ಒಂದು ಮುಳ್ಳಿನ ಗಿಡದ ಮೇಲೆ ದೇವರ ಬೆಂಕಿ അതിനെ ಇಳಿದರೆ തൊടാൻ ഈ തീയെ കൊണ്ട് കഴിയുകയില്ല. ಅದನ್ನು ಮುಟ್ಟಲು ಈ ಬೆಂಕಿಯಿಂದ ಸಾಧ್ಯವಾಗಲಿಲ್ಲ. ഇത് കത്തിച്ച് ചാമ്പലാക്കുന്ന തീ അല്ല, ಇದನ್ನು ಸುಟ್ಟು ಬೂದಿ ಮಾಡಿದಲ್ಲ, ഇത് സംരക്ഷിക്കുന്ന തീയാ. ಇದು ಸಂರಕ್ಷಿಸುವ ಬೆಂಕಿ. ഈ രാത്രി ആരാധിക്കുന്ന നിന്റെ മേലെ തീയുടെ വ്യാപാരം വ്യാപരിച്ചാൽ, ಈ ರಾತ್ರಿ ಆರಾಧಿಸುವ ನಿನ್ನ ಮೇಲೆ ಆ ಬೆಂಕಿ ಸುರಿದು ಬರಲಿ. നിന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും അറിയത്തക്ക വിധം ഈ ദൈവശക്തി വ്യാപരിച്ചാൽ, ನಿನ್ನ ಶರೀರದ ಒಂದೊಂದು ಕೋಶಗಳು ತಿಳಿದುಕೊಳ್ಳುವ ಹಾಗೆ ದೇವರ ಶಕ್ತಿ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദർശനത്തിന്റെ കാഴ്ച തരാൻ ದರ್ಶನದ ಕಾರ್ಯಗಳು, നാവുകൾ തുറന്ന് സ്തോത്രം ചെയ്ത് നിന്റെ മേൽ പ്രാർത്ഥനയുടെ ബലം വ്യാപരിക്കുന്നു. ಬಾಯನ್ನು ತೆರೆದು ಸ್ತೋತ್ರ ಮಾಡಿ ಪ್ರಾರ್ಥನೆಯ ಬಲ ಹೊಂದಿಕೊಳ್ಳಿ. ഈ രാത്രി നാഥന്റെ കരം ഇവിടെ ചലിക്കുകയാണ്. ಇಲ್ಲಿ ನಮ್ಮ ತಂದೆಯಾದ ದೇವರ ಹಸ್ತಗಳು ಚಲಿಸುತ್ತಿವೆ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ಯೇಸುವಿನ ನಾಮದ ಶಕ್ತಿ ಚಲಿಸಲಿ. ഓരോ നാവുകളിലും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ಒಂದೊಂದು ಬಾಯಲ್ಲಿ ಪ್ರಾರ್ಥನೆಯ ಶಬ್ದ ಹೆಚ್ಚಾಗಲಿ. ഇത് ക്ഷണികമാ സുഹൃത്തേ. ಈ ದೇವರ ಸದ್ದು. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ದಯವಿಟ್ಟು ಎಲ್ಲರೂ ಎದ್ದು ನಿಂತುಕೊಳ್ಳಿ. അന്തൽ ഘടകന അധികജകൾ ഘടകര ഉദരാധികജകൾ ഘടകര ഉദര അധികനയ രഗാനക. ഈ രാത്രി ദൈവശക്തി അകത്ത് അനുഭവിച്ചറിയുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. ಈ ರಾತ್ರಿ ದೇವರ ಶಕ್ತಿ ಒಳಗೆ ಅನುಭವಿಸಿದ ದೇವರ ಮಕ್ಕಳ ಪ್ರಾರ್ಥನೆಯ ಶಬ್ದ ഇടത്തും വലത്തും ഇരി നിൽക്കുന്നവരെ നോക്കണ്ട, നോക്കാതെ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങണം. ಎಡಭಾಗದಲ್ಲಿ ಬಲಭಾಗದಲ್ಲಿ ನಿಂತಿರುವಂತವರನ್ನು ಗಮನಿಸಬೇಡಿ, ಬಲವಾಗಿ ಸ್ತೋತ್ರ ಹೇಳಿರಿ. ഈ രാത്രി മണ്ണിനേക്കാൾ എനിക്ക് വരുന്ന നിത്യതയാണെന്ന് കൊതിക്കുന്ന ദൈവമക്കളെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ಈ ರಾತ್ರಿ ನನಗೆ ಮಣ್ಣಿನಕ್ಕಿಂತ ನಿತ್ಯ ಜೀವವೇ ಬೇಕೆನ್ನುವರ ಕೈಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ എല്ലാ ദൈവജനത്തിന്റെയും പ്രാർത്ഥന ഇന്ന് രാത്രി ഉയരട്ടെ. ಎಲ್ಲ ದೇವ ಜನರ ಪ್ರಾರ್ಥನೆ ಈ ವೇಳೆ ഈ ಹೇರಲಿ. രാത്രി മണ്ണിനേക്കാൾ എനിക്ക് വലുത് നിത്യതയാണ്. ಈ ರಾತ್ರಿ ನನಗೆ ಮಣ್ಣಿಕ್ಕಿಂತ ಹೆಚ್ಚು ಬೇಕಾದದ್ದು ನಿತ್ಯ ಜೀವ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണ മീട്ടും സംഘത്തിൽ ആ പൊൻകിരിയുടെ കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യമല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും എന്ന പ്രത്യാശ അകത്ത് തിളയ്ക്കുന്ന ദൈവമക്കൾ ആ കരം ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, നിത്യത എനിക്ക് കൈവിട്ടു പോകരുത്. ಕರ್ತನ ತುತ್ತೂರಿಯ ಸದ್ದು ಕೇಳುವಾಗ ದೇವದೂತರ ಪ್ರಧಾನ ವೀಣೆಗಳು ಚಲಿಸುವಾಗ ಕಾಣುತ್ತೇನೆ, ದೇವರು ನನ್ನ ಸ್ವಂತ ಕಣ್ಣುಗಳೇ ಕಾಣುತ್ತದೆ, ಮತ್ತೊಬ್ಬರ ಕಣ್ಣುಗಳಲ್ಲ, ನನ್ನ ಕಣ್ಣುಗಳೇ ಕಾಣುತ್ತದೆ ಎನ್ನುವ ದೇವರ ಮಕ್ಕಳು ಕೈಗಳನ್ನೆತ್ತಿ ಬೈಬಿಟ್ಟು ದೇವರನ್ನು ಕೊಂಡಾಡಿ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ നമുക്കൊന്ന് ആത്മാവിൽ പാടി ആരാധിക്കാം. ದೇವರ ಶಕ್ತಿ ನಮ್ಮ ಮೇಲೆ ಚಲಿಸುವಾಗ ಆತ್ಮದಲ್ಲಿ ನಾವು ಹಾಡಿ ಆರಾಧಿಸೋಣ. നിന്റെ ശരീരം പ്രാപിക്കാൻ തുടങ്ങുന്ന മഹത്വം കണ്ടുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് ആരാധിക്കാം. ಆ ನಿರೀಕ್ಷೆ ಹೊಂದುವಂತ ಮಹಿಮೆ ಕಾಣುತ್ತಾ ನಾವು ದೇವರನ್ನು ಆರಾಧಿಸೋಣ. കരങ്ങൾ അടിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ ಚಪ್ಪಾಳೆ ತಟ್ಟಿ ನಾವು ದೇವರನ್ನು ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമീട്ടും സംഘത്തിൽ ദൂതർ വീണമീട്ടും സംഘത്തിൽ ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ
നിന്റെ പേർ വിളിക്കും. ഓ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ, എന്റെ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടും സംഘത്തിൽ, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടും സംഘത്തിൽ, ആ പൊൻകിരീട കൂട്ടത്തിൽ നിന്റെ പേർ വിളിക്കും നേരത്തിൽ, ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ. കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടോ, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടോ. കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടോ, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടോ. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ, എന്റെ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടും സംഘത്തിൽ, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടും സംഘത്തിൽ, ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ, ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും. കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടോ, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം. ഓ കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടോ, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടോ. കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടോ, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടോ. കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടോ, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടോ. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ, എന്റെ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ, എന്റെ യേശുവേ മണാളനേ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ വിജാനകോ അച്ചാരേഗേ പ്രഭോനേഗേ അച്ചാരേഗോ നിങ്ങളുടെ കരങ്ങൾ ദൈവസന്നിധിയിൽ ആ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചേ. ನಿಮ್ಮ ಕೈಗಳನ್ನು ಹೆದೆಯ ಮೇಲಿಟ್ಟುಕೊಳ್ಳಿ. ശ്രദ്ധിച്ച് കേൾക്കണേ, നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് ದಯವಿಟ್ಟು ಗಮನಿಸಿ ಕೇಳಿ, ನಿಮ್ಮ ಕೈಗಳನ್ನು ಹೆದೆಗೆ ಸೇರಿಸಿಟ್ಟುಕೊಳ್ಳಿ. ഒരുപാട് കാര്യം പറയാനുണ്ടെങ്കിലും സമയപരിമിതി കൊണ്ട് ഞാൻ ഒരു വസ്തുത പറയട്ടെ.
ಅನೇಕ ಕಾರ್ಯ ಹೇಳಲು ನನಗೆ ಸಾಧ್ಯವಿಲ್ಲ. നിങ്ങൾ ಸಮಯ കണ്ണു ಕಡಿಮೆ തുറന്ന് ಇರುವುದರಿಂದ. ശ്രദ്ധിക്കുക, കണ്ണു തുറന്ന് ശ്രദ്ധിക്കുക. ದಯವಿಟ್ಟು ನಿಮ್ಮ ಕಣ್ಣುಗಳನ್ನು ಬಿಡಿ ನನ್ನನ್ನೇ ಗಮನಿಸಿ ಕೇಳಿ. നിങ്ങൾ നട്ടുച്ച നേരത്ത് ನೀವು ಮಧ್ಯಾಹ್ನದ ವೇಳೆಯಲ್ಲಿ സൂര്യൻ തലയ്ക്ക് മുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന സമയം ಸೂರ್ಯನು ನಿಮ್ಮ ತಲೆಯ ಮೇಲೆ ಪ್ರಕಾಶಿಸುವ ಸಮಯದಲ್ಲಿ പുറത്തോട്ടിറങ്ങി കണ്ണ് തുറന്ന് സൂര്യനെ ഒന്ന് നോക്കണം. ಹೊರಗೆ ಹೋಗಿ ಕಣ್ಣನ್ನು ತೆರೆದು ಸೂರ್ಯನನ್ನು ಗಮನಿಸಿ. വേഗം നിങ്ങൾ പെരയ്ക്കകത്തോട്ട് കയറണം. ಬೇಗನೆ ನೀವು ಮನೆ ಒಳಗೆ ಬರುತ್ತೀರಿ. നിങ്ങളുടെ സിറ്റ് ഔട്ടിലിരിക്കുന്ന ഷോക്കേസിലെ ചിത്രങ്ങളിലേക്ക് രൂപങ്ങളിലേക്ക് നോക്കണം. ನೋಡಿ, ನಿಮ್ಮ ಸಿಟ್ ಔಟ್ ನಲ್ಲಿ ನಿಮ್ಮ ಶೋಕೇಸ್ ನಲ್ಲಿ ಇರುವಂತಹ നാളെ ಚಿತ್ರಗಳನ್ನು പകൽ ಗಮನಿಸಿ. തന്നെ നോക്കണം. ನಾಳೆ ಬೆಳಗ್ಗೆ ಹೋಗಿ ಇದನ್ನು ನೋಡಿ. ചില മിനിറ്റുകൾ സെക്കൻഡുകൾ സൂര്യനെ കണ്ണു തുറന്ന് നോക്കിയിട്ട് പെട്ടെന്ന് മുറിക്കകത്തോട്ട് കയറി ഷോക്കേസിൽ നോക്കിയാൽ ഒരു പ്രതിഭാസം ഉണ്ടാകും. ನೋಡಿ, ನೀವು ಕೆಲವು ನಿಮಿಷಗಳು ಸೂರ್ಯನನ್ನು ನೋಡಿ ನಂತರ ನಿಮ್ಮ ಮನೆ ಒಳಗೆ ಬಂದು ಶೋಕೇಸ್ ನಲ್ಲಿ ನೋಡುವಾಗ ಒಂದು ವ್ಯತ್ಯಾಸ. നിങ്ങൾ നോക്കുന്നതാണ് അല്ല മഞ്ഞളിച്ച് കാണും. ನೀವು ನೋಡುವ ಕಡೆಯೆಲ್ಲ ಹಳದಿಯಾಗಿ ಕಾಣುತ್ತದೆ. ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കാര്യം പറയും. ವೈದ್ಯರು ಯಾರಾದ್ರಿದ್ದರೆ ಅವರು ಕಾರ್ಯ ತಿಳಿಸುತ್ತಾರೆ. കൂടുതൽ പ്രകാശം റിട്ടിനയ്ക്കകത്ത് കടന്നു പോയാൽ ಹೆಚ್ಚು ಪ್ರಕಾಶ ರೆಟಿನದ ಒಳಗೆ ಕಣ್ಣಿನ ಗುಡ್ಡೆಯಲ್ಲಿ ಬಂದರೆ അതിന്റെ താഴെ പ്രകാശമുള്ള സ്ഥലത്തുള്ളത് പെട്ടെന്ന് കാണാൻ കഴിയാത്ത ഒരു പ്രതിഭാസം കണ്ണിനുണ്ട്. ಅದಕ್ಕಿಂತ ಕೆಳಗಿರುವಂತ ಪ್ರಕಾಶ ನೋಡಲು ಅಸಾಧ್ಯವಾದಂತಹ ಸಂಗತಿ ನಮ್ಮ ಕಣ್ಣುಗಳಿಗೆ. വർദ്ധിച്ച പ്രകാശം റെറ്റിനയിൽ കടന്നാൽ ಹೆಚ್ಚಾದ ಪ್ರಕಾಶ ನಿಮ್ಮ ಕಣ್ಣಿನ ಗುಡ್ಡೆ ರೆಟ್ನದೊಳಗೆ അതിൽ ಸೇರಿದರೆ താഴെയുള്ള പ്രകാശത്തിലുള്ളതിനെ കാണാൻ കഴിയാത്ത ഒരു പ്രതിഭാസം. ಅದಕ್ಕಿಂತ ಕೆಳಗೆ ಇರುವಂತಹ ಪ್ರಕಾಶವನ್ನು ಕಾಣದಿರುವಂತಹ ಒಂದು ಸಂಗತಿ. പ്രിയപ്പെട്ടവരെ, ആത്മീയ ലോകം തലകുത്തി മറിയുക. ಪ್ರಿಯರೇ, ಆತ್ಮಿಕ ಲೋಕ ಉಲ್ಟ ಪಲ್ಟವಾಗಿ ತಿರುಗುತ್ತಿದೆ. എന്തെല്ലാം ദുരുപദേശങ്ങൾ ആത്മീയ ലോകത്ത് ഒഴുകിയിറങ്ങുന്നു. ಎಂತೆಂತ ದುರುಪದೇಶಗಳು ಆತ್ಮಿಕ ಲೋಕದಲ್ಲಿ ಹರಿದು ಬರುತ್ತಿದೆ. എല്ലാം ഭൗതിക വിഷയം മുൻപിൽ വെച്ച് ಎಲ್ಲ ಆರ್ಥಿಕವಾದ ವಿಷಯಗಳನ್ನೇ എന്നാൽ ಮುಂದೆ ಇಟ್ಟು ಹೇಳುತ್ತಾರೆ. നിത്യതയുടെ ദർശനം അകക്കണ്ണിൽ കയറിയാൽ ಆದ್ರೆ ನಿತ್ಯದ ಬಗ್ಗಿರುವಂತಹ ದರ್ಶನ ಒಳ ಕಣ್ಣುಗಳ അതിന് താഴെയുള്ളതൊന്നും കാണാൻ നിന്റെ കണ്ണ് തെളിയുകയില്ല. ಅದಕ್ಕಿಂತ ಕಡಿಮೆ ಇರುವುದು ಯಾವುದು ഓ, ಕಾಣುವಂತೆ ನಿನ್ನ ഇന്ന് ಕಣ್ಣು രാത്രി അകത്ത് ತೆರೆಯುವುದಿಲ್ಲ. ബോധ്യമുള്ള എത്ര ദൈവമക്കൾ രാത്രി ഇവിടെ ഉണ്ട്? ಒಳಗೆ ತಿಳಿದಿರುವ ಎಷ್ಟು ಮಂದಿ ಇಲ್ಲಿ ಕುಳಿತಿದ್ದೀರಿ? ആ കരം നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് ಆ ಕೈಗಳನ್ನು ನಿಮ್ಮ ಎದೆಗೆ കർത്താവേ, ಬಿಗಿಯಾಗಿಟ್ಟುಕೊಳ್ಳಿ. നിന്റെ വര ഒന്നു മാത്രം എന്റെ ആശയായി ജീവിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ಕರ್ತನೇ, ನಿನ್ನ ಬರವಣಿಗೆ ಮಾತ್ರ ನನ್ನ ಆಸೆಯಾಗಿರಬೇಕು, ಅದಕ್ಕೆ ಬೇಕಾದ ಕೃಪೆ ಕೊಡಿ ഈ ಸ್ವಾಮಿ ಎಂಬುದಾಗಿ മണ്ണിനേക്കാൾ ಬೇಡಿಕೊಳ್ಳಿ. നിത്യത വലുതായി കാണാനുള്ള കൃപ എനിക്ക് തരണമേ കർത്താവേ. ಈ ಮಣ್ಣಿನ ಸಂಗತಿಗಳಿಗಿಂತ ನಿತ್ಯವೇ ನನಗೆ ದೊಡ್ಡದಾಗಿ ഓരോ ಕಾಣಿಸುವಂತೆ ಸಹಾಯ നാവിന്റെ ಮಾಡು. പ്രാർത്ഥനയുടെ ശബ്ദം ഒന്ന് ഉയർത്തിക്കേ. ಒಂದೊಂದು ನಾಲಿಗೆಯಲ್ಲಿ ಪ್ರಾರ್ಥನೆಯ ಶಬ್ದವನ್ನು ആ ಹೆಚ್ಚಿಸಿಕೊಳ್ಳಿ. നെഞ്ചിൽ ചേർത്ത് വെച്ച കരങ്ങളോടെ ഈ രാത്രിയിൽ വാ തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ಆ ಎದೆಯ ಮೇಲೆ ಕೈಯಿಟ್ಟು ನೀವು ಬಾಯನ್ನು ಬಿಟ್ಟು ಕರ್ತನ ಬಳಿ ಪ್ರಾರ್ಥಿಸ ಪ್ರಾರಂಭಿಸಿ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ಶಬ್ದ ಹೆಚ್ಚಿಸಿ, ಶಬ್ದ ಹೆಚ್ಚಿಸಿ. ഈ രാത്രിയിൽ നീന്നോട് കർത്താവിന്റെ ആത്മാവ് ശാന്തമായി ഇടപെടുകയാ. ಈ ರಾತ್ರಿ ದೇವರ ಆತ್ಮ ನಿನ್ನ ಬಳಿ ಬಹಳ ಶಾಂತವಾಗಿ ಮಾತನಾಡುತ್ತಿದೆ. ഈ മണ്ണിനേക്കാൾ നിത്യത വലുതായി കാണുക. ಈ ಮಣ್ಣಿನಕ್ಕಿಂತ ನಿತ್ಯವನ್ನೇ ದೊಡ್ಡದಾಗಿ ಕಾಣು. ഈ രാത്രി എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ. ಈ ರಾತ್ರಿ ನನಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ದೇವದಾಸರೇ. ഇന്ന് രാത്രി എന്നെ ഞാൻ നാഥന്റെ കരങ്ങളിൽ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ಈ ರಾತ್ರಿ ಆ ಕರ್ತನ ಕೈಗಳಿಗೆ ನನ್ನನ್ನು ಮತ್ತೊಮ್ಮೆ ಅರ್ಪಿಸುತ್ತೇನೆ. ആഗ്രഹിക്കുന്ന ദൈവമക്കൾ വലതുകരം ഉയർത്തിപ്പിടിച്ച് ಆ ರೀತಿ ಆಸೆ ಇಟ್ಟಿರುವವರು ನಿಮ್ಮ ಬಲ ಕೈಯನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ನನಗೆ ತೋರಿಸಿ. ഈ രാത്രി നിങ്ങളുടെ കരങ്ങളുടെ മേൽ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരം ഇറങ്ങി പിടിക്കുകയാണ്. ಈ ರಾತ್ರಿ ನಿಮ್ಮ ಕೈಗಳನ್ನು ಆ ತೇಜಸ್ಸಿನ ಕರಗಳು ಬಂದು ಹಿಡಿಯುತ್ತಿದೆ ನೋಡಿ. നാളെ ഒടുവിലത്തെ രാത്രിയാ. ನಾಳೆ ದಿನ ಕೊನೆಯ ರಾತ್ರಿ. ഒരുപാട് ചരിത്ര ശാസ്ത്രീയ തെളിവുകൾ എനിക്ക് പറയുവാനായിട്ടുണ്ട്. ಅನೇಕ ಶಾಸ್ತ್ರದಿಂದ ಸಂಗತಿಗಳನ್ನು ಬಿಡಿಸಿ ಹೇಳ ഇന്ന് ನನಗಿದೆ. രാത്രി സമർപ്പണത്തോടെ ഉയർത്തിയ കരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ಈ ರಾತ್ರಿ ಅರ್ಪಿಸುತ್ತಾ ಎತ್ತಿದಂತ ಕೈಗಳಿಗಾಗಿ ದೇವರಲ್ಲಿ ನೋಡಿ സ്വർഗത്തിലും ഭൂമിക്കും ಪ್ರಾರ್ಥಿಸುತ್ತಿದ್ದೇನೆ. നാഥനായ നസറേനായ യേശുവിന്റെ നാമത്തിൽ ಪರಲೋಕ ಭೂಲೋಕಕ್ಕೆ ಒಡೆಯನಾದ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, കാൽവറിയിൽ പഴയ പാമ്പിന്റെ തലയെ തകർത്ത നസറേനായ യേശുവിന്റെ നാമത്തിൽ ಕಲ್ವಾರಿ ಶಿಲುಬೆಯ ಮೇಲೆ ಹಳೆಯ ಹಾವನ್ನು നാശಪಡಿಸಿದ ಯೇಸುವಿನ ഇന്ന് ಶಕ್ತಿ. രാത്രി ഈ കരങ്ങളുടെ മേൽ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരം ഇറങ്ങി പിടിക്കട്ടെ. ಈ ರಾತ್ರಿ ಕೈಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿರುವವರ ಕೈಗಳನ್ನು ದ್ರವತ್ವವಿಲ್ಲದೆ ಇರುವಂತ ತೇಜಸ್ಸಿನ ಕೈಗಳವರು ಹಿಡಿದುಕೊಳ್ಳಲಿ. യേശുവിന്റെ രക്തത്താൽ ഈ കരങ്ങളെ ഞങ്ങൾ മുദ്ര വയ്ക്കുന്നു. ಯೇಸುವಿನ ರಕ್ತದಿಂದ ಈ ಕೈಗಳಿಗೆ ಮುದ್ರೆ ಇಡುತ್ತಿದ್ದೇವೆ. യേശുവിൻ നാമത്തിൽ തന്നെ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ കരമൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചാട്ടെ. ಕೈಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ದೇವರನ್ನು ವರ್ಣಿಸಿರಿ. എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. ಎಲ್ಲರೂ ದಯವಿಟ್ಟು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಕುಳಿತುಕೊಳ್ಳಿ. ഒരിക്കൽ കൂടെ കരങ്ങളൊന്ന് വീശി കർത്താവിന് മഹത്വപ്പെടുത്തിക്കാം. ಒಮ್ಮೆ ಕೈಗಳನ್ನು ಮೇಲಕ್ಕೆ ಸವರಿ ತೋರಿಸಿ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയോടെ നാളെ വൈകിട്ട് കടന്നു വരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ಪ್ರಾರ್ಥನೆಯಿಂದ ನಾಳೆ ಸಂಜೆ ಬನ್ನಿ. ದೇವರು ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ಕರ್ತನ ನಾಮ ಮಹಿಮೆ ಹೊಂದಲಿ.
അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷൻ നമുക്ക് കർത്താവ് തന്നു. ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತಹ ಒಂದು ಸಂದೇಶ ವಿಭಾಗ ದೇವರು ಕೊಟ್ಟಿದ್ದಾನೆ. നാളെ രാവിലെ നടക്കുന്ന സെഷൻ, ನಾಳೆ ಬೆಳಗ್ಗೆ ನಡೆಯಲಿರುವಂತಹ ಸಂದೇಶ ಭಾಗ, ആമേൻ, ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ ഒരു ക്ലാസ്. ಕುಟುಂಬ ಇರುವವರು ಕುಟುಂಬಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತ ಪ್ರತಿಯೊಬ್ಬರು ಕೇಳಬೇಕಾದಂತ